Chairman Dibu ആണ് CI എന്ന്. Okay, Dibu. Chairman-നെ അൺമ്യൂട്ട് ചെയ്തേക്കുവാണ്. നമ്മൾ സ്പീക്കേഴ്സിനെ അനുസരിച്ച് ഓരോരുത്തരെ മാത്രമാണ് അൺമ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. ചാറ്റ് ബോക്സും ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓക്കെ, അപ്പം ബാക്കി എല്ലാവരും അൺമ്യൂട്ടഡ് ആണ്. ഓക്കെ, ഡോക്ടർ PM മാർ അൺമ്യൂട്ടഡ് ആണ്. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ.
Gitanjali. അല്ല അപ്പൊ മറ്റേ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയെ കേരള ഘടകത്തിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. CAI-യുടെ ആഭിമുഖ്യത്തിൽ AHMA, AMAI, AMMOI മുതലായ സംഘടനകളുടെ സഹകരണത്തോടെ നമ്മൾ ആയുർ ഷീൽഡ് ക്ലിനിക്കുകൾ തുടങ്ങുന്നതിന്റെ ഉദ്ഘാടനം ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അതിന് മുഖ്യപ്രഭാഷണം നടത്തും. ഈ യോഗത്തിൽ സ്വാഗതം പറയേണ്ടിയിരുന്നത് CII കേരള സ്റ്റേറ്റ് കൗൺസിലിലെ ചെയർമാനായ ശ്രീ തോമസ് ജോൺ മുത്തൂറ്റായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് വേറൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക, ഇന്ന് ഇറങ്ങി വരാൻ സാധിക്കാത്തതുകൊണ്ട് കേരള CII-യുടെ പാസ്റ്റ് ചെയർമാൻ ഡോക്ടർ സജികുമാറിനെ ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമസ്തേ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ PM വാര്യർ, ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ഓണറബിൾ ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി നമ്മളുടെ ഏവരെയും പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ, ശ്രീ ബേബി മാത്യു, ശ്രീ ആയുർവേദ പാനൽ കോ കൺവീനർ, ഹലോ BR കൃഷ്ണകുമാർജി, ആയുർവേദ്യ ഫാർമസിയുടെയും അതുപോലെ തന്നെ അവിനാശി ലിംഗം സർവകലാശാലയുടെ ചാൻസലറുമായിട്ടുള്ള PR കൃഷ്ണകുമാർജി, ഡോക്ടർ രാജ്മോഹൻ, സ്റ്റേറ്റ് ആയുർവേദ കോവിഡ് റെസ്പോൺസ് സെൽ, ഗവൺമെന്റ് ഓഫ് കേരള, ഡോക്ടർ രാമനാഥൻ, ജനറൽ സെക്രട്ടറി ആയുർവേദ മെഡിസിൻ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ഡോക്ടർ രാജു തോമസ്, പ്രസിഡന്റ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ഡോക്ടർ CS കൃഷ്ണകുമാർ, സെക്രട്ടറി ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ, ഡോക്ടർ ഹരീന്ദ്രൻ നായർ, മെമ്പർ ഗവൺമെന്റ് ഓഫ് കേരള COVID-19 ടാസ്ക് ഫോഴ്സ്, മിസ്റ്റർ പ്രദീപ് ജ്യോതി, പാസ്റ്റ് ചെയർമാൻ CII തിരുവനന്തപുരം, ഡോക്ടർ AM അൻവർ, വൈസ് പ്രസിഡന്റ് ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ, മിസ്റ്റർ അജയരാജ് പല്ലിശ്ശേരി, മിസ്റ്റർ അജയ് ജോർജ് വർഗീസ്, മിസ്റ്റർ ഹരി നമ്പൂതിരി, വൈസ് ചെയർമാൻ ശ്രീധരി M ആയുർവേദ, ഡോക്ടർ ഗീതാ കൃഷ്ണൻ, ട്രഡീഷണൽ ആൻഡ് കോംപ്ലിമെന്ററി ഇന്റഗ്രേറ്റീവ് മെഡിസിൻ എക്സ്പെർട്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഡോക്ടർ ഷൈജു ഓലക്കോട്ട്, സീനിയർ മെഡിക്കൽ ഓഫീസർ ISM ഡിപ്പാർട്ട്മെന്റ്, മറ്റ് ബഹുമാന്യ വിശിഷ്ട വ്യക്തികളെ CII ചെയർമാന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മെസ്സേജ് ഞാനിവിടെ വായിക്കാം. A very good morning to all of you. At the outset, I take this opportunity to congratulate Government of Kerala for the various measures and methods adopted to prevent the spread of this hugely affected pandemic. Kerala Ayurveda has been considered as the authentic and best in the world. I am happy to note that Government of Kerala has been actively promoting Ayurveda among people. Further, I would like to mention that CII Ayurveda panel is a very active panel working towards the development of the sector, along with other Ayurveda associations such as AMAI, AMMOI, and AHMA. CII Kerala, along with the associations, had conducted many Ayurveda clinics during the floods to prevent the spread of community diseases, which was a huge success. Global Ayurveda Summit, being organized by CII, has also witnessed huge traction year on year. In this current scenario, when the entire state is going through a toughest catastrophe,
CA Ayurveda, along with other associations, conceptualized and developed the concept of Ayur Shield, Ayurveda Immunity Clinic. As we all are aware, Government of Kerala has adopted Ayurveda to fight this pandemic and has launched Ayur Raksha Clinic to provide preventive medicines to the masses. Ayur Shield will be an extension of Government Ayur Raksha Clinics to reach out to larger number of people. Ayur Shield Immunity Clinics will have common protocols, common communication, and documentation for proof of results. The objective of this immunity clinic is to enable the industry to provide collective, simple solutions for masses so that entire population benefits on health to live a fulfilling life without difficulties. The model will attract more people to these clinics, and the data collected from these clinics will be a proof to showcase how Ayurveda has enhanced people's immunity with the availability of scientific evidence. Kerala will be able to show the world the power and effectiveness of Ayurveda, which will revive the sector and will lead to increased employment opportunity. The Ayur Shield will focus on bringing collaborative effort of all entities in the industry, namely clinicians, manufacturers, and hospitals. With this, I conclude here. Let me welcome all the dignitaries, and again, let me express a warm welcome to our Honorable Health Minister, who already joined in this meeting. Welcome, ma'am, to this program. Let me invite Dr. P.M. Warrior for a context setting. And over to you, Dr. P.M. Warrior. Thank you, Saji. എല്ലാവർക്കും നമസ്കാരം. ആരാധനീയ മുഖ്യമന്ത്രി ഇപ്പോൾ നമ്മോട് ചേരുന്നതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് നമുക്ക് ആയുർവേദ സമൂഹത്തിന് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇപ്പോൾ കൊറോണ വൈറസ് COVID-19 ആഘാതം മൂലം നാം ലോകം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ ഇത്തവണ ആയുർവേദത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേരള ഗവൺമെന്റ് ആയുർ രക്ഷാ ക്ലിനിക്കുകൾ, അതായത് ജനങ്ങൾക്കുള്ള ഒരു പ്രതിരോധം കൂടുതൽ ഉയർത്തുവാനായി തുടങ്ങിയിട്ടുണ്ട്. അതിന് ഒരു വിപുലീകരണം എന്ന നിലയ്ക്കാണ് ഈ ആയുർ ഷീൽഡ് ഇമ്മ്യൂണിറ്റി ക്ലിനിക്കുകൾ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് കൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ആയുർവേദിക് AMAI, അതേപോലെ AHMA, AMMOI എന്നീ സംഘടനകളുടെയും മറ്റു വൈദ്യന്മാരുടെയും സഹകരണത്തോടു കൂടി നമ്മൾ പൊതുജനങ്ങൾക്ക് വേണ്ടി നടത്തുകയാണ്. ഇത് തുടക്കത്തിൽ ഒരു 3 മാസമാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ എല്ലാ ഔഷധ നിർമ്മാതാക്കളുടെ ഔട്ട്ലെറ്റുകളിലും ഡീലർഷിപ്പുകളിലും അതേപോലെ ആസ്പത്രികളിലും ഈ ആയുർ ഷീൽഡ് ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നതായിരിക്കും. അത് ആഴ്ചയിൽ നിശ്ചിത ദിവസം ആണ് പ്രവർത്തിക്കുക. അത് ഏത് ദിവസമാണെന്ന് സൗകര്യം പോലെ നോക്കിയിട്ട് ആ ദിവസം ആഴ്ചയിൽ 2 ദിവസം ഇത് പ്രവർത്തിക്കും. ഇതിന്റെ കൂടെ തന്നെ ഒരു കോമൺ പ്രോട്ടോകോൾ വെച്ചിട്ടാണ് ഇതിൽ മരുന്ന് കൊടുക്കുന്നത്. മരുന്ന് ആ പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രോട്ടോകോളിൽ ഒരു 80% മരുന്നുകൾ മാറ്റാതെ കൊടുക്കണം. ബാക്കി 20% മരുന്നുകൾ രോഗിയുടെ ആ അവസ്ഥ അനുസരിച്ച് അത് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അത് മാറ്റുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് ഇതിന്റെ അവസാനത്തിൽ ഒരു റിസൾട്ട് കിട്ടാനുണ്ടാവും. ആ റിസൾട്ട് വളരെ ശാസ്ത്രീയമായി സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. അത് റെക്കോർഡ് ചെയ്തതിനു ശേഷം അത് കൺസോളിഡേറ്റ് ചെയ്ത് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ 3 മാസം എന്നുള്ളത് തുടക്കം മാത്രമാണ്. വേണ്ടി വരികയാണെങ്കിൽ ഇത് കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നതും
ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ഇതിന്റെ കൂടെ തന്നെ ആയുർവേദ community.org എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ആയുർവേദത്തിൽ നല്ല നല്ല ലേഖനങ്ങൾ, അതേപോലെ മറ്റുള്ള കോമൺ ആയിട്ട് അറിയേണ്ടതായിട്ടുള്ള വിവരങ്ങളെല്ലാം അതിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ആയുർ ഷീൽഡ് ഇമ്മ്യൂണിറ്റി ക്ലിനിക്കുകൾ ഇനോഗ്രേറ്റ് ചെയ്യുവാനും അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ലോഗോ പ്രകാശിപ്പിക്കുവാനും അതിന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുവാനുമായി ആദരണീയ മുഖ്യമന്ത്രിയെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആയുർ ഷീൽഡ് എന്ന പേരിലുള്ള ആയുർവേദ ഇമ്മ്യൂണിറ്റി ക്ലിനിക്കുകളുടെ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. കൊറോണ വൈറസ് മൂലമുണ്ടാകുന്ന COVID-19 എന്ന മഹാരോഗത്തെ ലോകമാകെ ഒരുമിച്ച് നിന്ന് ചെറുക്കുന്ന ഒരു ഘട്ടമാണിത്. ഫലപ്രദമായ വാക്സിൻ ഇതുവരെ വികസിപ്പിച്ചു കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിൽ ഏത് വൈദ്യശാസ്ത്ര ശാഖ മുന്നോട്ട് വെക്കുന്ന എല്ലാ സാധ്യതയും സ്വാഭാവികമായും ഉപയോഗിക്കപ്പെടേണ്ടതുണ്ട്. ഈ രംഗത്ത് പഠനം നടത്തുന്നവർ പറയുന്ന പൊതുവായൊരു കാര്യം ഇമ്മ്യൂണിറ്റി, അതായത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ഉയർത്തുക എന്നത് കോവിഡ് പ്രതിരോധത്തിന് വളരെ പ്രധാനമാണ് എന്നാണ്. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കലാകട്ടെ നമ്മുടെ ആയുർവേദത്തിന് വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഉതകും വിധമുള്ള നിരവധി ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട്. ആ ഔഷധങ്ങളാവട്ടെ ഏതെങ്കിലും തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉളവാക്കുന്നതുമല്ല, ദോഷം ഒന്നും ഉണ്ടാക്കില്ല എന്നർത്ഥം. ഈ രംഗത്ത് ആയുർവേദത്തെ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് നാം ആയുർ ഷീൽഡിലൂടെ ചെയ്യുന്നത്. ഷീൽഡ് എന്നത് കവചം എന്നാണല്ലോ അർത്ഥം. ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതാണ് കവചം. അതുകൊണ്ട് തന്നെ ഷീൽഡ് അഥവാ കവചം എന്ന വാക്ക് ഈ പദ്ധതിക്ക് നന്നായി ചേരും. എന്നാൽ ആയുർ എന്ന സംസ്കൃത പദത്തോട് ഷീൽഡ് എന്ന ഇംഗ്ലീഷ് വാക്ക് ചേർക്കുമ്പോഴുള്ള ഒരഭംഗി ഇല്ലേ എന്നത് ആലോചിക്കേണ്ടതുണ്ട്. ഞാനതിൻ്റെ മറ്റ് അഭിപ്രായ പ്രകടനങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പദങ്ങൾ അതിൻ്റെ വിദഗ്ധർ പരിശോധിച്ച് തീർച്ചപ്പെടുന്നതായിരിക്കും നല്ലത്. അത് ബന്ധപ്പെട്ടവർ ആലോചിക്കട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയുന്നുള്ളൂ. COVID-19 എന്ന മഹാരോഗത്തെ ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്ര ശാഖയെ കൊണ്ട് മാത്രമല്ല ഒരു രാജ്യവും നേരിടുന്നത്. ഓരോ രാജ്യവും അതിൻ്റെ തനത് ചികിത്സാ സമ്പ്രദായങ്ങളും നാട്ടുരീതികളുമൊക്കെ പരീക്ഷിച്ചു നോക്കുന്നുണ്ട്. ഇവിടെ തന്നെ ആയുർവേദ മേഖലയിൽ നിരവധി
പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. നാടൻ പ്രയോഗത്തിന് നാട്ടിൽ തന്നെ പറയുന്ന ഇഞ്ചി, കുരുമുളക്, മഞ്ഞൾ ഇവയെല്ലാം ചേർത്തുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ചിലർ. ഇത്തരം കാര്യങ്ങൾ പരീക്ഷിച്ചുകൊണ്ട് അപകടമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ദൈനംദിന ആഹാര പദ്ധതിയുടെ ഭാഗമായവ കുറച്ച് കൂടിപ്പോയാലും ശരീരത്തിന് കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നതല്ല എന്നർത്ഥം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തനത് സമ്പ്രദായങ്ങളെ നല്ലതുപോലെ ഉപയോഗിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മാതൃക കാണിച്ചിട്ടുള്ളത് ചൈനയാണ്. ഇപ്പൊ ചൈനയെ പോലുള്ള രാജ്യങ്ങൾ പോലും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു തരത്തിലും മടിച്ചു നിൽക്കേണ്ടതായിട്ടില്ല. ഒരു സാധ്യതക്ക് നേർക്കും വാതിൽ കൊട്ടിയടക്കേണ്ട സമയമല്ല ഇത്. എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഈ ഘട്ടത്തിൽ നാം ചെയ്യേണ്ടത്. ഇവിടെയാണ് ആയുർ ഷീൽഡ് ക്ലിനിക്കുകളുടെ പ്രസക്തി. ശത്രുവിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള ആയുധം രൂപപ്പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥയിൽ ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന് സ്വയം രക്ഷിക്കാനുള്ള കവചത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. ആ കവചമാണ് ആയുർ ക്ലിനിക്കുകൾ നൽകുന്നത്. രോഗം വരാത്ത വിധം ആരോഗ്യത്തെ പരിപാലിച്ച് ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. ആയുർവേദത്തിന്റെ ഭവനമായി കണക്കാക്കപ്പെടുന്ന നാടാണ് നമ്മുടെ കേരളം. ഇവിടെയാണ് ആയുർ രക്ഷാ ക്ലിനിക്കുകൾ ഫലപ്രദമായി ഉയർന്നു വന്നത്. അതിന്റെ സ്വാഭാവിക തുടർച്ചയാണ് ആയുർ ഷീൽഡ്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഈ രംഗത്തെ വ്യത്യസ്ത സംഘടനകളും സ്ഥാപനങ്ങളും ഗവേഷണവുമായി മുൻപോട്ട് പോകുന്നുവെന്ന് കാണുന്നത് അങ്ങേയറ്റം ആശ്വാസകരമായ കാര്യമാണ്. 6000 ആയുർവേദ മെഡിക്കൽ ഷോപ്പുകൾ, 1500 ആയുർവേദ ക്ലിനിക്കുകൾ, ഇവയിലൂടെ ഈ സൗകര്യം ജനങ്ങളിലേക്ക് എത്തുമെന്നതാണ് പരമപ്രധാനം. ജനങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കാണിത് വഹിക്കുക. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ശക്തി ലോകരംഗത്ത് തന്നെ ഉയർത്തിക്കാട്ടാനുള്ള അവസരം കൂടിയാണ് ഈ ഘട്ടം എന്നത് നാം മറന്നുപോകരുത്. എല്ലാറ്റിനും ഉപരിയായി ജനങ്ങളിൽ ആശ്വാസമെത്തിക്കാനുള്ള അവസരമായി ഇത് മാറുകയാണ്. ഈ പ്രവർത്തനത്തിലൂടെ ഏത് തരത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നു എന്നത് കൃത്യമായ ഡാറ്റ ശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി വെക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ഓരോ ആയുർവേദ വിശുദ്ധനും ഈ ഘട്ടത്തിൽ അതത് പ്രദേശങ്ങളിലെ കുടുംബ വൈദ്യനായി ഉയർന്ന് പ്രവർത്തിക്കുന്ന നിലവരണം. ജനങ്ങളിലേക്ക് ഫലപ്രദമായി കടന്നു ചെല്ലാൻ ആയുർവേദത്തിനും ആയുർ ഷീൽഡുകൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സംരംഭത്തിന്റെ
ഉദ്ഘാടനം സന്തോഷത്തോടെ നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. ലോഗോ പ്രകാശനം ഇതോടൊപ്പം നിർവഹിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു സർ. അങ്ങയുടെ നല്ല പ്രചോദനാത്മകമായ ഉദ്ഘാടന പ്രസംഗം. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. അപ്പൊ നിങ്ങളെ പരിപാടി തുറന്നട്ടെ, ഞാൻ വേറെ പരിപാടികൾ കൊണ്ട് മാറും. ഓക്കെ ഓക്കെ സർ. താങ്ക് യു. നമസ്കാരം. അടുത്തതായി മുഖ്യ പ്രഭാഷണമാണ്. മുഖ്യ പ്രഭാഷണത്തിന് നമ്മുടെ ആദരണീയയായ കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി കെ ശൈലജ ടീച്ചറോട് ആദരപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ബഹുമാന്യരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വളരെയേറെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പേര് ലേശം ഒന്ന് മലയാളീകരിച്ചാൽ നല്ലൊരു പേര് നമുക്ക് കിട്ടും. എന്തായാലും അതില് ആയുർ കവചം എന്നുള്ളത്, ആയുസിന്റെ കവചം, അത് അർത്ഥം വരുന്ന ഒരു നല്ല വാക്ക് കണ്ടുപിടിക്കാം എന്തായാലും. പക്ഷെ നല്ലൊരു പരിപാടിയാണ് ആയുർ ഷീൽഡ്. ഇത് ഉടലെടുക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ കൂട്ടായിരുന്ന് നടത്തിയ ഒരു ചർച്ചയുടെ അനന്തരഫലമായിട്ട് തന്നെയാണ്. കേരളത്തിൽ ഈ COVID-19 പടർന്നു പിടിക്കുമ്പോൾ നമ്മൾ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് പോരാടുകയാണ്. അതിൽ നമുക്ക് ഒട്ടും അവഗണിക്കാൻ വയ്യാത്തൊരു മേഖലയാണ് ആയുർവേദം. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ആയുർവേദ മേഖലയിൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കണം. വലിയ തരത്തിലുള്ള റിസർച്ചും ഒക്കെ ഈ മേഖലയിൽ നടക്കേണ്ടതായിട്ടുണ്ട്. അത് ഗവൺമെന്റ് മേഖല മാത്രമല്ല, പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാ മേഖലകളും നമുക്ക് വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള എയ്ഡഡ് അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ആയുർവേദ മേഖലയിൽ കേരളത്തിലുണ്ട്. എന്നാൽ നമ്മളുടെ സാധ്യതക്കനുസരിച്ചിട്ടുള്ള ഒരു പ്രശസ്തിയും അതുപോലെ തന്നെ സാധ്യതയും ലോകത്ത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. ഏതായാലും ആയുഷ് കോൺക്ലേവ് ഒക്കെ ഗവൺമെന്റിനോട് ചേർന്നുകൊണ്ടും പ്രത്യേകമായും ഒക്കെ കേരളത്തിൽ നടത്തിക്കൊണ്ട് നമ്മളതിൻ്റെ ഒരു ഇടം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ആളുകൾ താല്പര്യത്തോടെ നമ്മളെ നോക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മീറ്റിംഗ്, എല്ലാവരുടെയും മീറ്റിംഗ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തു. ഈ കോവിഡിന്റെ കാര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക, ഡോക്ടർ രാജ്മോഹനെ അതിന്റെ ഒരു നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തിക്കൊണ്ട് നമ്മളെല്ലാവരും കൂടി ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് ഗവൺമെന്റ് മേഖലയിൽ ഇപ്പോൾ നടക്കുന്നത്. ഗവൺമെന്റ് മേഖലയിൽ സ്വകാര്യ മേഖലയിൽ നടത്താൻ തീരുമാനിച്ചു. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്വകാര്യ മേഖലയിൽ. എന്നാൽ ഗവൺമെന്റ് മേഖലയിൽ ഒരു പ്രത്യേക പേരോടുകൂടി അതിന്റെ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞ് ആരംഭിച്ചു. സ്വകാര്യ മേഖലയിൽ നമ്മൾ തുടങ്ങിയെങ്കിലും ഇന്നൊരു പ്രത്യേക പേരും ഒക്കെ വെച്ചുകൊണ്ട് നമ്മളത് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പൊ അത് പൂർണ്ണമായി, രണ്ട് മേഖലയും കൂടി ഒരുമിച്ച് വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതില് നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ആയുർ രക്ഷാ ക്ലിനിക്കുകൾ, നമ്മുടെ എല്ലാ ആയുർവേദ ഡിസ്പെൻസറികളും ആയുർവേദ ആശുപത്രികളും ആയുർ രക്ഷാ ക്ലിനിക്കുകളാക്കിയിട്ട് നമ്മളിപ്പോ മാറ്റി. നല്ല ഒരു പ്രതിഫലനമാണ് സമൂഹത്തിൽ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആളുകൾക്ക് വളരെ ഇഷ്ടമാകുന്നുണ്ട് ആ കാര്യങ്ങൾ. അതിൽ നമ്മൾ പ്രധാനമായിട്ട് എടുത്തത് ഒന്ന് കോവിഡ് വരാതിരിക്കാനുള്ള രോഗപ്രതിരോധമാണ്. നമ്മുടെ ആയുർ ഷീൽഡിന്റെയും പ്രധാന ഉദ്ദേശം കോവിഡ് പ്രവേശിച്ചാലും അതൊരു മരണകാരണമായിട്ട് മാറില്ല എന്നുള്ളതാണ്. വൈറസ് വരാതെ തന്നെ നോക്കാം. ഇപ്പൊ ഒരു ജീവനുള്ള ജീവകോശങ്ങളിൽ മാത്രമേ ഈ വൈറസിന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഡെഡ് ആയിട്ടുള്ള മൃതമായ പ്രതലത്തിൽ വൈറസിന് പെരുകാൻ പറ്റില്ല. ജീവനുള്ള കോശങ്ങളിലാണ് ഇത് പെരുകുക. അത് പെരുകുമ്പോഴാണ് എല്ലാ തരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങളും ശരീരത്തിലെ അവയവങ്ങൾക്ക് ഉണ്ടാകുന്നത്. ശ്വാസതടസ്സവും മരണകാരണവും ഒക്കെ മാറുന്നത് അങ്ങനെയാണ്. അപ്പോൾ മരുന്നിന്റെ ആവശ്യകത എന്താണ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് ചെറുത്തു നിൽക്കാൻ പറ്റും ഇത് പെരുകാതെ. അപ്പൊ അങ്ങനെ പെരുകാതെ ചെറുത്തു നിൽക്കാൻ കഴിയുന്ന ശരീരം വിജയിക്കും. അവിടെയാണ് മരുന്നിന്റെ പ്രസക്തി. അതിന് ഏത് മരുന്നാണ് ഉതകുക? അതിനെ അലോപ്പതിയിലും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, ആയുർവേദത്തിലും പ്രത്യേകം കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാം സിംറ്റമിനാണ് ചികിത്സിക്കുന്നത്, ലക്ഷണങ്ങൾക്കാണ്. അങ്ങനെയാണെങ്കിൽ ആയുർവേദത്തിൽ
അതീവ ഔഷധ ഗുണമുള്ള ഔഷധങ്ങൾ ഉണ്ട്. ശ്വാസതടസ്സം ഒഴിവാക്കാനും, കഫക്കെട്ട് ഒഴിവാക്കാനും, പനി ഒഴിവാക്കാനും, ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള വളരെ പ്രയോഗിച്ച് നമ്മൾ ഉറപ്പിച്ചിട്ടുള്ള ഒരുപാട് മെഡിസിനുകൾ ആയുർവേദത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി നേടാൻ വേണ്ടി നാം ഈ താഴെ തട്ടിൽ ജനങ്ങളുടെ ഇടയിൽ ചെന്ന് അവർക്കിത് കൊടുക്കുന്നു. ഇതിൽ 2-3 തരത്തിലുള്ള ചർച്ച നടന്നിരുന്നു. ഒന്ന്, പിന്നെ നമുക്ക് വെളിയിലുള്ള ആളുകൾക്ക്, ഈ ക്വാറന്റൈനിലുള്ള ആളുകളോ പോസിറ്റീവ് കേസോ അല്ലാതെ വെളിയിലുള്ള സമൂഹത്തിന് ആയുർവേദ മരുന്ന് കൊടുക്കാമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. പക്ഷെ പിന്നീട് നമ്മൾ ഒന്നുകൂടി മുന്നോട്ട് പോയി ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകൾക്ക് തന്നെ ആയുർവേദ മരുന്ന് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്വാറന്റൈനിലെല്ലാം ഉള്ള ആളുകൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് സ്വതന്ത്രമായിട്ട് അവിടെ കയറി ചെല്ലാനൊന്നും പറ്റൂല. അവരുമായിട്ട് സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആരോഗ്യ വളണ്ടിയർമാരൊക്കെ ഉണ്ട് താഴെ, അവരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വേണം. നമ്മൾ ആരെങ്കിലും പോയി അടുത്ത് ചെന്നിട്ട് രോഗിയെ കണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അകലെ നിൽക്കാം, വളരെ അകലെ 2 മീറ്റർ അകലെയൊക്കെ നിന്നിട്ട് അവരോട് സംസാരിക്കുന്നതുകൊണ്ടൊന്നും വിരോധമില്ല. പക്ഷെ അതെല്ലാം വളരെ ചിട്ടയായി ഗവൺമെന്റിലെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് മെഡിസിൻ കൊടുത്താൽ അവർക്ക് രോഗം വരാതെ സൂക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള പരിശോധനയാണ് നാം നടത്തുന്നത്. എന്തായാലും നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും അധികം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ കൊടുക്കുന്ന മരുന്നിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ക്വാറന്റൈനിലുള്ളവർക്കും കൊടുക്കാം. രണ്ടാമത്തേതുള്ളത്, നമ്മളിപ്പോൾ ഈ പോസിറ്റീവായ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അതും നമുക്കൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഭാവിയിൽ അത്തരം വൈറസുകൾക്ക് തന്നെ എതിരായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അത്തരത്തിലുള്ള ഒരു സൗകര്യം നമുക്കിപ്പം വന്നിട്ടില്ല. ഇപ്പോൾ ചില മേഖലകളിൽ മരുന്നിന്റെ ഗവേഷണം തന്നെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ശ്രീ ഹരീന്ദ്രൻ നായർ ഒരു മെഡിസിൻ എൻ്റെ അടുത്ത് അതുമായിട്ട് വന്നിരുന്നു. അതിനെ പിന്നെ അത് കൊടുത്തിരുന്നു കൗൺസിലിന്. എന്താണ് അതിന്റെ അവസാന കാര്യം എന്നറിയില്ല. സ്വാഭാവികമായിട്ടും അത് ഈ വൈറസിന്റെ ഭാഗമായിട്ട് ശരീരത്തിന് വരുന്ന അസുഖങ്ങൾ ശമിപ്പിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പരീക്ഷണശാലയിൽ പരീക്ഷിച്ച് ഇന്ന വൈറസിന് ഇത് ട്രീറ്റ്മെന്റിന് ഉതകുമെന്ന് തെളിയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വിഷമം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും നമ്മുടെ ആയുഷ് റിസർച്ച് സെന്റർ ഒക്കെ പിന്നെ പ്രാവർത്തികമാകുന്നതോടുകൂടി ഗവൺമെന്റ് മേഖലയും സ്വകാര്യ മേഖലയും ചേർന്ന് നമുക്ക് വളരെ വളരെ ഇന്റൻഷനൽ ആയിട്ടുള്ള റിസർച്ച് തന്നെ നടത്താൻ സാധിക്കും. നമുക്ക് പാറ്റന്റ് അവകാശമൊക്കെ നേടാൻ സാധിക്കും. അത് 2 മേഖലയിൽ നിന്നും വേണം, ഗവൺമെന്റ് സെക്ടറിൽ നിന്നും വേണം, പ്രൈവറ്റിൽ ധാരാളം കഴിവുള്ള ഡോക്ടർമാരും പിന്നെ റിസർച്ച് സ്കോളേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള ഹെർബ്സ് ഒക്കെ പരിശോധിച്ച് അതിന്റെ ഔഷധ ഗുണങ്ങളുടെ പാറ്റന്റ് വളരെ അപൂർവമായിട്ട് നമുക്കിപ്പോൾ കിട്ടുന്നുള്ളൂ. പാറ്റന്റ്ഷിപ്പിനൊക്കെ ശ്രമിക്കാൻ കഴിയണം. അത് നമുക്ക് ശ്രമിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ പോസിറ്റീവ് കേസ് കുറേയും കൂടി സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കോവിഡ് സ്പെഷ്യൽ ഐസൊലേഷൻ റൂമിലേക്ക് മാറ്റുകയാണ്. അത് പിന്നെ ആ രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കുകയാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് കോവിഡിന് ശേഷമുള്ള ഒരു ഘട്ടവും കൂടിയുണ്ട്. ഇപ്പൊ അതാണ് സ്വാസ്ഥ്യം എന്നുള്ള പേരിൽ നമ്മൾ പിന്നെ ആരംഭിച്ചത്. ഇത് കഴിഞ്ഞാൽ ആയുർവേദ ട്രീറ്റ്മെന്റിലൂടെ, കുറച്ച് ദീർഘമായ ട്രീറ്റ്മെന്റിലൂടെ നല്ല സ്വാസ്ഥ്യം നേടുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഡെങ്കു ഫീവർ ഒക്കെ ഉണ്ട്, ചിക്കുൻഗുനിയ ഒക്കെ ഉള്ള സമയത്ത് ആയുർവേദം നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. കാരണം ചിക്കുൻഗുനിയ മാറിയാലും മുട്ടുവേദനയും നടുവേദനയും ഒക്കെ വരുമ്പോൾ പലരും ആയുർവേദ ട്രീറ്റ്മെന്റ് തന്നെയാണ് ആശ്രയിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അതേറെ പറയേണ്ട കാര്യമില്ല. അതുപോലെ നമുക്ക് സ്വാസ്ഥ്യം, പിന്നെ ഈ വൾണറബിൾ ആയിട്ടുള്ള ആളുകൾ, നമ്മളിപ്പോൾ റിവേഴ്സ് ക്വാറന്റൈൻ നമ്മൾ വളരെ ശക്തമായിട്ട് ചെയ്യണം. നമ്മൾ വീണ്ടും ഒരു വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഉള്ളത്. ഒന്നാമത്തെയും 2ാമത്തെയും ഘട്ടം നമ്മൾ വളരെ ഭംഗിയായി തരണം ചെയ്തു, നമ്മളെല്ലാവരും ചേർന്നിട്ട്. വുഹാനിൽ നിന്ന് വന്നു, അത് 3 കേസേ ഉണ്ടായിരുന്നുള്ളൂ. 3ഉം ക്യൂറായി ഡിസ്ചാർജ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോയി, മരണമൊന്നും ഉണ്ടായില്ല. പിന്നെയാണ് വേറെ കുറെ കേസുകൾ പിന്നെ മാർച്ച് ഏപ്രിൽ മാസത്തിൽ വന്നു. അത് വെളിയിൽ നിന്ന് വരുന്ന സമയത്ത് മാർച്ച് മാസത്തിലാണ് വന്നത്. അന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെളിയിൽ നിന്ന് ധാരാളം ഗൾഫിൽ നിന്നും UK നിന്നും ഒക്കെ ആളുകൾ വന്നു. അതിനകത്ത് കുറെ കേസ് പോസിറ്റീവ് നമുക്ക് കിട്ടി. കുറച്ച് കോണ്ടാക്ട് കേസ് ഉണ്ടായി. ഒരു 70% ഇമ്പോർട്ടഡ് കേസും 30% കോണ്ടാക്ട് കേസുമായിട്ടാണ് വന്നത്. പിന്നെ എല്ലാം ലോക്ക്ഡൗൺ ആയ സമയത്ത് നമുക്ക് നല്ലൊരു ആശ്വാസമാണ് ഫീൽ ചെയ്തത്. കാരണം ആളുകൾ കൂടുതൽ വരുന്നില്ല, ഗൾഫിൽ നിന്നും വരുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ സംസ്ഥാന അതിർത്തികളെല്ലാം അടച്ചു. അതിന്റെ ഭാഗമായിട്ട് ആരും വന്നില്ല. അപ്പൊ അങ്ങനെ ആരും വരാതിരുന്ന ആ ഘട്ടത്തിൽ, വുഹാൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഘട്ടത്തിൽ കിട്ടിയ കേസുകൾ കൂടി ചേർത്താൽ 512 കേസുകൾ മെയ് മാസത്തിന് മുമ്പ് നമുക്ക് കിട്ടിയിരുന്നു. അപ്പൊ അതിലാണെങ്കിൽ നമുക്ക് 3 മരണമാണ് ഉണ്ടായത്. ആ 3 മരണം നിവൃത്തിയില്ലാണ്ട് വന്നതാണ്, അത്രയും സീരിയസ് കണ്ടീഷൻ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി എല്ലാവരും രോഗം ഭേദമായിട്ട് വീട്ടിലേക്ക് പോയി. ഇപ്പൊ എല്ലാവരും പോയി. പക്ഷേ മെയ് ഒരു 5-ാം തീയതി 6-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും ഈ
സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ നടപടിക്രമം പിൻവലിക്കാൻ തുടങ്ങി. കുറെ ഫ്ലൈറ്റ് വരാമെന്നായി. നമ്മളും അപേക്ഷിച്ചു. കാരണം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഗൾഫിലൊക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെ അവിടെ ഒരു ശ്രദ്ധയും കിട്ടാതെ മരിക്കാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിന്ന് വിലപിക്കുകയാണ് ഒന്നിങ്ങ് വരാൻ. മറ്റു സംസ്ഥാനങ്ങളിൽ കുടുങ്ങിപ്പോയ ആളുകളും അവരും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ദൈനംദിനമായിട്ട് അപേക്ഷിക്കുന്നു. അപ്പോൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചില ഫ്ലൈറ്റ് ഒക്കെ പിന്നെ കേന്ദ്ര ഗവൺമെന്റും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഫ്ലൈറ്റ് പുനഃസ്ഥാപിച്ചു. പക്ഷെ നമ്മളൊരു നിബന്ധന വെച്ചു. കേരളം വരുമ്പോ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ദിവസം വരിക എന്നുള്ളത് പറ്റില്ല. അത് ഫ്ലൈറ്റ് വഴിയായാലും വേണ്ടില്ല, റോഡ് വഴിയായാലും വേണ്ടില്ല. അങ്ങനെ വന്നാലുണ്ടാകുന്ന ദുരന്തം നമുക്ക് താങ്ങാൻ കഴിയാത്തതാണ്. കാരണം നമ്മളിവിടെ ഇതിന്റെ ഗ്രാഫൊക്കെ താഴ്ത്തി, കർവൊക്കെ ഫ്ലാറ്റൻ ചെയ്തു. നമ്മളൊരു സേഫ് സോണിൽ നിൽക്കുകയായിരുന്നു. പിന്നെ മാർച്ച് അവസാനം ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും. അപ്പൊ ആ സേഫ് സോണിന് നമുക്ക് ഒരുപാട് ആളുകൾ പല ഭാഗത്തുനിന്നും വിളിച്ചിട്ട് ചോദ്യങ്ങൾ, എങ്ങനെയാണ് ഈ കർവ് ഫ്ലാറ്റൻ ചെയ്തത്, എങ്ങനെയാണ് മരണം 3-ൽ ഒതുക്കിയത്? അതൊരു ഒരു വലിയ അത്ഭുതമായിരുന്നു എല്ലാവർക്കും. പക്ഷെ നമുക്ക് ഉറപ്പായിരുന്നു വീണ്ടും ആളുകൾ വരാൻ തുടങ്ങുമ്പോൾ ഈ ഗ്രാഫ് ഉയരും എന്നുള്ളത്. കാരണം വരുന്നത് നല്ല ഹോട്ട്സ്പോട്ടിൽ നിന്നാണ്, നല്ല എപ്പിക് സെന്ററിൽ നിന്നാണ്. അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് വൈറസുമായിട്ട് ആളുകൾ വരുന്നുള്ളത് ഉറപ്പാണ്. അത് സംഭവിച്ചു. ഇപ്പം ഇതില് ബൈ റോഡ് വഴി വരുന്ന ചെന്നൈയിൽ നിന്ന് വരുന്നവരിൽ നല്ലൊരു ശതമാനം പോസിറ്റീവാണ്. മുംബൈയിൽ നിന്ന് വരുന്ന ആളുകൾ, മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന ആളുകൾ നല്ല വൈറസ് ലോഡുമായിട്ടാണ് വരുന്നത്. നല്ല ഡെൻസ് ആണ് അവരുടെ കാര്യം. അപ്പോൾ അവിടുന്ന് വരുന്നു. അപ്പോൾ നമ്മളൊരു പാസ് സിസ്റ്റം ഏർപ്പാടാക്കി ആദ്യം രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് പാസ് എടുത്തിട്ട് വരിക എന്നുള്ളത്. പാസ് ഇല്ലാണ്ട് ഒരുപാട് ആളുകൾ വന്നാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ എത്ര ഡെസ്ക് അവിടെ ഇട്ടാലും എത്ര സെന്റർ ഇട്ടാലും പരിശോധിച്ചിട്ട് കടത്തിവിടാൻ പറ്റൂല. ഒരു ദിവസം പരിശോധിക്കാവുന്ന എണ്ണത്തിനൊരു പരിമിതിയുണ്ട്. പരിശോധിച്ചിട്ടില്ലെങ്കിൽ അവർ നേരിട്ട് നാട്ടിൽ പോവും, അവരിൽ നിന്ന് സ്പ്രെഡ് ചെയ്യും. പിന്നെ ഇത് നല്ല പ്രോഗ്രഷൻ ആയിട്ട് അങ്ങ് പോവും. നല്ല ചെയിൻ റിയാക്ഷൻ, അറ്റോമിക് ചെയിൻ റിയാക്ഷൻ പോലെ 1-ൽ നിന്ന് 10ലേക്ക്, 10-ൽ നിന്ന് 100ലേക്ക്, 1000ലേക്ക് അങ്ങനെ അങ്ങ് പോവും. അങ്ങനെ പോയാലുള്ള കുഴപ്പം രോഗികളുടെ എണ്ണം കൂടിയാലും പിന്നെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ സകല ആയുർവേദ ആശുപത്രിയും സകല ആയുഷ് ആശുപത്രിയും സകല ഹോമിയോ ആശുപത്രിയും എല്ലാം എടുത്താലും ഈ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാനോ ചികിത്സിക്കാനോ നമുക്ക് പറ്റില്ല. നമ്മൾ ഈ എല്ലാ മേഖലയിലുള്ള ഡോക്ടർമാരും സ്റ്റാഫും മുഴുവൻ പൂൾ ചെയ്തെടുത്താലും ഒരു രോഗിക്ക് നമുക്ക് അറ്റൻഷൻ കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പൊ അങ്ങനെ കൈവിട്ട് പോകരുത് എന്ന് കരുതിയിട്ടാണ് പാസ് സിസ്റ്റം, നല്ല സ്ക്രീനിങ്, എന്നിട്ട് ഹോം ക്വാറന്റൈൻ, വീട്ടു സൗകര്യം ഇല്ലാത്തവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, ഇങ്ങനെ നമ്മൾ നിശ്ചയിച്ചത്. ഞാനിവിടെ ഇത്രയും പറഞ്ഞത് ഈ സംഗതിയുടെ ഒരു ഗൗരവം നമ്മൾ ബോധ്യപ്പെടുത്തണം. നമുക്കറിയാം, പക്ഷെ നമ്മളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ്. കുറെ പേര് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും പുതിയ കേസ് വന്നപ്പോൾ നമുക്ക് വീണ്ടും 500-ലേറെ കേസുകൾ ഉണ്ടായി. നേരത്തത് കൂടാതെ ഇപ്പൊ നമുക്ക് വീണ്ടും കേസുകൾ ഉണ്ടായി. എല്ലാം കൂടി ഇന്നലത്തേക്ക് 1003 കേസുകൾ വന്നു. പിന്നെ പുതിയ കേസുകൾ, മെയ് മാസത്തിലെ കേസുകൾ കൂടി 491-ലേറെ മെയ് മാസത്തിലുള്ള കേസ്, പിന്നെ പുതിയ കേസ് മെയ് 7-ന് ശേഷം വന്നതുണ്ടായി. അതിലാണ് നമുക്ക് വീണ്ടും പോസിറ്റീവ് കേസുകൾ കിട്ടിയത്. ഇതാണ് 497 പോസിറ്റീവ് കേസുകൾ പുതുതായി കിട്ടിയത്. അതിനകത്ത് 3 മരണം ഉണ്ടായി. 3 മരണം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ, ഒന്ന് അവിടെ ബോംബെയിൽ നിന്ന് കാർ എടുത്ത് വന്നു, ഇവിടെ എത്തി ചാവക്കാട് നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴേക്കും ഡെത്തായി. അങ്ങനെ സീരിയസ് ആയിട്ടാണ് വന്നത് എന്നുള്ളതാണ്. മറ്റൊരു കേസും അതുപോലെ തന്നെ വളരെ സീരിയസ് ആയി ഇവിടെ ക്യാൻസർ രോഗമായിട്ട് വന്നു കോഴിക്കോട്. പിന്നെ ക്യാൻസറിന്റെ കൂടെ ഇതും കൂടി ചേർന്നിട്ടാണ് വന്നത്. നമ്മൾ പരിശോധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും വളരെ സീരിയസ് കണ്ടീഷനിലായിരുന്നു. നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല, മരിച്ചുപോയി. അങ്ങനെയാണ് 2 മരണം. ഒരു മരണം കോണ്ടാക്ട് കേസിൽ നിന്നും നമുക്കുണ്ടായി. അപ്പോ പിന്നെ അങ്ങനെയാണ് നമുക്ക് 6 മരണം ഇന്നലത്തേക്ക് ഉണ്ടായത്. മരണം നമ്മൾ കുറക്കാൻ ഏറിയതും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളൊരു വീണ്ടും ഒരു ഗ്രാഫ് വളരെ ഉയർന്നു പോയിരിക്കുകയാണ്. അതിന് ഫ്ലാറ്റൻ ചെയ്യാനുള്ള പ്രവർത്തനം, എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്, ചെയ്യാണ്. ഞാൻ അതേക്കുറിച്ച് ദീർഘമായി സംസാരിക്കുന്നില്ല, ഇതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിപ്പോ ഇവിടെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ, അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ, ഗവൺമെന്റ് മേഖലയിൽ ഇങ്ങനെ പാരലായിട്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നല്ല പ്രോജക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഗവൺമെന്റ് മേഖല തുടങ്ങുന്നതിന്റെ ഒപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ എനിക്ക് ഉള്ള ഒരു സന്തോഷം എന്താന്ന് വെച്ചാൽ CIA കൂടി സഹായത്തോടു കൂടി ഒരു പ്രത്യേക പ്രോജക്റ്റ് ആയിട്ട് തന്നെ, പിന്നെ നമ്മുടെ ആയുർ ഷീൽഡ് എന്ന പ്രോജക്റ്റ് ആയിട്ട് AHMA, AMAI, AMMOI ഈ സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് തുടങ്ങുന്നു. അപ്പൊ എല്ലാ പ്രൈവറ്റ് ക്ലിനിക്കുകളും നമ്മൾ ഈ ആയുർ ഷീൽഡ് ക്ലിനിക്കുകളാക്കിയിട്ട് മാറ്റണം. അത് നല്ല ഒരു ഒരുക്കത്തോടു കൂടി, നല്ല പ്രചാരണത്തോടു കൂടി അത് നടത്തണം.
ഇതിൽ നമ്മൾ മൊത്തത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന മരുന്നുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ എല്ലാവരും ഒരേ മരുന്ന് വേണമെന്നില്ല, പക്ഷേ ഏകദേശം ഒരേ സ്വഭാവത്തോടു കൂടിയുള്ള ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കാനുള്ള, ഇപ്പോൾ കോട്ടക്കൽ ഉണ്ടാക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ മംഗജകസ്തൂരി ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ മറ്റു, പക്ഷെ ഒരേ സ്വഭാവത്തോടു കൂടിയുള്ള നമ്മുടെ മെഡിസിൻ ഏതൊക്കെയാണ് അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇതിന് പ്രത്യേകം കൊടുക്കാൻ പറ്റിയത് ഏതാണ്, ഈ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏതൊക്കെയാണ്, പിന്നെ പൊതുവെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആയുർവേദ ഔഷധങ്ങളുണ്ട്. എനിക്കൊരു സന്തോഷമുണ്ട്, ഞാനും ഇപ്പോൾ ഒരു ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഒരു ആസിഡ് റിഫ്ലക്ഷന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞാൻ പറയാറുണ്ട് എല്ലാവരോടും. അലോപ്പതി കഴിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആശ്വാസം ഉണ്ടാവും, പക്ഷെ പിന്നെയും വയറ് ഒരു ശരിയല്ലാത്ത അവസ്ഥ വരും. അതിങ്ങനെ തൊണ്ടയിൽ വന്നിട്ട് നിൽക്കുമ്പോഴത്തെ വിഷമം വരും. അപ്പൊ ഞാനിപ്പോ ഇവിടെ വാസുദേവൻ ഡോക്ടറെ കാണിച്ചിട്ട് ഇവിടെ ഒരു ആയുർവേദ മരുന്നെടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ഒരു ആശ്വാസം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നാൽ ഇതെല്ലാം വേണം. ചില കേസുകളിൽ നമ്മൾ അലോപ്പതി ആശ്രയിച്ചേ മതിയാവുള്ളൂ. ചിലതിന് നമുക്ക് ആയുർവേദം നല്ല ഗുണഫലമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആയുർവേദത്തിന്റെ ഒരു കാര്യമായ വക്താവാണ്. അപ്പോ നമുക്കിത് ഉപയോഗപ്പെടണം. ഒരു സന്തോഷകരമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ വെബിനാറിൽ പങ്കെടുത്തു. പ്രശസ്ത ജേർണലിസ്റ്റ് ശേഖർ ഗുപ്ത ആയിരുന്നു അത് നയിച്ചിരുന്നത്. അപ്പോ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ചില പ്രമുഖർ അതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർക്കറിയേണ്ടത് കേരളം എന്താ ചെയ്യുന്നത്, നിങ്ങൾ ഇതിനെ പ്രതിരോധിക്കാൻ എന്താ നിങ്ങളുടെ മെത്തേഡ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രായോഗികമായിട്ടുള്ള രീതികളൊക്കെ ഞാൻ വിശദീകരിക്കുന്നതിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ്, ഗവൺമെന്റ് മാത്രമല്ല പ്രൈവറ്റും എല്ലാം കൂടി ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ അവർ ഇൻഡിജിനസ് മെഡിസിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാന് നമ്മളെ പ്രോജക്റ്റിന് മുഖ്യമന്ത്രി മീറ്റിംഗ് വിളിച്ചതും നമ്മളെല്ലാം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയതും ഒക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഒരുപാട് ചോദ്യം വന്നു പല ഭാഗത്തുനിന്നും. നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നിന്റെ പേരൊന്ന് പറഞ്ഞു തരുമോ എന്നാ ചോദിച്ചത്. ഞങ്ങൾ എവിടെ നിന്നെങ്കിലും പൈസ കൊടുത്ത് മേടിച്ചോളാം, പിന്നെ അതിന്റെ പേരൊന്ന് പറഞ്ഞു തരുമോ, നിങ്ങളുടെ പ്രോജക്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു. ഞാനെന്നിട്ട് രാജ്മോഹനെ വിളിച്ച്, രാജ്മോഹൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. രാജ്മോഹനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, രാജ്മോഹൻ നമ്മുടെ ആ പ്രോജക്റ്റ് ഒന്ന് അവർക്ക് അയച്ചു കൊടുക്കണം, ശേഖർ ഗുപ്തക്ക് അയച്ചു കൊടുത്താൽ അയാളത് ഷെയർ ചെയ്തോളും, നമുക്ക് ഛേദമൊന്നുമില്ലല്ലോ അവരുടെ പൈസക്ക് മരുന്ന് മേടിച്ച് കഴിക്കുന്നതിന്. അപ്പോ അതിന്റെ ആ പ്രോജക്റ്റ് എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ ഈ ആയുർ ഷീൽഡിന്റെ ഭാഗമായിട്ട് നമ്മളുടെ പ്രോജക്റ്റും അതുപോലെ തന്നെ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവര് ഇവിടുന്ന് മരുന്ന് ഏതെങ്കിലും തരത്തിൽ വാങ്ങാൻ അവർക്ക് ഓൺലൈനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അവർ മേടിച്ച് കഴിച്ചോട്ടെ. പിന്നെ പക്ഷെ ഒരു ടെലി കൗൺസിലിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് കൊടുക്കാം. വെറുതെ ഓഫ് ഹാൻഡ് ആയിട്ട് വാങ്ങി കഴിക്കാൻ പറയരുത്. നമ്മുടെ കുറെ പ്രമുഖരായ ഡോക്ടർമാരുടെ സ്ഥാപനത്തിന്റെ ഒക്കെ നമ്പറൊക്കെ കൊടുത്താൽ അവര് ഫോൺ വഴിയോ അല്ലെങ്കിൽ ടെലി വഴിയോ ഒക്കെ ബന്ധപ്പെട്ടാൽ ഇവിടുന്ന് നമുക്ക് അത്തരം ആളുകൾക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റും. അത് ഉണ്ടാക്കുന്ന ഒരു ഗുണം ഇപ്പൊ കിട്ടുന്ന പ്രതിരോധം മാത്രമല്ല, നമുക്കൊരു വലിയ പബ്ലിസിറ്റി കിട്ടും. നമുക്ക് വേണ്ടത് ഈ കേരളത്തിന്റെ ഈ സമ്പത്ത് എങ്ങനെയെങ്ങൊന്ന് ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ്. അതുവഴി നമുക്ക് രണ്ട് കാര്യമുണ്ട്, ഒന്ന് രോഗശമനവും, മറ്റൊന്ന് നമുക്ക് കുറച്ച് ജോലിയും നമുക്ക് കുറച്ച് സമ്പത്തും ഒക്കെ ഉണ്ടാക്കണേ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ. അതും വേണം, നല്ല ഇത് പ്രോസ്പെരിറ്റി ഉണ്ടാവും, ഇതിന് കൂടുതൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു സാധ്യതയും കൂടി ഞാൻ കാണുന്നുണ്ട്. ഏതായാലും ഈ ഒരു സംരംഭം ഇങ്ങനെ ഉണ്ടാകും. പിന്നെ ഒരു നല്ല ഒരു വെബ്സൈറ്റും ഉണ്ടാകുന്ന വെബ്സൈറ്റ് നമുക്ക് ഇത് ആഡ് ചെയ്താൽ തന്നെ ആളുകൾ നോക്കിക്കോളും ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന്. നിങ്ങൾ പ്രമുഖരായിട്ടുള്ള ഡോക്ടർമാരുടെ നമ്പറും ഒക്കെ വെച്ചിട്ട് അത്തരത്തിലുള്ളൊരു പ്രൊപ്പഗാൻഡ കൊടുക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. ഇത് ഈ പ്രത്യേകിച്ച് കോവിഡ് കാലത്തായതുകൊണ്ട് ലോകം മുഴുവൻ ശ്രദ്ധിക്കും. എല്ലാവരും ഇപ്പൊ ആകെ ബേജാറായിട്ട് എന്താ ഒരു പ്രതിവിധി എന്ന് അന്വേഷിച്ച് നടക്കുന്നത്. അതായി നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ പല ഭാഗം, ഞാനിവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആയതുകൊണ്ട് എനിക്ക് വേറെ പ്രത്യേകത ഉണ്ടായിട്ടൊന്നുമല്ല, എന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് ഇവരെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ലോകത്തിന്റെ എല്ലാവരും പേടിച്ചിരിക്കുകയാണല്ലോ. ആകെ പേടിച്ചറിഞ്ഞിരിക്കുന്ന സമയത്ത് എവിടെന്നാ ഒരാശ്വാസം കിട്ടുമെന്ന് നോക്കും. നമ്മളാണെങ്കിൽ നമ്മളാകെ നമ്മുടെ കാര്യം ആകെ അമ്പരപ്പിലായിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ നടക്കുകയാണ്. പക്ഷെ നമുക്കൊരു പ്രായോഗികതയുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്. അതാണ് നമുക്കുള്ള ഗുണം. ആ കൂട്ടായ്മ നമുക്ക് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ വെബ്സൈറ്റിലും ഇതെല്ലാം ഇടുകയാണെങ്കിൽ നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. എന്നെ സംബന്ധിച്ചൊരു വലിയ ആശ്വാസമാണ്. ശ്രീ പി എം വാര്യർ എന്നെ വിളിച്ചിട്ട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ആശ്വാസമായി. കാരണം നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തു നമ്മുടെ ഡിസ്കഷനൊക്കെ. അത് രണ്ട് മേഖലയും ഒപ്പത്തിനൊപ്പം പിന്നെ മുന്നോട്ട്, പ്രൈവറ്റും അതുപോലെ തന്നെ ഗവൺമെന്റും നമുക്ക് മുന്നോട്ട് നീങ്ങാം. നമുക്ക് ഈ വ്യാപനത്തിന്റെ തോത് നന്നായിട്ട് കുറക്കാം, മരണവും ഒഴിവാക്കാൻ സാധിക്കും. മരണം ഒഴിവാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആയുർവേദ ഔഷധങ്ങൾ ധാരാളമായിട്ട് എടുത്താൽ എനിക്ക് തോന്നുന്നു ഈ വൈറസ് ലോഡ് നന്നായിട്ട് കുറയും. അപ്പൊ പിന്നെ മരണം ഒഴിവാക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രതിരോധ ശേഷി ആർജിക്കാൻ നമുക്ക് ഇത് നല്ല സംരംഭമാണ്. ഞാൻ ഈ ആയുർ ഷീൽഡ് പരിപാടിക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു.
അത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഗവൺമെന്റ് പ്രൈവറ്റും ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം. നമ്മുടെ ഈ ആയുർവേദ മേഖലയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി മാഡം. വളരെ വളരെ പ്രോത്സാഹജനകമായിട്ടുള്ള ഒരു പ്രഭാഷണമാണ് മാഡം നടത്തിയത്. വളരെ വളരെ നന്ദി. താങ്ക് യു. ഞാൻ അവസാനം വരെ ഇരിക്കണോ? എനിക്ക് ചില തിരക്കുണ്ടായിരുന്നു. വേണ്ട വേണ്ട മാഡം. അതുകൊണ്ട് നിങ്ങളെ മീറ്റിംഗ് നടത്തി എനിക്ക് വേറെ കുറച്ച് നല്ല തിരക്കുണ്ടതാണ്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ മാഡം. അപ്പൊ ശരി, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു താങ്ക് യു. അടുത്തതായി നന്ദി പ്രകടനമാണ്. നന്ദി പ്രകടനത്തിന് CII ആയുർവേദ പാനലിന്റെ കോ കൺവീനർ മിസ്റ്റർ ബേബി മാത്യുവിനെ ക്ഷണിക്കുന്നു. ആരാധനായ മുഖ്യമന്ത്രി, ഏറ്റവും പ്രിയപ്പെട്ട ശ്രീമതി ടീച്ചർ, ഈ മീറ്റിംഗിന്റെ അധ്യക്ഷൻ ബിമാരി ഡോക്ടർ, സ്വാഗതം പറഞ്ഞ സജികുമാർ, ആയുർവേദ രംഗത്തെ മറ്റ് ഡോക്ടേഴ്സ്, വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഇത് ഒരു ചരിത്ര നിമിഷമാണ്. കേരളത്തിലെ ആയുർവേദ സമൂഹത്തിനും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിനും കേരള ഗവൺമെന്റിനും ഒരു വലിയ നേട്ടത്തിന്റെ ദിനമാണ്. ആയുർവേദം ഒത്തിരി സാധ്യതകളുള്ള, ജനങ്ങളെ സേവിക്കുവാൻ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ സാധ്യതയുള്ളൊരു മേഖല. അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖല. ഇത് രണ്ടും കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് എല്ലാവരുടെയും നേതൃത്വത്തിൽ ഒരു വലിയ കാര്യത്തിന് നാം മുന്നിട്ട് ഇന്ന് തുടക്കം വയ്ക്കുകയാണ്. ഇന്നിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളപ്പൊക്കം വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും കേരള ജനതയെ ഒരു ജനനായകനായിട്ട് തന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഒരു ഭരണകർത്താവിൻ്റെ കഴിവും അവരുടെ നിശ്ചയദാർഢ്യവും തെളിയിക്കപ്പെടുന്നത്. നമ്മൾ അതിനെല്ലാം അതിജീവിച്ചു. ഇപ്പോൾ അതിലും വലിയ ഒരു മഹാമാരിയെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ആയുർവേദത്തിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും ആയുർവേദത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമയം കണ്ടെത്തി ഈ ആയുർ ഷീൽഡിന്റെ ഉദ്ഘാടനത്തിനായിട്ട് വന്നതിൽ കേരളത്തിലെ മുഴുവൻ ആയുർവേദ സമൂഹത്തിന് വേണ്ടിയിട്ട്, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ശ്രീമതി ടീച്ചർ, നമുക്കെല്ലാം അറിയാം, ഇതുപോലെ തന്നെ നിപ്പ വന്നപ്പോഴും കൊറോണ കേരളത്തിൽ ആദ്യമായി വന്നപ്പോഴും സെക്രട്ടേറിയറ്റിൽ ഒതുങ്ങിയിരിക്കാതെ പുറത്തേക്ക് വന്ന് ആ സ്പോട്ടിൽ തന്നെ ചെന്ന് ജനങ്ങളോടൊപ്പം നിന്ന്, ഉദ്യോഗസ്ഥരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു ധീര വനിതയാണ് ശ്രീമതി ടീച്ചർ എന്ന് പറയാം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അടുത്തിടയ്ക്ക് BBC തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹെൽത്ത് മിനിസ്റ്റർ ശ്രീമതി ടീച്ചറിനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററും ആ ഹോൾ മിഷനറി, ഗവൺമെന്റിന്റെ ഹോൾ മിഷനറിയും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയാം. ബഹുമാനപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ആരാധ്യയായ ശ്രീമതി ടീച്ചറിന്, കേരളത്തിന്റെ ഹെൽത്ത് മിനിസ്റ്റർക്ക് ഈ ചടങ്ങിലേക്ക് വരികയും നമ്മൾക്ക് ഒത്തിരി ഉപദേശങ്ങൾ തരികയും ചെയ്യാൻ സാധിച്ചതിൽ, പങ്കെടുത്തതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും ഈ മീറ്റിംഗ് എൻ്റെ അധ്യക്ഷൻ നമുക്കെല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട PM വാര്യർ സാറാണ്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ ആയുർവേദ പാനലിന്റെ കൺവീനർ എന്ന നിലയ്ക്ക് മാത്രമല്ല, ഈ മേഖലയിലെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹവും ഇതുപോലെ തന്നെ മിക്കവാറും എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കുന്നു. ഈ ആലോചനകളിലെല്ലാം ഡോക്ടർ ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇന്ന് ഇത് സാധ്യമായത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ട് ബന്ധപ്പെട്ട് ഇതിലേക്ക് ക്ഷണിച്ചു അദ്ദേഹമാണ്. ബഹുമാനപ്പെട്ട PM വാര്യർ
സാറിനെ ഞാൻ അങ്ങേയറ്റം നന്ദിയോടെ സ്മരിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഡോക്ടർ സജി ആണ് സ്വാഗതം പറഞ്ഞത്. സജിയും ഇതുപോലെ തന്നെ CIAയുടെ ചെയർമാനായിരുന്നു, ആയുർവേദ പാനലിന്റെ ചെയർമാനായിരുന്നു. എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇത് സാധ്യമായത്. ബഹുമാനപ്പെട്ട ഡോക്ടർ സജി കുമാറിന് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. വീണ്ടും ഇത് സാധ്യമായത് ഇതൊരു കൂട്ടായ്മയാണ്. ഇതിന്റെ പിന്നിൽ AMAI ഉണ്ട്. AMAIയുടെ ഡോക്ടർ രാജു എന്നിവിടെ അടുത്ത സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ AMMOI ഉണ്ട്. AMMOIയുടെ ഡോക്ടർ രാമനാഥൻ ഒരു സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ AHMAയുടെ ഡോക്ടർ കൃഷ്ണകുമാറുണ്ട്, അദ്ദേഹവും ഒരു സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ 3 സംഘടനകളും CIAയുടെ ചെയർമാൻ ജോൺ മുത്തൂറ്റ് നിന്നവിടെ ഈ സമയത്ത് വരാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സ്വാഗതം നമ്മൾ കേൾക്കുകയുണ്ടായി. CIAയുടെ ഹോൾ ടീം, ജോണിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഓഫീസ് ടീം, ആയുർവേദ പാനലിനെ നോക്കുന്ന ഗീതാഞ്ജലി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു ടീം ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ 4 ടീമിന്റെ ഒരു പ്രയത്നം കൊണ്ടാണ് ഒത്തിരി കാര്യങ്ങൾ, ഇത് മാത്രമല്ല പല കാര്യങ്ങളും ആയുർവേദ പാനൽ ചെയ്തു വരുന്നുണ്ട്. അവരെല്ലാവരെയും ഞാൻ അങ്ങേയറ്റം കേരളത്തിലെ ആയുർവേദ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങേയറ്റം നന്ദി അർപ്പിക്കുകയാണ്. വീണ്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റു പല ആളുകളുമുണ്ട്. ഇന്ന് തന്നെ ഈ വേദിയിൽ ഇന്ന് ഒത്തിരി ആളുകൾ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അതിലെല്ലാവരുടെയും പേര് പറയാനുള്ള സമയം കുറവ് എനിക്കുണ്ട്. എങ്കിലും PR കൃഷ്ണകുമാർ, ഡോക്ടർ കോയമ്പത്തൂർ ആയുർവേദശാലയുടെ ഡോക്ടർ അവിടെ ഇരിക്കുന്നു. അതുപോലെ തന്നെ ഹരീന്ദ്രൻ നായർ, പത്മശ്രീ ഹരീന്ദ്രൻ നായർ നമ്മൾ മീറ്റിങ്ങുകളെല്ലാം പങ്കെടുക്കാറുണ്ട്. അദ്ദേഹവും ഇന്ന് മറ്റ് സെഷൻസിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പ്രധാനപ്പെട്ട ചില സെഷൻസ് ടൗൺ ഹാളിൽ ഡോക്ടർ ഗീതാകൃഷ്ണൻ പങ്കെടുക്കുന്നുണ്ട്, അതുപോലെ ഡോക്ടർ രാജ്മോഹനുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒത്തിരി ആളുകൾ ഈ മീറ്റിങ്ങിൽ ഇന്നത്തെ ദിവസം 5 മണി വരെ നീണ്ടു നിൽക്കുന്ന ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയൊരു ടെക്നിക്കൽ ടീമുണ്ട്, സോഫ്റ്റ്വെയറിന് വേണ്ടി വർക്ക് ചെയ്ത വലിയൊരു ടീമുണ്ട്. എല്ലാവരുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയുള്ള സെഷൻസിലേക്ക് ഒക്കെ അവരെല്ലാവരും വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഞാൻ CIAയുടെ ആയുർവേദ പാനലിന്റെ പേരിലും കേരളത്തിലെ ആയുർവേദ കമ്മ്യൂണിറ്റിയുടെ പേരിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമുക്ക് ആയുർവേദത്തിലൂടെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഈ സമൂഹത്തെ സേവിക്കാം. അതിലൂടെ നമ്മളുടെ ആയുർവേദത്തിന്റെ പ്രൊമോഷൻ കൂടി നമുക്ക് നടപ്പാക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചെറിയൊരു തിരുത്ത്, നമ്മള് ടീച്ചർ ശൈലജ ടീച്ചർ എന്നുള്ള ചെറിയൊരു വാക്കിന്റെ ഇത് മിസ്റ്റേക്ക് ചെറുതായിട്ട് വന്നിട്ടുണ്ട്, ഉപയോഗിക്കുകയാണ് ത്തിന്റെ പേരിൽ. ശൈലജ ടീച്ചർ ഉദ്ദേശിച്ചത്. ഓക്കെ, സോറി. താങ്ക് യു ബേബി മാത്യു. ഇന്ന് നമുക്കുള്ളത് ഈ സംഘടനാ പ്രതിനിധികൾ, അതേപോലെ പിന്നെ മറ്റ് പ്രഗത്ഭരായിട്ടുള്ള ആയുർവേദ ഡോക്ടർമാരുടെ ഒരു പ്രഭാഷണങ്ങളാണ്. ഞാൻ ആദ്യമായിട്ട് അവിനാശ് ലിംഗം യൂണിവേഴ്സിറ്റി ചാൻസലറായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർജിയെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശ്രീ PM ആര്യ, ഡോക്ടർ സജി, മറ്റുള്ള 300-ൽ പരം വൈദ്യന്മാരും സ്ഥാപനങ്ങളുടെ ഉടമസ്ഥന്മാരും മറ്റുള്ള സംഘടനകൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. First of all, let me congratulate CIA for taking the initiative to take the leadership and organize such a massive collection of Vaidyas. And ഇങ്ങനത്തെ ഒരു ചടങ്ങ് ഇന്ന് ഇനോഗ്രേറ്റ് ചെയ്യാൻ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു വരുത്തിയതിലും ആരോഗ്യമന്ത്രിയെ കൊണ്ട് മെയിൻ സ്പീച്ച് നടത്തിയതിലും നിങ്ങൾ വിജയിച്ചതിൽ നിങ്ങൾക്ക് എൻ്റെ പ്രത്യേക അനുമോദനം. ഈ ശ്രീമതി ടീച്ചർ പറയുകയുണ്ടായി, നമുക്ക് ഈ ഡാറ്റ മുഴുവൻ ലോകത്തിന് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ വലിയൊരു വിജയകരമായ ഒരു കാര്യമായിരിക്കും. ഈ കാലഘട്ടം, ഇന്നത്തെ ഈ കോവിഡിൻ്റെ കഴിഞ്ഞ് ഇപ്പോൾ ഫ്ലൈറ്റ്സ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ലോകം ഒട്ടാകെ ഇന്ന് മനസ്സിലാക്കി തുടങ്ങി കേരളമാണ് ഇതിൻ്റെ ഒരു തലസ്ഥാനം ആയുർവേദത്തിൻ്റെ. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊന്നും
ആയുർവേദക്കാരോ വലിയ സ്ഥാപനങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഇവരാരും തന്നെ കേരളത്തിലെ ഇൻഡസ്ട്രീസിനെ മാതിരി ഒത്തൊരുമിച്ച് എല്ലാവരും കൂടി ഗവൺമെൻറ്റിൻ്റെ കൂടെ കൈകോർത്ത് ഈ കേരളത്തിനെ വീണ്ടും ഒരു ആരോഗ്യമായിട്ടുള്ള സ്റ്റേറ്റാക്കി മാറ്റാമെന്ന് വിചാരിച്ച് മുന്നോട്ട് വന്നിട്ടില്ല. അതിന് അഗെയിൻ മൈ കൺഗ്രാജുലേഷൻ ടു ഡോക്ടർ പി എം ആർ ആൻഡ് ഓൾ ദി അതേഴ്സ് ഫോർ ടേക്കിംഗ് ദി ഇനിഷ്യേറ്റീവ്. ഓരോ സ്ഥാപനവും ഇതിന് മുന്നിൽ വന്ന് അവരവരുടെ വൈദ്യന്മാരെ അവൈലബിൾ ആക്കി നമുക്കിത് വളരെ സീരിയസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. വലിയൊരു സക്സസ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ എനിക്കുള്ള അപേക്ഷ, ഇന്നത് ഓർഗനൈസ് ചെയ്തിട്ട് എല്ലാവരുടെ ഓർഗനൈസേഴ്സിനോട് നമ്മൾ ഗവൺമെൻറ്റിനോട് എങ്ങനെയെങ്കിലും നിർബന്ധിച്ചിട്ട് കോവിഡ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കാൻ ചോദിക്കണം. അലോപ്പതിക്ക് കാര്യമായ ചികിത്സയൊന്നും ഇല്ല എന്ന് അവർ തന്നെ വീണ്ടും വീണ്ടും ലോകമൊട്ടാകെ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഒറ്റയ്ക്കും തറ്റയ്ക്കും എത്രയോ ആയുർവേദ വൈദ്യന്മാർ കോവിഡ് പേഷ്യൻസിനെ അവർക്ക് ലഭിക്കുവാനും ആ പേഷ്യൻസ് ഗവൺമെൻറ്റിൽ പോയി റിപ്പോർട്ട് ചെയ്യാതെ കണ്ട് ഈ വൈദ്യന്മാരുടെ ചികിത്സയിൽ വന്ന് വളരെ വിജയകരമായി ചികിത്സിച്ച് പോയിട്ടുണ്ട്. അത് നമുക്ക് കിട്ടിയാലേ ഉള്ളൂ. അന്ന് പ്രധാനമന്ത്രി പറയുണ്ടായി എവിഡൻസ് ബേസ്ഡ് സയൻസ് ആക്കണമെന്ന്. എവിഡൻസ് ഉണ്ടാക്കണമെങ്കിൽ ചികിത്സിക്കാൻ അവസരം ലഭിക്കണം. ഒന്നാമത് കോവിഡ് പേഷ്യൻറ്റിനെ ഒരൊറ്റ വൈദ്യൻ കണ്ടിട്ടില്ല. കുറേ ദൂരത്ത് നിന്ന് 2 മീറ്റർ അപ്പുറം നിന്ന് കണ്ടുകൊണ്ട് പോരാ. നമ്മൾ സ്പർശനം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ പേഷ്യൻറ്റിനെ കാണാനുള്ള അവസരം അവർക്കൊരു ധൈര്യം കൊടുത്ത്, ഇതിപ്പോൾ ഇന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സർക്കുലർ വന്നിട്ടുണ്ട്, ഞങ്ങൾക്കിപ്പോൾ ESI ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാമെന്ന്. പക്ഷെ ആ ESI ഹോസ്പിറ്റൽ അനുവദിക്കുന്നില്ല, കാരണം സ്റ്റേറ്റിൻ്റെ പെർമിഷൻ ഇല്ല. സോ സെൻറ്റർ ഓൾറെഡി ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റേറ്റിനോട് നിർബന്ധിച്ചാൽ, DMEയോട് സാങ്ഷൻ മേടിച്ചാൽ, കേരളത്തിലെ ESI ഹോസ്പിറ്റലിലാണ് ഈ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ പോയി ചികിത്സിക്കാനൊരു അവസരം ലഭിച്ചാൽ, ഒരു 10 കേസ് നമുക്ക് ചികിത്സിച്ച് കാണിച്ചാൽ, ഈ മെസ്സേജ് വേൾഡ് മുഴുവൻ എത്തിച്ചാൽ വലിയ റെവല്യൂഷൻ ആയിരിക്കും. ഈ ഇമ്മ്യൂണിറ്റി ക്ലിനിക്സ് വളരെ സക്സസ്ഫുൾ ആവും. കാരണം ഇത്രയും ലക്ഷം ജനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 6,000-ഓളം ക്ലിനിക്സ് പറഞ്ഞു. ദിവസം ഒരു 15 പേര് വെച്ച് കണക്കൂട്ടിയാൽ തന്നെ നമുക്ക് വലിയൊരു സംഖ്യയാണ് വരാൻ പോണത്. അവർക്ക് രോഗം വരാണ്ട് അവർ ഹെൽത്തി ആയാൽ അത് വലിയൊരു സക്സസ് ആയിരിക്കും. സോ ഓൾ മൈ പ്രേയേഴ്സ് ആൻഡ് ബെസ്റ്റ് വിഷസ് ആൻഡ് once again I congratulate all the organizers for the initiative that you've taken. Let us try to work together with the government. And the government program വളരെ വിജയകരമായി നടക്കുന്നതിൽ നേതൃത്വം കൊടുക്കുന്ന ശൈലജ ടീച്ചർക്ക് പ്രത്യേകം കൺഗ്രാറ്റുലേഷൻസ്. God bless you. All the best. Once again thanking all the Ayurvedic industries of Kerala for having come forward to participate in this Ayur Shield project. Thank you. Namaste. താങ്ക് യു കൃഷ്ണകുമാർജി. അടുത്തതായി ഡോക്ടർ രാജ്മോഹൻ, സ്റ്റേറ്റ് ആയുർവേദ ഇത് കോവിഡ് കോർഡിനേഷൻ സെല്ലിന്റെ കോർഡിനേറ്ററാണ് ഡോക്ടർ രാജ്മോഹൻ. ബഹുമാന്യനായ PM വാര്യർ സാർ, PR കൃഷ്ണകുമാർ സാർ, പ്രിയങ്കരനായ ഡോക്ടർ സജി ഉൾപ്പെടെയുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. കേരളത്തിലെ നമുക്കറിയാം, കേരളം ഒരുപക്ഷെ ലോകത്തിൻ്റെ മുന്നിൽ ഒരു മാതൃകയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോവിഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി. അതിലുള്ള എല്ലാ വേദികളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും ആയുർവേദത്തിന്റെ പ്രാധാന്യം പല വേദികളിലും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു മേഖലയിലേക്ക്, ആയുർവേദ മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തമായൊരു ശ്രമം രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടാസ്ക് ഫോഴ്സ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ ടാസ്ക് ഫോഴ്സിനകത്ത് ബഹുമാനപ്പെട്ട PM വാര്യർ സാറും അതുപോലെ തന്നെ ഹരിധരൻ സാറും ഒക്കെ, കൃഷ്ണകുമാർ സാറും ഒക്കെ അംഗങ്ങളായിരുന്നു. നമ്മൾ കൊടുത്ത റിപ്പോർട്ട് സർക്കാർ പൂർണ്ണമായും അംഗീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് ചികിത്സ, അൺകോംപ്ലിക്കേറ്റഡ് COVID-19 കേസസിന്റെ ചികിത്സ വരെ ആ സ്ട്രാറ്റജിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മളിത് മുന്നോട്ട് വെക്കുന്ന സമയത്ത് കേരളത്തിലെ COVID-19 രോഗികളുടെ എണ്ണം എനിക്ക് തോന്നുന്നത് 50-ൽ താഴെ മാത്രമായിരുന്നു. ഇപ്പോഴാണ് പിന്നീട് അത് എണ്ണം കൂടി വരുന്നത്. ബഹുമാനായ PR കൃഷ്ണകുമാർ സാർ പറഞ്ഞതുപോലെ ഒരു ചികിത്സയിലേക്ക് നമ്മൾ കടക്കുന്ന സമയം വിദൂരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അതിനുവേണ്ട ശ്രമങ്ങളും നമ്മൾ നടത്തുന്നുണ്ട് കൃത്യമായിട്ടും. ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് തന്നെ കേരളത്തിലെ സവിശേഷമായ ആയുർവേദ മേഖലയിലെ സവിശേഷമായ ഒരു സാഹചര്യമുണ്ട്. കാര്യം നമ്മൾ ഇത്രയധികം പാരമ്പര്യവും അതുപോലെ തന്നെ ഇത്രയധികം ശക്തമായ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ മാനുഷിക വിഭവശേഷിയും
നമ്മളുടെ സാമ്പത്തിക ശേഷിയും അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൽ സപ്പോർട്ടും ആയുർവേദ മേഖലയിൽ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് മേഖലയിലേക്ക് വരുമ്പോൾ വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത്തരം വലിയൊരു മഹാമാരിയെ നേരിടാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വകാര്യ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ മോഡ് തന്നെയാണ് നമ്മളുടെ ഈ സെല്ലുകളിലെല്ലാം തന്നെ പ്രൈവറ്റ് മേഖലയുടെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് വളരെ പ്രസക്തമാണ് കേരളത്തിലെ ഈ ഒരു മൂവ്മെന്റിന്. ആയുർവേദ മേഖലയിലെ വിദ്യാർത്ഥികളും ആയുർവേദ മേഖലയിലെ സ്വകാര്യ ഡോക്ടർമാരും എല്ലാവരും എല്ലാ സംഘടനകളും ചേർന്നുകൊണ്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് സർക്കാർ തന്നെ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പം അതിന് ഒരു പുതിയ മാനം കൊണ്ടുവരുന്ന തരത്തിൽ, കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ഇതിനെ ഒരു വളരെ വിപുലമായ രീതിയിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന CIAക്കും അതുപോലെ തന്നെ എല്ലാ സംഘടനകൾക്കും, ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും തന്നെ ശ്രമിച്ചുകൊണ്ട് ഇതര സർക്കാർ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, സർക്കാർ മേഖലയിൽ പോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പോലും നമ്മളുടെ മേഖലയിൽ ആയുർവേദ മേഖലയിൽ ഏറ്റവും മികച്ചതാണ് ഇന്ത്യയിലുള്ളത്. എങ്കിൽ പോലും നമ്മൾക്ക് പോരായ്മകളുണ്ട്. സർക്കാർ മേഖലയും കൂടെ താങ്ങി നിർത്തിക്കൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന, ഇപ്പോഴും അങ്ങനെയാണ് പോകുന്നത്, അത് കൂടുതൽ ശക്തിപ്പെടുത്തണം എന്ന് ഒരു അപേക്ഷ കൂടി വെച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിന് എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ. യാതൊരു പിന്നോട്ട് പോക്ക് ഇതിൽ ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. കാര്യം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാരെയും, ഗുരുതുല്യരായ ഓരോ ആൾക്കാരെയും കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നുന്നത്. തീർച്ചയായും ഇതൊരു വൻ വിജയമായിരിക്കും. ആയുർവേദ മേഖല ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ഓവർസീസ് റിസർച്ച് ഇനിഷ്യേറ്റീവ്സ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കൺവേർജ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. താങ്ക് യു സോ മച്ച്. എല്ലാം നന്നായി അവസാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡോക്ടർ രാജ്മോഹൻ. അടുത്തതായി ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചറേഴ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാമനാഥൻ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാധവൻകുട്ടി, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓ, കേൾക്കുന്നുണ്ട്. ഡോക്ടർ മാധവൻകുട്ടി PM വാര്യർ, നമ്മുടെ എല്ലാം ഇതിലേക്ക് കൊണ്ടുവന്ന സജികുമാർ, അതുപോലെ ഹരി നമ്പൂതിരി, അതുപോലെ തന്നെ ബേബി മാത്യു, പ്രിയങ്കരനായ നമ്മുടെ പത്മശ്രീ കൃഷ്ണകുമാർ. എനിക്കിന്ന് വളരെ ഒരു സന്തോഷമായിട്ട് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഏകദേശം സൂക്ഷ്മ അതുപോലെ തന്നെ MSc എന്നുള്ള 670 യൂണിറ്റുകളിൽ കൂടി ഉണ്ടാകുന്ന, മുമ്പ് പറഞ്ഞ പോലെ 6500ഓളം ഔട്ട്ലെറ്റ്സുകളുണ്ട്. ഈ 6500 ഔട്ട്ലെറ്റ്സിൽ ഏകദേശം 3000ഓളം ആയുർവേദ ഡോക്ടർമാരുടെ സേവനങ്ങൾ ഇന്ന് ലഭിക്കുകയാണ്. അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പോരായ്മ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊന്നും വ്യക്തമായിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻസ് ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ആയുർ ഷീൽഡ്, ആ ഷീൽഡ് എന്നുള്ള പേര് നമുക്കൊന്നുകൂടി ആലോചിക്കാം. ആയുർ ഷീൽഡ് കവചമെന്നോ എന്തെങ്കിലും പേര് ഇനി തിരിഞ്ഞു വരും. എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞ വാക്കനുസരിച്ച് നമുക്കൊരു സംസ്കൃത വാചകം തന്നെ കണ്ടെത്താം. ആ ആയുർ ഷീൽഡിൽ കൂടി നമ്മൾ അവിടെ ഡോക്യുമെന്റേഷൻ കൊണ്ടുവരികയാണ്. അതിൽ ഏറ്റവും വലിയ പ്രാധാന്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഉണ്ടാകുന്ന ഏജന്റിനെയും അതുപോലെ തന്നെ അവിടുത്തെ ഡോക്ടർമാരെയും നമ്മൾ അതിനകത്ത് പരിശീലിപ്പിക്കുകയാണ്. അതിന് 2 ടെക്നിക്കൽ ടീമിനെ കൊണ്ടുവന്ന് അവിടെ വരുന്ന രോഗി തൊട്ട് അവസാനം വരുന്ന വരെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്തതിന് ശേഷം ആ ഡോക്യുമെന്റേഷനിൽ വരുന്ന രോഗികൾക്കുണ്ടെന്ന ആഹാര പഥ്യങ്ങൾ വരെ ചെയ്ത്, അത് മുമ്പ് നമുക്ക് സംസാരിച്ച മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഡോക്യുമെന്റ് ചെയ്ത് കേരളത്തിന്റെ മുമ്പിൽ നമ്മുടെ CIയുടെ നേതൃത്വത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ ലോകത്തിൽ വലിയൊരു സംഭവം ഉണ്ടാകാൻ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു സന്തോഷ വാർത്തയോടെ ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. തൃശ്ശൂരിൽ ഇന്നലെ ഈ അതിഥി തലത്തിൽ നമ്മുടെ തൃശ്ശൂർ കളക്ടർ ഡോക്ടർ ഷാജഹാന്റെ നേതൃത്വത്തിൽ ISM ഡയറക്ടർ ശൈലജ കുമാരിയും ആയുഷിന്റെ ഡോക്ടർ ജോസ് പൈക്കടയും ശ്രീപത് ഡോക്ടറും കൂടി ആയുഷിലുണ്ടാകുന്ന ഏകദേശം 12 ഡോക്ടർമാർ അതിഥി മന്ദിരത്തിൽ, അതായത് തൃശ്ശൂരുണ്ടാകുന്ന 6 അതിഥി മന്ദിരത്തിൽ ജ്വര ചികിത്സയിൽ പറയുന്ന അപരാജിത ചൂർണം പുകച്ചു. അത് പുകയ്ക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടാകുന്ന കേരള ഏറ്റവും നല്ല, അതായത് ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു മൈക്രോബയോളജിസ്റ്റിനെ കൊണ്ട് കൃത്യമായി അവിടുത്തെ അതിൻ്റെ വൈറൽ ലോഡ് എടുത്തു. 30,000 ആയിരുന്നു ബാക്ടീരിയ ലോഡ്. നിങ്ങൾ 30,000. അതുപോലെ 850 ഫംഗസും ഉണ്ടായിരുന്നു. 3 ദിവസം പുകച്ചതിന് ശേഷം വീണ്ടും അത് പുകച്ച് റിപ്പോർട്ട് എടുത്തപ്പോൾ ആ 30,000 എന്ന് പറയുന്നത് വെറും 30 ആകുകയും അതുപോലെ 650 ഫംഗസ് ഉണ്ടായിരുന്നു 16 മാറുകയും അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം കൂടി ഇന്നലെ നമ്മുടെ കളക്ടറുടെ കയ്യിൽ കൊണ്ടുകൊടുക്കുകയും ഇന്ന് 11 മണിക്ക് ആ കളക്ടറുടെ നേതൃത്വത്തിൽ ശ്രീവത് ഡോക്ടർ നമ്മുടെ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി, ആയുഷ് സെക്രട്ടറി ഏൽപ്പിക്കുന്നുള്ള
ഒരു സന്തോഷം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഇതിന്റെ പോരായ്മയാണ് നമുക്കുള്ളത്. ഈ പോരായ്മ ഇനി നമ്മൾ കാണിക്കാൻ പോവുകയാണ്. നമ്മുടെ മരുന്നുകൾ കൊടുത്തുകൊണ്ട് നമ്മുടെ ടീച്ചർ പറഞ്ഞ പോലെ വയർലോഡുകളുടെ മരണമില്ലാത്ത രോഗം നമ്മൾ ആയുർവേദത്തിൽ കൂടി സാധിക്കുമെന്ന് കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് വൻ വിജയമായിരിക്കും, യാതൊരു സംശയവുമില്ല. അതിൽ കൂടി ഔഷധ സസ്യ കൃഷിയും അതുപോലെ തന്നെ നമ്മുടെ ടൂറിസവും എല്ലാം ഒരു വൻ വ്യവസായം മാറിക്കൊണ്ട് ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ശാസ്ത്രമായ ആയുർവേദം വളരും. അതിനെ നേതൃത്വം നൽകിയ എല്ലാ സംഘടനയും അമ്മയും അമ്മോയും AMAയും അഹമയും സിയയും അതുപോലെ നേതൃത്വത്തിന്റെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ജയ് ആയുർവേദ. സന്തോഷമായെന്ന് വിചാരിക്കുന്നു. വളരെ നന്ദി രാമനാഥൻ. പ്രത്യേകിച്ച് അവിടെ ഗസ്റ്റ് ഓഫീസിലത്തെ ആ ഇൻസിഡന്റ് പറഞ്ഞത് വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയി. താങ്ക് യു വെരി മച്ച്. ഇന്നലെ നടന്നു, അതാണ് സംഭവം. വളരെ 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 ഇൻഫോർമേറ്റീവ് ആയത്. താങ്ക് യു. അടുത്തതായി ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജു തോമസിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ PM വാര്യർജി, അതുപോലെ തന്നെ സ്നേഹമുള്ള ഇതിൽ പങ്കെടുക്കുന്ന ഡോക്ടർ സജികുമാർ, ഡോക്ടർ രാജ്മോഹൻ, ഡോക്ടർ രാമനാഥൻ, അതുപോലെ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ ഉള്ള നമ്മുടെ ഡോക്ടേഴ്സിന് ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കേരളത്തിലെ പൊതുജനാരോഗ്യ സംരക്ഷണ രംഗത്ത് ഒരു വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടില് കുറച്ച് കൊല്ലങ്ങളായിട്ട് പലവിധ പകർച്ചവ്യാധികൾ ഒരു തുടർക്കഥ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ പുറമെയാണ് ഈ വർഷം നമ്മൾ ഈ COVID-19 എന്ന മഹാമാരിയും പടർന്നു പിടിച്ചിരിക്കുന്നത്. അപ്പൊ കേരളത്തില് ആരോഗ്യ സംരക്ഷണ മേഖലയിലുള്ള മെച്ചപ്പെട്ട സംവിധാനങ്ങൾ, നമുക്കുള്ള ഒരു മികച്ച നേതൃത്വം, ഇതൊക്കെ കൊണ്ട് നമ്മുടെ ഈ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനായിട്ട് കഴിഞ്ഞ വർഷം നമുക്കറിയാം നിപ്പയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ ഈ COVID-19 കാര്യത്തിലാണെങ്കിലും മികച്ച രീതിയിൽ അവയെ പ്രതിരോധിക്കാനായിട്ട് ഒരു ലോക ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ തന്നെ ഒരു കേരള മോഡൽ എന്ന് പറയാവുന്ന രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇടപെടൽ കൊണ്ട് മരണനിരക്കുകൾ വളരെ കുറയ്ക്കാനും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ എണ്ണത്തിൽ കുറവ് വരാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എന്നാൽ തുടർച്ചയായിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതും പൊട്ടിപ്പുറപ്പെടുന്നതും അതിനെയൊക്കെ ഒരു തടയാനോ അതിനൊരു വലിയ രീതിയിൽ വ്യാപിക്കുന്നതിനെ തടയാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല. അതിന്റെയൊക്കെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടും അതുപോലെ തന്നെ ആളുകളുടെ ജീവിത രീതിയിൽ വരുന്ന മാറ്റമൊക്കെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയിൽ വരുന്ന ആ ഒരു മാറ്റം, അതിലുണ്ടാകുന്ന ഒരു ന്യൂനതകളൊക്കെയാണ് ഈ പകർച്ചവ്യാധികൾ ഇതുപോലെ പടർന്നു പിടിക്കാനായിട്ട് കാരണമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ നമ്മുടെ രോഗപ്രതിരോധ ശേഷി അഥവാ വ്യാധിക്ഷമത്വം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്ക് ഈ ഇത്തരം പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ. അതുപോലെ തന്നെ നമ്മുടെ ശൈലജ ടീച്ചറൊക്കെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ വർധന അതിനെ സംരക്ഷിക്കുക മുഖ്യമന്ത്രി വളരെ നന്നായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ശൈലജ ടീച്ചർ അതിനെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ പൊതുജനാരോഗ്യ രംഗത്ത് നമ്മുടെ ആയുർവേദ മേഖലയുടെ ഒരു സാധ്യതകൾ വളരെ അനിവാര്യമായിട്ട് അത് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഇത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ സ്ഥാപനങ്ങൾ വഴി ആയുർ രക്ഷാ ക്ലിനിക് രാജീവ് ഡോക്ടർ അതിനെപ്പറ്റി സംസാരിച്ചു. അപ്പൊ വേണ്ട ഒരു 1200ഓളം സ്ഥാപനങ്ങൾ വഴി ആയുർ രക്ഷാ ക്ലിനിക്കുകൾ വളരെ വിജയകരമായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ആയുർ രക്ഷാ ക്ലിനിക്കുകൾ തുടങ്ങിയ അതിനോണ്ടുണ്ടായ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുമ്പില് പുതിയൊരു മാതൃക നമ്മുടെ സംസ്ഥാന സർക്കാർ ആയുർവേദം എന്നുള്ള ഒരു സംവിധാനം ഇതിനകത്ത് ഉപയോഗിക്കാമെന്നുള്ള ഒരു പുതിയൊരു മാതൃക സംസ്ഥാന സർക്കാർ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ചൈനയില് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ഉപയോഗിച്ച കാര്യവും അതിൽ കിട്ടിയ നേട്ടങ്ങളും ഒക്കെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഈ 1200 ആയുർ രക്ഷാ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ ഭാരതീയ ചികിത്സ 15% ആൾക്കാർ വരെയാണ് സാധാരണഗതിയിൽ നമുക്ക് അവിടുത്തെ നിലവിലുള്ള കണക്കുകളൊക്കെ അറിയിച്ചു നോക്കിയാൽ അറിയാം. ഒരു 15% താഴെ ആൾക്കാർ മാത്രമാണ് ആ ഒരു സംവിധാനം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. ബാക്കി വരുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും ആ ഒരു നെറ്റ്വർക്കിന് പുറത്താണ്. അപ്പൊ കേരളത്തിലെ ഒരു ഈ 3.5 കോടിയോളം വരുന്ന ജനസംഖ്യയ്ക്ക് ആവശ്യമായ രീതിയിൽ നമ്മുടെ പ്രതിരോധ ഔഷധങ്ങൾ അല്ലെങ്കിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമം അത് സ്വകാര്യ മേഖലയും കൂടെ ഏറ്റെടുത്താലേ അത് നടക്കൂ എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ ഈ ആയുർ രക്ഷാ ക്ലിനിക്കുകളുടെ ഒപ്പം അല്ലെങ്കിൽ ഈ സ്വകാര്യ മേഖലയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ആയുർ ഷീൽഡ്
ഇമ്മ്യൂണിറ്റി ക്ലിനിക് എന്നുള്ള ഒരു രീതിയിലോട്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതിന്റെ ഒരു പ്രവർത്തന രീതി എന്താണ്, പിന്നിൽ പ്രവർത്തിക്കുന്നത്, ഇതിനെ പറ്റിയൊക്കെ ഇതിന്റെ ഇൻട്രൊഡക്ഷനിലും ഒക്കെ മാധവൻകുട്ടി സാർ അതുപോലെ തന്നെ സജികുമാർ ഡോക്ടറൊക്കെ വളരെ വിശദീകരിച്ച് സംസാരിച്ചു. ഞാൻ ആ ഇതിലോട്ടൊന്നും പോകുന്നില്ല. എങ്കിൽ കൂടി ആയുർവേദ മേഖലയിലെ വിവിധ സംഘടനകളെയും വിഭാഗങ്ങളെയൊക്കെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ഏകീകൃത രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മൾ ഇതിനകത്തൂടെ ഉദ്ദേശിക്കുന്നത്. കൃഷ്ണകുമാർജിയൊക്കെ പറഞ്ഞു വളരെ ആയുർവേദത്തിന്റെ സാധ്യതകൾ, ചികിത്സയിൽ ഉള്ള നമുക്കൊരു സാധ്യത ഉണ്ടെങ്കിൽ ഒരു ചാൻസ് കിട്ടിയാൽ എത്ര കൃത്യമായിട്ട് ഇടപെടാമെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ഏകീകൃത രൂപം ഉണ്ടാകണം. അപ്പം ഇതിനകത്ത് ഇപ്പൊ ഈ ആയുർ ഷീൽഡ് എന്നുള്ള ഒരു സംവിധാനത്തിലോട്ട് കേരളത്തിലെ ആയുർവേദ ഡോക്ടർമാര്, വിവിധ ക്ലിനിക്കുകള്, ആശുപത്രികള്, ഔഷധ നിർമ്മാതാക്കള് ഇവരെല്ലാം ഒന്നിച്ച് കൈകോർത്തിരിക്കുകയാണ്. ചേംബർ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ദൗത്യത്തിൽ പങ്കാളിയാകാൻ പറ്റിയ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഏതാണ്ട് 10,000-ലധികം അംഗസംഖ്യയുള്ള നമ്മുടെ ഈ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇമ്മ്യൂണിറ്റി ക്ലിനിക്ക് എന്നുള്ള ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആവശ്യത്തിനുള്ള മാൻ പവർ സപ്ലൈ ചെയ്യാനായിട്ടും ആവശ്യത്തിനുള്ള സ്ഥാപനങ്ങൾ നടത്താനും ഒക്കെ AMI എന്ന ആ ഒരു പ്രസ്ഥാനത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെയാണ് AMI ഈ ഒരു പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോ ആ ഇമ്മ്യൂണിറ്റി ക്ലിനിക്ക് എന്നുള്ള ഒരു ആയുർവേദ ഇമ്മ്യൂണിറ്റി ക്ലിനിക്ക് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഈ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ വളരെ സന്തോഷത്തോടെ അതിനെ അംഗീകരിക്കുകയും ഇതിനു വേണ്ട പിന്തുണ നൽകുകയൊക്കെ ചെയ്ത മുഖ്യമന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ ഞാൻ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ടും ഈ ആയുർ ഷീൽഡിന്റെ ഇതിന്റെ പേരിലൊക്കെ വളരെ വ്യക്തിപരമായിട്ടും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രിക്കൊക്കെ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ആയുർവേദത്തിന് ഇതിനകത്ത് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും, ഒരു സാധ്യതകളുണ്ട് എന്നുള്ള വളരെ നല്ലൊരു സന്ദേശമാണ് അവർ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോമൺ പ്ലാറ്റ്ഫോം, കാരണം ഇത് വളരെ ഏതാണ്ട് 20,000-ഓളം ഡോക്ടേഴ്സ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളും ഒക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒരു ഏകീകൃത രീതിയിൽ കൊണ്ടുവന്ന് നമ്മുടെ വലിയൊരു ഡ്രോബാക്ക് അതാണ്, നമുക്ക് ഡാറ്റ കളക്ഷൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ചികിത്സയെ പറ്റിയുള്ള റെക്കോർഡുകളുടെ ഒരു അപര്യാപ്തത, ഇതൊക്കെയാണ് നമ്മളെ പലപ്പോഴും മുന്നോട്ട് വലിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ അതെല്ലാം മാറ്റി ഒരു ഏകീകൃത രൂപത്തില് കൃത്യമായ ഒരു പ്രോട്ടോകോളോടുകൂടി ഇതെല്ലാം ഡോക്യുമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനത്തിൽ കൂടിയാൽ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു സംവിധാനം ഒരുക്കി തന്ന, ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്ത CI ചേംബർ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അതിന്റെ കേരള ചാപ്റ്റർ, പ്രത്യേകിച്ച് ആയുർവേദ പാനല്, ഇവരെയൊക്കെ ഒരു ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അപ്പൊ ചുരുക്കത്തില് നമ്മളിപ്പോ ഒരു വലിയൊരു ദൗത്യമാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതുവഴി നമുക്ക് പറ്റുന്നത് ആയുർവേദത്തിന്റെ അനന്ത സാധ്യതകൾ ലോകത്തിന്റെ മുന്നിൽ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതൊരു വലിയ വെല്ലുവിളിയായിട്ടും വലിയൊരു അവസരമായിട്ടും നമ്മൾ എല്ലാവരും കൂടി കണ്ടാൽ നമുക്കിത് വിജയത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കും. ആ ഒരു രീതിയിലുള്ള പ്രവർത്തനം ഇതൊരു വൻ വിജയമാകട്ടെ, ആയുർവേദത്തിന്റെ വളർച്ചയ്ക്ക് വലിയൊരു തുടക്കം, ഒരു പുതിയൊരു മുന്നേറ്റമാകട്ടെ എന്നുള്ള ഒരു ആശംസയോടുകൂടി ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ എല്ലാവിധ പിന്തുണകളും പ്രവർത്തന സഹായവും ഇതിനോടുള്ള ആത്മാർത്ഥമായിട്ട് ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർമാർ ഇതിനെ വളരെ സജ്ജമാണ് എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു ഡോക്ടർ രാജു തോമസ്. ഇതിന്റെ ഇടയ്ക്ക് ഇത് മ്യൂട്ടായിരുന്നു. അടുത്തതായിട്ട് ഡോക്ടർ കൃഷ്ണകുമാർ, CS കൃഷ്ണകുമാർ, ആയുർവേദിക് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. ഡോക്ടർ കൃഷ്ണകുമാറിനെ ക്ഷണിക്കാം. യോഗാധ്യക്ഷൻ ഡോക്ടർ PM വാര്യർ സാർ, ബഹുമാനായ കൃഷ്ണകുമാർജി, ഡോക്ടർ ഹരീന്ദ്രൻ നായർ, ഡോക്ടർ സജികുമാർ, മറ്റ് എല്ലാ മഹത് വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ലോകമാസകലമുള്ള ആയുർവേദ പ്രവർത്തകരെ അവരുടെ ആത്മാഭിമാനത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് എത്തിച്ച നിമിഷം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ്
മുഖ്യമന്ത്രി ശ്രീ KK ശൈലജ ടീച്ചറുടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഇവിടെ നമുക്ക് സമ്മാനിച്ചു എന്നുള്ളത് അതൊരു വലിയ അംഗീകാരമായി, അല്ലെങ്കിൽ ആയുർവേദ ലോകത്തിന് തന്നെ ഒരു വലിയൊരു അംഗീകാരമായി തന്നെ കരുതുന്നു. ആയുർവേദ ശാസ്ത്രത്തിന്റെ അനന്ത സാധ്യതകൾ, അത് രോഗപ്രതിരോധത്തിലായാലും അതുപോലെ തന്നെ രോഗ ചികിത്സയിലായാലും ആരോഗ്യ പരിപാലനത്തിലായാലും ഇതെല്ലാം തന്നെ ലോകം മുഴുവൻ അറിയിക്കുവാൻ തക്ക രീതിയിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷനോടുകൂടി ഏതാണ്ട് 6000 വരുന്ന ആയുർ ഷീൽഡ് ക്ലിനിക്കുകളിലൂടെ നമുക്ക് സാധ്യതമാക്കാൻ കഴിയുക എന്നത് ഒരു ചെറിയ കാര്യമായിട്ട് കരുതാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതിൻ്റെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി കേരള ഘടകത്തിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പില് ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ആയുർവേദ മെഡിസിൻ മാനുഫാക്ചേഴ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ സംഘടനകളെല്ലാം ചേർന്ന് കേരളത്തിലുടനീളം 6000-ഓളം ആയുർ ഷീൽഡ് ക്ലിനിക്കുകൾ, ഇമ്മ്യൂണിറ്റി ക്ലിനിക്കുകൾ ആരംഭിക്കുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട കേരള സർക്കാരിന്റെ ആയുർരക്ഷാ പദ്ധതിയുടെ ഒരു വിപുലീകരണം തന്നെയാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഈ വരുന്ന 6000 ക്ലിനിക്കുകളിലൂടെ വളരെ കൃത്യമായ ഒരു പ്രോട്ടോകോളോടുകൂടി ആ പ്രോട്ടോകോൾ അനുസരിച്ച് ഉള്ള ചികിത്സ, കൃഷ്ണകുമാർജി എല്ലാവരും പറഞ്ഞതുപോലെ ഇത് ഒരു രോഗചികിത്സയ്ക്ക് കൂടി അവസരം ഉണ്ടാകത്തക്ക രീതിയിൽ അത് ആ ചികിത്സയും പിന്നീടുള്ള ഒരു പരിപാലനത്തിന്റെയും എല്ലാം തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷനോടുകൂടി ഇത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ ഒരു ഫീൽഡ്, ഈ ഒരു മാധ്യമം നമുക്ക് തീർച്ചയായിട്ടും സഹായിക്കും എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. എന്തായാലും ഇതിൽ നിന്നും ഉണ്ടാകുന്ന സദ്ഫലങ്ങള് തീർച്ചയായിട്ടും ലോകത്തിന് മുമ്പിൽ തന്നെ, പ്രത്യേകിച്ച് കഴിഞ്ഞ 6 മാസങ്ങളായി നമ്മുടെ ലോകം മുഴുവൻ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയെ ചെറുക്കുന്നതിനും അത് ചികിത്സിച്ചു മാറ്റുന്നതിനുമെല്ലാം തന്നെ ഭാരതത്തിന്റെ തനത് വൈദ്യശാസ്ത്രമായ ആയുർവേദത്തിന് കഴിയും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ തക്ക രീതിയിൽ ഉള്ള ഒരു ഡോക്യുമെന്റ് നമുക്ക് ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ പറ്റുക എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു ആയുർവേദത്തിന്റെ വികാസത്തിന്റെ ഏറ്റവും വലിയൊരു നിദർശനമായിട്ട് തന്നെ വരും എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. എന്തായാലും CAയുടെ ഫ്ലാഗ്ഷിപ്പില് AHMA, AMAI, AMMOI തുടങ്ങിയ എല്ലാ സംഘടനകളും ചേർന്ന് നടത്തുന്ന ഈ ബൃഹത് സംരംഭത്തിന് പിൻനിരയിൽ നിന്നല്ല, മുൻനിരയിൽ നിന്ന് തന്നെ എല്ലാവിധ സഹകരണങ്ങളും സ്വകാര്യ ആയുർവേദ ആശുപത്രി മേഖലയിലെ ഏക സംഘടന എന്ന നിലയിൽ AHMA വാഗ്ദാനം ചെയ്യുന്നു. അതിന്റെ ഏറ്റവും മുമ്പിൽ തന്നെ AHMAയും AHMAയുടെ പ്രവർത്തകരും AHMAയുടെ മുഴുവൻ യൂണിറ്റുകളും ഉണ്ടാവുമെന്ന വാഗ്ദാനം ഞാൻ നൽകുന്നതോടൊപ്പം ഈ 2 വാക്ക് സംസാരിക്കുവാനായിട്ട് എന്നെ ക്ഷണിച്ച ഈ സംഘാടകർക്കും ഹൃദയംഗമായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ കൃഷ്ണകുമാർ. അടുത്തതായിട്ട് കേരള ഗവൺമെന്റ് COVID-19 ടാസ്ക് ഫോഴ്സ് മെമ്പർ ആയിട്ടുള്ള ഡോക്ടർ ഹരീന്ദ്രൻ നായരെ ക്ഷണിക്കുന്നു. നമസ്തേ മാധവൻകുട്ടി സാർ, കൃഷ്ണകുമാർജി, ബഹുമാനരായ ഡോക്ടർമാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ സന്തോഷം തോന്നുന്ന ഒരു മുഹൂർത്തം. കേരളത്തിലെ ആയുർവേദ ഡോക്ടർമാർക്ക് ഒരു ദിശാബോധം ഉണ്ടാക്കാൻ CIAയുടെ നേതൃത്വത്തിൽ വളരെ സന്തോഷകരമായ AMMOI, AMAI, AHMA എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എത്ര താല്പര്യത്തോടു കൂടിയാണ് ആയുർവേദത്തെ അവർ കാണുന്നത്.
വളരെ ബഹുമാനപ്പെട്ട നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി എത്ര ശ്രേഷ്ഠമായിട്ട് നമ്മുടെ ശാസ്ത്രത്തെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നു. കേരള മോഡൽ എല്ലാവരുടെ ഇടയിലേക്കും എത്തിക്കാനുള്ള ആ ശ്രമങ്ങൾ നമുക്ക് ഇതൊരു തുടക്കമാണ്. ഒരിക്കൽ കൃഷ്ണകുമാർജി പറഞ്ഞ് ഞാൻ ഇപ്പം ഓർക്കുന്നു വീണ്ടും, ഇത് കൊറോണയല്ല, ഇതൊരു കരുണയാണ്. നമുക്ക് ആയുർവേദ രംഗത്തിൽ നമുക്ക് കിട്ടിയ ഒരു കരുണയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ കൊറോണ കാലം. ഈ കൊറോണയിലൂടെ നമുക്ക് നാളത്തേക്ക് ഒരു കാര്യം ഉറപ്പാക്കാം. ഇനി ചുക്കായാലും ഡെങ്കി ആയാലും പകർച്ചവ്യാധികളായാലും എന്തുണ്ടായാലും അവിടെ ചികിത്സാ സ്ഥാപനത്തിലേക്ക് ഓടിക്കയറാൻ കേരളീയ സമൂഹത്തിന് കഴിയുന്ന രീതിയിലേക്ക് ആയുർവേദത്തിൽ വിശ്വാസമുണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇതിലൂടെ ചെയ്യാൻ കഴിയുന്നത്. ഈ ആയുർ ഷീൽഡ് എന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ നമുക്കിവിടെ മരണത്തിനെ ചെറുക്കാൻ, മരണത്തിനെതിരെ ആയുർവേദം എന്നുള്ള രീതിയിലേക്ക് വരാൻ നമുക്ക് നിസ്സാരമായിട്ട് ഇതിനെ കാണരുത്. എത്ര ശ്രേഷ്ഠമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് അറിയുക. നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഒരു ക്ലിനിക്കൽ ട്രയലിന്റെ ഭാഗമാണ് ഞാൻ. ഒരു സിംഗിൾ ബ്ലൈൻഡ് പ്ലാസിബോ കൺട്രോൾഡ് ക്ലിനിക്കൽ ട്രയലും ഒപ്പം തന്നെ ഒരു ഡബിൾ ബ്ലൈൻഡ് പ്ലാസിബോ കൺട്രോൾഡ് ക്ലിനിക്കൽ ട്രയലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ വളരെ സന്തോഷകരമായ ഊർജ്ജദായകമായ റിസൾട്ടുകൾ വന്നു കഴിഞ്ഞു. ഇനി അത് ഒരു പിയർ കമ്മിറ്റി ഇവാലുവേറ്റ് ചെയ്യണം, അത് ഡിക്ലെയർ ചെയ്യണം. അതിന്റെ താമസം മാത്രമേ ഉള്ളൂ, മാക്സിമം 10 ദിവസം. അതിനകത്ത് തന്നെ കേരളത്തിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉൽപ്പന്നം എന്നുള്ള രീതിയിലേക്ക് വരാൻ പോകുന്ന നിമിഷത്തേക്ക് കാത്തിരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അത് നമുക്കെല്ലാവർക്കും കഴിയുന്ന ഒരു മരുന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ മരുന്നുകൾക്കെല്ലാം ഈ ക്വാളിറ്റി ഉണ്ട്. അത് കണക്കാക്കിയിട്ട് വളരെ ഊർജ്ജസ്വലമായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായി ഇത് നമുക്ക് ഇത്തരം ഉദാഹരണങ്ങൾ മാറുമെന്ന് മാത്രമാണ്. നമ്മുടെ ഈ ആയുർ ഷീൽഡ് ക്ലിനിക്കുകളിലൂടെ നമുക്ക് അത് ഇപ്പം എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ പറയുമ്പോൾ ഉച്ചയോടുകൂടി നമ്മുടെ സെഷൻ അവസാനം ആ ഒരു പദ്ധതി പറയുമ്പോൾ 80% ആ മരുന്നുകളും 20% ഓരോ ഡോക്ടർമാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മരുന്നുകൾ. എന്നാൽ ഒരു കോമൺ പ്രോട്ടോകോൾ ഉണ്ടാക്കാനും ടോട്ടലി ഒരു നല്ല ഒരു ഇതിന്റെ കംപ്ലീറ്റ് സ്റ്റഡി കഴിഞ്ഞതിന് ശേഷമുള്ള ഡേറ്റാസ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കാനും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ആധുനിക രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസും കൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് അവിടെ നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടായി എന്നുള്ളത് കേവലം 15 ദിവസം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്റെ അനുഭവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഇന്റർലൂക്കിനും ഇന്റർഫ്രോൺ ആൽഫയും ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് ആദ്യത്തെ ഒരു 5-6 മാസമെങ്കിലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മോഡേൺ സൊസൈറ്റിയെ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് നമുക്ക് മോഡേൺ പാരാമീറ്റേഴ്സും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു മെത്തഡോളജി നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ എന്നാൽ മാത്രമേ നമ്മൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റത്തുള്ളൂ. നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയും ഒക്കെ കരുതലോടുകൂടി നമുക്ക് മുന്നോട്ട് പോയാൽ കേരളത്തിനെ ഈ പറയുന്ന കോവിഡിനെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മളിലൂടെ തന്നെ പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ. എന്നാൽ ഇതൊരു വലിയ കാര്യം, ചെറുതല്ല ഇത്. ഇങ്ങനെ നമുക്ക് ഈ ശ്രേഷ്ഠന്മാരായ ഡോക്ടർമാരെ എല്ലാം ഒന്നിച്ച് കാണുമ്പോൾ വല്ലാത്തൊരു അഭിമാനം തോന്നുന്നു. നമുക്ക് പലതരത്തിലുമുള്ള പുതിയ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ ഈ കരുണക്കാലം നമ്മൾ ഉപയോഗിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു അവസരത്തിൽ എന്നെ കൂടെ ക്ഷണിക്കാൻ എനിക്കൊരു അവസരം തന്നതിനുള്ള നന്ദി ഞാൻ എല്ലാ പേരോടും പങ്കുവെച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. നമുക്ക് കരുതലോടെ കേരളം കരുത്തേകാൻ ആയുർവേദം. നമസ്കാരം. താങ്ക് യു ഹരി, താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്ത് തന്നെ ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കാം. താങ്ക് യു വെരി മച്ച്. അടുത്തതായി CII തിരുവനന്തപുരം പാസ്റ്റ് ചെയർമാൻ ശ്രീ പ്രദീപ് ജ്യോതി. എല്ലാവർക്കും നമസ്കാരം. ലോക ജനതയുടെ സമ്പൂർണ്ണ ആരോഗ്യം എന്ന പ്രഥമ ലക്ഷ്യം പൂർണ്ണമായി ഉൾക്കൊണ്ട് കേരളത്തിലെ ആയുർവേദ മേഖലയിലെ എല്ലാ ഡോക്ടർമാരും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും അവരുടെ സംഘടനകളുടെ പൂർണ്ണ സഹകരണത്തോട് കഴിഞ്ഞ 125 വർഷക്കാലമായി വിവിധ വ്യവസായ മേഖലകളുടെ സംഘടനകളുടെ കൂട്ടായ്മയ്ക്കായി നിലകൊള്ളുന്ന കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഈ പദ്ധതിക്ക് ആദ്യമായി എല്ലാവിധ ആശംസകളും നേരുന്നു. കേരളത്തിലെ ആയുർവേദ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെയും അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ് എല്ലാവരുടെയും ഒരു ഒരുമയും സാഹോദര്യവുമാണ് ഈ ആയുഷ് ഷീൽഡ് എന്ന കൂട്ടായ്മയ്ക്ക് കിട്ടിയ പ്രധാന ശക്തി സ്രോതസ്. ഈ ആയുർവേദത്തിന്റെ സാമ്പത്തിക കാര്യം നോക്കിയാൽ ലോകത്താകെ
ആയുർവേദ വ്യവസായം 2015 25,000 കോടി രൂപയുടെ വിറ്റുവരവാണ് നടത്തിയത്. അത് 2022 ആവുമ്പോൾ 80,000 കോടി രൂപയുടെ വിറ്റുവരവ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് 75% മരുന്നിന്റെ മാത്രം അംശമാണ്. ഏതാണ്ട് 12% നിരക്കിൽ വളർച്ച പ്രതീക്ഷിക്കുന്ന ഈ വ്യവസായം ഏകദേശം 30 ലക്ഷം പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നു. ഇതൊരു വലിയൊരു ചലഞ്ചാണ്. ഇത് നമ്മൾക്ക് കൂട്ടായി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഇത് വളരെയധികം ലോകത്ത് തന്നെ ഒരു 1ാം സ്ഥാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആയുർ ഷീൽഡ് വിജയമാക്കാൻ എല്ലാവരും തമ്മിലുള്ള സംവാദങ്ങളും അതുപോലെ തന്നെ ഒരു കേന്ദ്രീകൃത മുഖവും ഇതിനാവശ്യമാണ്. ഇതിന് നേതൃത്വം നൽകിയ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഭാരവാഹികൾക്കും മറ്റെല്ലാ ഡോക്ടർ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ പ്രദീപ് ജ്യോതി. അടുത്തതായിട്ട് ഈ ആയുർ ഷീൽഡിനെ കുറിച്ച് ഒരു ടെക്നിക്കൽ ബ്രീഫിംഗ് ആണ്. അത് നടത്തുന്നത് ഡോക്ടർ അൻവർ. ഡോക്ടർ അൻവറെ സാദരം ക്ഷണിക്കുന്നു. ഡോക്ടർ അൻവർ AHMAയുടെ വൈസ് പ്രസിഡന്റ് ആണ്. Thank you, sir. Respected Chair, Dr. PM Ayur sir. ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്ത CM, ഫെസിലിറ്റേഷൻ ചെയ്ത ആശംസകൾ അർപ്പിച്ച ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ, CIAയുടെയും AHMA, AMAI, AMMOI തുടങ്ങിയ സംഘടനയും ഒഫീഷ്യൽ ലീഡേഴ്സ്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്. നമ്മൾ ഈ ആയുർ ഷീൽഡ് ക്ലിനിക്ക് പ്ലാൻ ചെയ്തപ്പോൾ അത് കൃത്യമായ ഒരു പർപ്പസോടുകൂടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒന്ന്, ആയുർവേദത്തിൻ്റെ ഒരു സാധ്യത നമ്മളെല്ലാം ഈ അടുത്ത കാലങ്ങളിൽ NCD അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലാണ് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ഡിസീസിലാണ് എന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആ രീതിയിലേക്ക് ട്രീറ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ ആവിർഭാവത്തോടുകൂടി ഇൻഫെക്ഷ്യസ് ഡിസീസിൽ അല്ലെങ്കിൽ വൈറൽ ഡിസീസിലും നമ്മളുടെ ഒരു സാധ്യത നമ്മൾ ചർച്ച ചെയ്യും. അതിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രയോഗവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ആയുർവേദത്തിന് എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന ഒരു പ്രധാന പ്രശ്നം ആയുർവേദത്തിന് ഡോക്യുമെന്റേഷൻ ഇല്ല, അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്രോട്ടോകോൾ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ആയുർ ഷീൽഡിൽ 2 രീതിയിലുള്ള ഒരു പ്രോട്ടോകോളാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ. അത് ഗവൺമെന്റിന്റെ ആയുർ രക്ഷാ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളിന് കോൺട്രവേഴ്സി ഇല്ലാത്ത രീതിയിൽ, എന്നാൽ ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു 70-80% മെഡിസിൻസും കോമൺ ആയി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെഡിസിനാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. 20-30% വരെ മെഡിസിൻസ് അത് വൈദ്യന്റെ യുക്തി അനുസരിച്ച്, രോഗിയുടെ അവസ്ഥ അനുസരിച്ച് കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ രണ്ടാമത്തെ പ്രോട്ടോകോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റേഷനിലാണ്. ക്ലിനിക്കൽ ഡോക്യുമെന്റേഷൻ അത് നോർമലി എല്ലാ ഹോസ്പിറ്റൽസും അല്ലെങ്കിൽ ഏജൻസികളും ക്ലിനിക്കുകളും എല്ലാം അവരുടേതായ ഒരു ഡോക്യുമെന്റേഷൻ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതിൽ ഈ ആയുർ ഷീൽഡിന്റെ ക്ലിനിക്കിൽ നമ്മളൊരു ഈ 6000-ഓളം ക്ലിനിക്കുകളിലും ഹോസ്പിറ്റലിലൂടെ ഒരു കോമൺ പ്രോട്ടോകോൾ ഡോക്യുമെന്റേഷൻ പ്രോട്ടോകോൾ ഫോളോ ചെയ്താൽ നമുക്കൊരു ആഫ്റ്റർ 3 months or 6 months ഒരു വലിയൊരു ഡാറ്റ നമുക്ക് പൂൾ ചെയ്ത് എടുക്കാൻ പറ്റും. അത് 3 രീതിയിലാണ് നമ്മൾ കേസ് ഷീറ്റ് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ്റെ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, രജിസ്ട്രേഷൻ ഫോം. അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഈ 3 ഫോമും സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. എങ്കിലും ഞാനൊന്ന് ബ്രീഫ് ചെയ്യാണ്. അപ്പോൾ മെയിൻലി 3 ഫോമാണ്. ഒന്ന്, രജിസ്ട്രേഷൻ ഫോം. അത് റിസപ്ഷനിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു പേഷ്യൻ്റ് OPയിലേക്ക് വരുമ്പോൾ റിസപ്ഷനിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു 1 man ക്ലിനിക് ആണെങ്കിൽ, ഒരു ഡോക്ടർ സെൽഫ് പ്രാക്ടീസ് ആണെങ്കിൽ അവിടെയും ഇത് 3ഉം ഡോക്ടർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാവുന്ന കേസ് ഷീറ്റ്സുകളാണ്. അപ്പോൾ അതിൽ രജിസ്ട്രേഷൻ ഫോമിൽ എല്ലാ ഡാറ്റാസും കൃത്യമായി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ അത് മാനുവലായിട്ടാണ് ചെയ്യുന്നതെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചെറിയ ആപ്പോ സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ സോഫ്റ്റ്വെയർ എത്തുക, വളരെ മിനിമം എക്സ്പെൻസിൽ അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കുകയും അതനുസരിച്ച് ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡാറ്റ ഡിഫറൻറ്റ് സെഗ്മെന്റിൽ പൂൾ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും.
നമ്മൾ ഇനിഷ്യൽ രജിസ്ട്രേഷൻ ഫോമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു UID നമ്പർ, യൂണിക് ഐഡന്റിറ്റി നമ്പർ അല്ലെങ്കിൽ MRD നമ്പർ, അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ബാക്കിയെല്ലാ ഡീറ്റെയിൽസും പേഷ്യന്റെ പേരും ഏജും ഡേറ്റ് ഓഫ് ബർത്തും നാഷണാലിറ്റി പ്രസന്റ് അഡ്രസ് അങ്ങനെയുള്ള ഇതാണ് വെച്ചിട്ടുള്ളത്. ഈ UID നമ്പറിൽ ആയുർ രക്ഷ ക്ലിനിക്കിൽ ആയുർ ഷീൽഡ് ക്ലിനിക്കിൽ വരുമ്പോൾ ഇപ്പോൾ ആ ഒരു പുതിയ പേഷ്യന്റ് ആണ് ആയുർ ഷീൽഡ് ക്ലിനിക്കിലേക്ക് വരികയാണെങ്കിൽ AS ആയുർ ഷീൽഡ് എന്നുള്ളതിന്റെ AS 001 എന്നുള്ള രീതിയിൽ നമുക്ക് തുടങ്ങാം. അതിന്റെ ആ പേഷ്യന്റ് നെക്സ്റ്റ് ടൈം വരുമ്പോൾ അത് AS ഷീറ്റ് എടുക്കാൻ നമ്പർ വെച്ച് എടുക്കാൻ എളുപ്പമാണ്. റിവ്യൂ നമ്പർ 2 ഡേറ്റ് വെച്ചിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങാം. 15ഓ 20ഓ അല്ലെങ്കിൽ 1 മാസത്തേക്കോ മെഡിസിൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് അത് റിവ്യൂ ചെയ്യാം. ഒരു എക്സിസ്റ്റിംഗ് പേഷ്യന്റ് നമ്മുടെ നമുക്ക് പ്രീവിയസ് ഒരു MRDയോ അല്ലെങ്കിൽ UID ഉള്ള പേഷ്യന്റ് ഈ ആയുർ രക്ഷ ക്ലിനിക്കിന്റെ പർട്ടിക്കുലർ ഡേയിൽ അതിന്റെ മെഡിസിൻ കഴിക്കേണ്ടി വന്നാൽ അപ്പോൾ അവരുടെ UID നമ്പർ എക്സിസ്റ്റിംഗ് UID നമ്പർ /AS 001 അല്ലെങ്കിൽ 3 or 4 അങ്ങനെ ചെയ്താൽ ആയുർ രക്ഷ ക്ലിനിക്കിൽ മാത്രമായി അതിന്റെ പ്രയോജനം എത്ര പേർ ഉപയോഗപ്പെടുത്തി എന്നുള്ള ഡാറ്റ നമുക്ക് എടുക്കാൻ സഹായമാകും. പിന്നെ അതിന് തീർച്ചയായും ആ ഗസ്റ്റിന്റെ ഡീറ്റെയിൽസിൽ അതിനകത്ത് ഇനിഷ്യൽ ഇതിനകത്തുള്ളത് ഇമെയിൽ അഡ്രസ്സ്, കൃത്യമായ ഇമെയിൽ അഡ്രസ്സും കോൺടാക്ട് നമ്പറും ഒരു ഓൾട്ടർനേറ്റീവ് കോൺടാക്ട് നമ്പർ നമ്മൾ കീപ്പ് ചെയ്യണം. പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ള ഒരു ക്വറി ഉണ്ട്. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യറിന്റെ ഒരു ബ്രീഫ് ഇത് ചേർത്തിട്ടുണ്ട്. യാത്ര ഉണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ്സ്, അതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, ഹാവ് യു ബീൻ ടു എനി കോവിഡ് അഫക്റ്റഡ് കൺട്രീസ് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും ടൈം ലൈനും, ഹാവ് യു ബീൻ ടു എനി ഹോട്ട്സ്പോട്ട്സ് ഡിക്ലെയർഡ് ബൈ ദ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ്സ്, ഇഫ് യെസ് പ്രൊവൈഡ് ഡീറ്റെയിൽസ്, ഹാവ് യു ബീൻ ടു ക്ലോസ് കോൺടാക്ട് വിത്ത് എനി കോവിഡ് പേഷ്യൻസ് അല്ലെങ്കിൽ ആരെങ്കിലും ക്വാറന്റൈനിൽ ഉണ്ടായിരുന്ന കോവിഡിന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ, ഇത്തരം ഡീറ്റെയിൽസ് ആണ് നമ്മൾ അതിൽ ചോദിക്കുന്നത്. ഒരു കോളവും ലീവ് ചെയ്യാതെ കൃത്യമായി ഫില്ല് ചെയ്യണം. പലപ്പോഴും പല ക്ലിനിക്സിലും സാധാരണ തിരക്കുള്ളപ്പോൾ നമ്മൾ കാണുന്നത് പേഷ്യന്റിനെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ട് അഡ്രസ്സ് മാത്രം വാങ്ങിച്ചിട്ട് പോരുത് ചെയ്യുന്ന രീതിയുണ്ട്. അങ്ങനെ ചെയ്യാതെ ഒരു കൃത്യമായ ഒരു പർപ്പസിന് വേണ്ടി ആയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ കൃത്യമായി. അതുകൂടെ നമ്മൾ വളരെ പ്രധാനമായിട്ട് ഇതിനകത്ത് ഡിക്ലറേഷൻ ആ രജിസ്ട്രേഷൻ ഫോമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ I hereby declare that the details furnished above are true and correct to the best of my knowledge and belief. I authorize the release of medical information necessary to process the bills with my insurance company in case of claims. And I also acknowledge that the details of the illness without person identifiable data may be used for statistical analysis as a part of research for the purpose of treatment protocol development or evaluation. വ്യക്തിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസും അതിന്റെ ഡ്യൂറേഷനും ഒക്കെ ക്ലിനിക്കൽ റിസർച്ച് പർപ്പസിനും ഇവാലുവേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളിനും യൂസ് ചെയ്യാമെന്നുള്ളത് അവരെ കൊണ്ട് അത് ഡിക്ലറേഷൻ നമ്മൾ സൈൻ ചെയ്ത് വാങ്ങുന്നു. അത് അവർക്ക് കൃത്യമായി റിസപ്ഷനിലോ അല്ലെങ്കിൽ ഫില്ല് ചെയ്യുന്നവരോ ബോധ്യപ്പെടുത്തിയിട്ട് തന്നെ സൈൻ ചെയ്ത് വാങ്ങേണ്ട ആവശ്യമാണ്. രണ്ടാമത് നമുക്കൊരു വേണ്ടത് ഒരു പിന്നെയാണ് അസസ്മെന്റ് ഫോം. അത് ഡോക്ടറാണ് സാധാരണ ചെയ്യുന്നത്, അല്ല മെയിൻ ഡോക്ടർ അസിസ്റ്റൻസോ ജൂനിയർ ഡോക്ടർക്ക് ആര് വേണേൽ ചെയ്യാവുന്നതാണ്. ഈ സെയിം ഐഡന്റിറ്റിയിൽ സെക്കൻഡ് ഫോമിൽ വീണ്ടും നമ്മൾ നെയിം ഓഫ് പേഷ്യന്റ്, ഏജും ജെൻഡറും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അതുപോലെ പ്രസന്റിംഗ് കംപ്ലൈൻസ്, ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനസ്, അവിടെയും ഒരു 2 വരി മാത്രം, ട്രാവൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് മെൻഷൻ ചെയ്യുക, 2 വരി മാത്രമേ ഉള്ളൂ. പിന്നെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയാണ് നമ്മൾ ചോദിക്കുന്നത്. ഡയബറ്റീസ് മെലിറ്റസ്, ഓട്ടോഇമ്യൂൺ ഡിസീസസ്, ഹൈപ്പർ ടെൻഷൻ, പിന്നെ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടോ, ഡിസ്ലിപ്പിഡീമിയ, കാർഡിയാക് ഡിസീസ്, ന്യൂറോളജിക്കൽ ഡിസീസ്, ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്, തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ, ലിവർ ഡിസ്ഫങ്ഷൻ, റീനൽ, പൾമണറി ആൻഡ് അതേഴ്സ്. അതുപോലെ ഡിസീസ്, എന്തെങ്കിലും ക്രോണിക് ഡിസീസിന് ട്രീറ്റ്മെന്റ്സിലുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കും. ഇൻഫെക്ഷ്യസ് ഡിസീസ് ആൻഡ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, ഇൻഫെക്ഷ്യസ് ഡിസീസ് ലൈക്ക് TB, HIV ആൻഡ് അതേഴ്സ്, അങ്ങനെ ഉള്ള കണ്ടീഷൻസ് ഉണ്ടോ എന്ന ഡീറ്റെയിൽസ് എടുക്കുന്നു. ഒരു പെയിൻ സ്കോർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, പ്രീവിയസ് ഇൻവെസ്റ്റിഗേഷൻസ്, അപ്പോൾ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ്, കറണ്ട് ഇൻവെസ്റ്റിഗേഷൻ, ബാക്കിയെല്ലാം നമ്മൾ നോർമൽ ചോദിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അതോടൊപ്പം പേഷ്യന്റെ പ്രകൃതിയും സത്വം, സാത്മ്യം, ആഹാരം, അവസ്ഥ, അങ്ങനെ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് സമയമെടുത്ത് തന്നെ ഡോക്ടേഴ്സ് ഫില്ല് ചെയ്യണമെന്നാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇമ്മ്യൂണിറ്റി ക്ലിനിക്കിലേക്ക് വരുന്നവർക്ക് അവർക്ക് കൃത്യമായ ഒരു നിർദ്ദേശം കൊടുക്കുന്നത് നമുക്ക് ആവശ്യമാണ്. അത് ബ്രീഫ് ഈ കേസ് ഷീറ്റിന് പറഞ്ഞ ശേഷം നമ്മൾ അതെങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ബ്രീഫ് ചെയ്യാം. ഈ പറഞ്ഞ അസസ്മെന്റ്, രണ്ടാമത്തെ അസസ്മെന്റ് ഫോമിൽ ഓട്ടോ ഇമ്മ്യൂൺ അല്ലെങ്കിൽ ഓട്ടോ ഇൻഫ്ലമേറ്ററി ഡിസീസസ് ഉണ്ടോ എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇഫ് യെസ് ഉണ്ടെന്നാണെങ്കിൽ അതിന് നമ്മളൊരു അനക്സർ ക്വസ്റ്റ്യൻ, രണ്ടാമത് അനക്സർ ഡോക്യുമെന്റ് ഡാറ്റ ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതിനാൽ ഡീറ്റെയിൽഡ് അസസ്മെന്റ് ഫോർ ഓട്ടോ ഇമ്മ്യൂൺ ഓർ ഓട്ടോ ഇൻഫ്ലമേറ്ററി കേസസ്. അവിടെ സെയിം UID നമ്പർ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്.
അതിനകത്ത് ഓൺസെറ്റ്, ഡ്യൂറേഷൻ, സിവിയറിറ്റി, ഇന്റർമീഡിയറ്റ് ഓർ കണ്ടിന്യൂസ് ആണോ, എക്സാസർബേറ്റിംഗ് ഓർ റിലീവിംഗ് ഫാക്ടേഴ്സ്, റിലാക്സിംഗ് റിമിറ്റിംഗ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത്, അസോസിയേറ്റഡ് സിംറ്റംസ്, പിന്നെ ഇമ്മ്യൂൺസ് ഓർ സിസ്റ്റമിക് സിംറ്റംസ്, അലർജി, പിന്നെ മാലിഗ്നൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വെയിറ്റ് ലോസ്, സ്വെല്ലിംഗ്, പിന്നെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ അതിനകത്ത് ചോദിക്കുന്നു. വെദർ പേഷ്യന്റ് ഈസ് ഓൺ DMR, ഡിസീസ് മോഡിഫൈങ് ആന്റി റൊമാറ്റിക് ഡ്രഗ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസൻസ് ഉണ്ടോ, സ്റ്റീറോയിഡ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ബയോളജിക്കൽസ് ഇങ്ങനെയെല്ലാം കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അത് കൃത്യമായി അനലൈസ് ചെയ്യണം, അത് ഡോക്യുമെന്റ് ചെയ്യണം. സർജിക്കൽ പ്രൊസീജിയേഴ്സോ ട്രാൻസ്പ്ലാന്റ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്ലാന്റ്സ് ഉണ്ടോ, ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ആയുഷ് മെഡിസിൻസ്, ആയുർവേദ മെഡിസിൻ, അതിന് ഇൻക്ലൂഡിങ് ആയുഷ്, മറ്റ് ആയുർവേദ എന്തെങ്കിലും ആയുഷ് മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ട്, ഇൻവെസ്റ്റിഗേഷൻസ്, സ്ക്രീനിങ് കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി, അത് നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതി വെക്കുക, കഴിയുന്നതും എല്ലാം ഫോട്ടോ കോപ്പി ഉള്ളത് അവരുടെ ലാബിന്റെ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻസ് അതിന്റെ കോപ്പി നമ്മൾ അറ്റാച്ച് ചെയ്യുക. പിന്നെ കൃത്യമായ സിഗ്നേച്ചർ, ഏത് ഡോക്ടറാണെന്നുള്ളത് സൈൻ ചെയ്യുമ്പോൾ സൈൻ ചെയ്ത് പേരോടുകൂടി സൈൻ ചെയ്യുക. പലപ്പോഴും ഇത് ഒരു 6 മാസം കഴിയുമ്പോൾ ആരാണ് സൈൻ ചെയ്യുന്നത് അറിയാതെ നമ്മൾ ഇനിഷ്യൽ ചെയ്ത് പോകാതെ കൃത്യമായി സൈൻ ചെയ്ത് പോവുക. ഇപ്പോൾ നമ്മൾ പേപ്പറിൽ അത് ചെയ്യുന്നതുകൊണ്ട് മാത്രം. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഡോക്യുമെന്റേഷനിൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഓട്ടോഇമ്യൂൺ ഡിസീസിന്റെ കേസിൽ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുമ്പോഴുള്ള ഗുണം, ഈ ഇമ്മ്യൂണിറ്റി ക്ലിനിക്ക് ഒരു പേഷ്യന്റ് വരുമ്പോൾ രണ്ടാമത് പ്രധാനമായിട്ടുള്ള വിഷയം അദ്ദേഹത്തിന്റെ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡ് ആണ്, ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ മെഡിസിന്റെ ഡോസിലും അതിന്റെ ആഡ് ചെയ്യുന്നതിലും ഒക്കെ ഉള്ള തീരുമാനം എടുക്കാനുള്ള ഒരു കിട്ടുകയും മാത്രമല്ല, എക്സിസ്റ്റിംഗ് ഓട്ടോഇമ്യൂൺ ഡിസീസിന് ഇഫക്റ്റീവായിട്ട് ഫലപ്രദമായിട്ട് ആയുർവേദത്തിൽ ചികിത്സയുണ്ട്, അതിനെക്കുറിച്ച് പേഷ്യന്റിനെ കൗൺസിൽ ചെയ്യിക്കാനും, അതോടൊപ്പം ഇത്തരം ഡിസീസ് ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഹിസ്റ്ററി എടുക്കുകയും അവരെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനും അവർക്ക് ട്രീറ്റ്മെന്റ് പോസിബിലിറ്റി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ അതൊരു കൗൺസിലിങ്ങിലൂടെ നമ്മൾ ഉപയോഗിക്കണം. അത് പൊതുവെ ആയുർവേദ ഡോക്ടേഴ്സ് എല്ലാം ചെയ്യുന്നതാണ്. ഒരു ഫാമിലി ഡോക്ടർ എന്നുള്ളതിൽ ഉയർന്നു വരാനായിട്ടുള്ള ഒരു കൗൺസിലിംഗ്. ഇപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കൊടുക്കുന്ന മരുന്നുകളുടെ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം ആഹാരവും വിഹാര പഥ്യങ്ങൾ പറയാറുണ്ട്. എങ്കിലും ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ആ കുടുംബത്തിലെ എല്ലാവരുടെയും, ഒരാളുടെ മാത്രം ഇമ്മ്യൂണിറ്റി ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളായിരിക്കും വരുന്നത്. അപ്പോൾ അവർ എത്ര പേരുണ്ടെന്ന് അന്വേഷിക്കും, അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈലും ഫുഡ് സ്റ്റൈലും ചോദിക്കും. അവർക്ക് അനുയോജ്യമായ ഒരു ആഹാര രീതിയും അവരുടെ വിഹാര രീതിയും ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഇമ്പോർട്ടൻസ് ഓഫ് സാനിറ്റൈസേഷൻ, നമ്മൾ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുന്ന മാസ്കിന്റെ ഒന്നുകൂടെ റീഅഷ്യൂർ ചെയ്യുക. സോഷ്യൽ ഡിസ്റ്റൻസിന്റെ കാര്യം റീഅഷ്യൂർ ചെയ്യുക. കാരണം നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യന്റ് മരുന്ന് കഴിക്കുന്നുള്ള ഓവർ കോൺഫിഡൻസിൽ എനിക്ക് പ്രതിരോധ ശക്തി ഉണ്ട് അല്ലെങ്കിൽ കിട്ടുമെന്നുള്ള ഓവർ കോൺഫിഡൻസിൽ വീണ്ടും എക്സ്പോസ്ഡ് ആയിട്ട് റിസ്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാതെ ഇപ്പോൾ നമ്മൾ തുടരുന്ന എല്ലാ പ്രോട്ടോകോൾസും റീഅഷ്യൂർ ചെയ്യുക. അത് ഫാമിലിയിൽ എല്ലാവരും കീപ്പ് ചെയ്യാൻ ഉറപ്പുവരുത്തുക. ഈ ഒരു സജഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി നമ്മൾ 2 ടൈപ്പ് ഓഫ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇതിന്റെ എങ്ങനെ അവയർനെസ്സിന്, അതിലെ മാർക്കറ്റിംഗിന്റെ പാർട്ടായിട്ട് എങ്ങനെ ട്രെയിനിങ് കൊടുക്കാന്നുള്ളത് അജയരാജ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിന്റെ ഡോക്യുമെന്റേഷന്റെ കേസിലാണ്. ഞാനിപ്പോൾ അതിനകത്തൊരു ട്രെയിനിങ് കൊടുത്തിട്ടുള്ള കുറച്ച് ഡോക്ടേഴ്സിന്, ഫാക്ടറികളുടെ ഏജൻസികളുടെ ഒക്കെ ഡോക്ടേഴ്സിന് ഗ്രൂപ്പായിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പേർക്ക് അവരുടെ ഗ്രൂപ്പ് സംശയങ്ങൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയതുകൊണ്ട് ഡോക്ടേഴ്സിന് കൃത്യമായി മനസ്സിലാകുന്നതാണ്. സംശയങ്ങളുണ്ടെങ്കിൽ അത് വീണ്ടും അവരെ തിരിച്ച് കോൺടാക്ട് ചെയ്യാനുള്ള സംവിധാനം ഒപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഡോക്യുമെന്റേഷന്റെ പർപ്പസിൽ ഉദ്ദേശിക്കുന്നത്. ഇതൊരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ സയന്റിഫിക് കമ്മിറ്റി ഈ ഇത്തരം ഡാറ്റാസ് ഓരോ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കോട്ടക്കലിന്റെ ഏജൻസികളിലും ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന് അവിടുത്തെ ഒരു സെൻട്രൽ ഓഫീസിൽ ഇത്തരം ഡാറ്റാസ് പൂൾ ചെയ്തിട്ട് അത് അസസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും വേണ്ട സജഷൻസ്, മോഡിഫിക്കേഷൻസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോയിട്ട് ഇതെല്ലാം കഴിയുമ്പോൾ ഒരു ക്യുമുലേറ്റീവ് ഡാറ്റ ഒരു 6000 ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ഏജൻസിയിൽ ആഴ്ചയിൽ ഒരു 5 പേഷ്യന്റ് വന്നാൽ തന്നെ ഒരു വലിയൊരു നമ്പർ ആയിരിക്കും. അതൊരു കൃത്യമായ ഇവാലുവേഷനോടുകൂടി ഒരു ഡാറ്റ നമുക്ക് വേണ്ട ഫോറത്തിൽ പബ്ലിഷ് ചെയ്യാനും നമുക്ക് തന്നെ ഒന്ന് വീണ്ടും ഇൻട്രോസ്പെക്ഷൻ നടത്താനും ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് ബ്രീഫായിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ ചെയർ അനുവദിക്കുമെങ്കിൽ അത് തരാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഡോക്ടർ അൻവർ. നമ്മൾ ഐ തിങ്ക് വി ആർ ബിഹൈൻഡ് ഷെഡ്യൂൾ അറൌണ്ട് 20 minutes. പിന്നെ നമ്മളെ ടൗൺ ഹാൾ സെഷനൊക്കെ വരുന്നുണ്ടല്ലോ.
സോ അടുത്തതായിട്ട് ഈ ആയുർ ഷീൽഡ് ഈ ഇമ്മ്യൂണിറ്റി ക്ലിനിക്ക് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അജയരാജ് പാലശ്ശേരി ഒന്ന് ബ്രീഫ് ചെയ്യുന്നതായിരിക്കും. അജയരാജ്. അജയരാജ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ PM വാര്യർ, മറ്റ് ആയുർവേദ സംഘടനാ നേതാക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇത് കേൾക്കാൻ ഡോക്ടേഴ്സും മാനേജ്മെന്റ് ആളുകളുമായിട്ട് ധാരാളം ആളുകൾ, ആയുർവേദ എന്തൂസിയാസ്റ്റുമായിട്ട് ധാരാളം ആളുകൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ രാവിലെ സംസാരിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറും ഏതാണ്ട് വിശദമായി തന്നെ ആയുർ ഷീൽഡ് ക്ലിനിക്ക് എന്താണെന്നും ആയുർവേദത്തിന്റെ ഇന്നത്തെ ഒരു സാഹചര്യത്തിലുള്ള പ്രസക്തി എന്താണെന്നും വിശദമാക്കി കഴിഞ്ഞു. ഈ ഒരു കൂട്ടായ്മയിൽ നമ്മൾ മാനേജ്മെന്റ് വിദഗ്ധരും രംഗത്തെ ഒരു പ്ലാറ്റ്ഫോമും കൂടി ആയിട്ട് ഇത് പരിണമിച്ചിരിക്കുകയാണ്. ഈ മൈക്രോ ഓർഗാനിസംസ് നടത്തുന്ന ആക്രമണങ്ങൾ നമ്മളുടെ ജീവിതം താറുമാറാക്കുമ്പോൾ അതൊക്കെ പാശ്ചാത്യ വൈദ്യശാസ്ത്രം നോക്കിക്കോളും എന്ന് പറയുന്ന ഒരു കണ്ടീഷന് നമ്മൾ മുന്നോട്ട് വരികയാണ്. പാശ്ചാത്യ വൈദ്യശാസ്ത്രം വിജയിച്ചതും അവർ പേരെടുത്തതും ഈ ഇൻഫെക്ഷൻ കൺട്രോളിലൂടെയും അതുവഴി ജീവൻ രക്ഷിക്കുന്നത് വഴിയും അതുവഴി ലോസ് ഓഫ് പ്രൊഡക്ടിവിറ്റി കവർ ചെയ്യുന്നത് വഴിയുമാണ്. ആ ഒരു കാലം കഴിഞ്ഞ് അതിൽ ഏതാണ്ട് കൺട്രോൾ ആയി കഴിഞ്ഞപ്പോൾ അത് നമ്മൾ CD എന്ന് വിളിച്ചിരുന്ന ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വിളിച്ചിരുന്ന ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ ഒരു കഴിഞ്ഞ 2 പതിറ്റാണ്ട് കണ്ടുപോകുന്നപ്പോഴാണ് നമ്മൾ ആരോഗ്യം, ഇത് ഡിസീസിനുള്ള ട്രീറ്റ്മെന്റ് അല്ല, ആരോഗ്യമാണ്, ഈ ഇൻഡസ്ട്രി അങ്ങനെയാണ് അത് ഫോം ആവേണ്ടത് എന്ന് പറയുകയും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ വളർന്നു വന്ന കൂടുതലും ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന് കോമൺലി ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ്. ഇപ്പോൾ വീണ്ടും നിപ്പയായിട്ടും കൊറോണയായിട്ടും ഈ ഇൻഫെക്ഷൻസ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൽ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് ജീവൻ പോകുന്നു. വേൾഡ് ഒരു സ്റ്റാൻഡ് സ്റ്റിൽ വന്നപ്പോൾ ഇവിടെ കേരളത്തിലാണെങ്കിലും നമ്മൾ ഏറ്റവും സ്ട്രോങ് ആണ് ആയുർവേദം എന്ന് പറയുന്നിടത്തും ആയുർവേദ ഇൻഡസ്ട്രി മൊത്തത്തിൽ ഷട്ട് ഡൗണിലേക്ക് പോകേണ്ടി വന്നപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ഉണർന്ന് ജാഗ്രതയോടെ ആലോചിക്കേണ്ടി വന്നു എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം എന്ന് പറഞ്ഞ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഉള്ള ഒരു സയൻസിന് ഇവിടെ ആളുകൾക്ക് ദൈന്യം കൊണ്ട് മാർഗമില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആത്മാഭിമാനത്തിന് ഏറ്റൊരു വലിയ മുറിവായി. അപ്പോൾ അവിടെ നിന്നാണ് ഈ ആലോചനകൾ പലതും നടക്കുകയും കഴിഞ്ഞ 1-2 മാസം കൊണ്ട് അത് ഊർജിതപ്പെടുത്തി എല്ലാ അസോസിയേഷനുകളും, അത് വൈദ്യന്മാരുടെ സംഘടനയായാലും അത് ആശുപത്രി ഉടമകളുടെ സംഘടനയായാലും അത് മെഡിസിൻ മാനുഫാക്ചറേഴ്സിന്റെ സംഘടനയായാലും എല്ലാവരും ഒന്നിച്ചു വന്ന്, എല്ലാ ഫേംസും ഒന്നിച്ചു വന്ന്, അതിലുള്ള എല്ലാ വിദഗ്ധരും ഒന്നിച്ചു വന്ന്, അത് പഠിപ്പിക്കുന്നവരാവട്ടെ, റിസർച്ച് ചെയ്യുന്നവരാവട്ടെ, അത് OPO IPO നടത്തുന്നവരാവട്ടെ, മരുന്നുണ്ടാക്കുന്നവരാവട്ടെ, ഇവരെല്ലാവരും ഒന്നിച്ചു വന്ന് നമ്മൾ ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് പോണം. അതിൽ ശക്തമായ സൊല്യൂഷൻസ്, യൂണിഫൈഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, ഷുവർ ഷോർട്ട് ആയിട്ടുള്ള സൊല്യൂഷൻസ് അതിൽ ഉണ്ടാവണമെന്നും അത് ജനങ്ങളിലേക്ക് ഏറ്റവും ലളിതമായ ഭാഷയിൽ എത്തിക്കാൻ സാധിക്കണമെന്നും അത് കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ സാധിക്കണമെന്നും അങ്ങനെ ഓരോ വീട്ടിലേക്കും നമുക്ക് എത്തിക്കാൻ സാധിക്കുക. ഓരോ വീടിനും ഒരു കുടുംബ വൈദ്യൻ, മുഖ്യമന്ത്രി കറക്റ്റ്ലി പറഞ്ഞതുപോലെ ഒരു കുടുംബ വൈദ്യൻ ഒരു കോൺസെപ്റ്റ് തിരിച്ചു വരിക. അത് കൺവെൻഷണൽ മെഡിസിൻ ആയി മാറുക. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ബന്ധപ്പെടുന്നതും സംസാരിക്കേണ്ടത് ഏറ്റവും സമീപത്തുള്ള ഞാൻ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വൈദ്യനെയാണെന്നും ആ വൈദ്യൻ പിന്നെ എന്നെ സ്പെഷ്യാലിറ്റിയിലേക്കോ, അത് ആയുർവേദത്തിനുള്ളിലോ അല്ലെങ്കിൽ പാശ്ചാത്യത്തിൽ വന്നതോ കിഴക്കുനിന്ന് വന്നതോ എവിടെ നിന്ന് വന്നതായിക്കോട്ടെ, എന്ത് ടെക്നോളജി ഉപയോഗിക്കുന്നതായിക്കോട്ടെ, അതിൽ കൂടെ വൈദ്യൻ എന്നെ കടത്തി കൊണ്ടുപോയിക്കോളും, എന്റെ ആരോഗ്യം അദ്ദേഹം ഉറപ്പിച്ചു നിർത്തും, ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ആരോഗ്യം ഉറപ്പിച്ചു നിർത്തും എന്ന് പറയുന്ന സ്പേസിലാണ് നമ്മളുടെ ആയുർവേദ ഇൻഡസ്ട്രി നിൽക്കുന്നതെന്നും ആ ഇൻഡസ്ട്രി ആളുകൾ അംഗീകരിച്ച് ഇന്നിപ്പോ ഒരു 5-6% ആളുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നത് മാറിയിട്ട് 50-60% ആളുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന, അതിനെ ആശ്രയിച്ചു പോകുന്ന, അതിനെ വിശ്വസിച്ചു പോകുന്ന ഒരു സംവിധാനമായി മാറണം എന്നും തീരുമാനിക്കേണ്ടായി. അപ്പോ PM വാര്യർ സാറും അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിലെ മുതിർന്ന ആളുകളും ഇതിന്റെ ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തിലോട്ട് വരികയും CII പാനൽ ഇതിന് നേതൃത്വം കൊടുക്കാൻ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കാൻ മുതിരുകയും ചെയ്തപ്പോൾ ഈ AMAI, AMMOI, AHMA മുതലായ സംഘടനകൾ അതിലേക്ക് പൂർണ്ണമായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വന്ന് ഒരു ഏകീകൃത അപ്രോച്ച് അതിലുണ്ടാക്കി. ഇപ്പോൾ ഡോക്ടർ അൻവർ വിശദീകരിച്ച പോലെ ഒരു കോമൺ ക്ലിനിക്കൽ പ്രോട്ടോകോൾ, ഒരു കോമൺ ഭാഷ, ഒരു കോമൺ സെറ്റ് ഓഫ് SOPs സാധാരണ എല്ലാ ഇൻഡസ്ട്രിയും നടത്തുന്നത് പോലെ. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ഫൈനലി എന്ന് വെച്ചാൽ ഈ
ആയുർവേദം വിജയിക്കുക എന്നുള്ളത് അതിന്റെ പാതയിലെ ഒരു മൈൽ സ്റ്റോൺ ആണ്. അല്ലെങ്കിൽ നമ്മൾ സയൻസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് കൊണ്ടോ നോക്കുന്നത് കൊണ്ടോ ഉണ്ടാവുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതിനുപരി ഇവിടെ എന്ത് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിലും അത് വൈറസ് ആവട്ടെ, ഫംഗസ് ആവട്ടെ, ഇതിന്റെ എല്ലാം കൂടെ യോജിച്ച് ജീവിച്ച് അതിനേക്കാളും അതിനെ അതിജീവിച്ച് പോവുകയാണ് ഓരോ കാലത്തും വേണ്ടത് എന്ന അണ്ടർസ്റ്റാൻഡിംഗ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവണം. ആളുകൾക്ക് അപ്പം ലളിതമായ ഒരു മെസ്സേജ് ആളുകൾക്ക് എത്തണം. എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ഈ ക്ലിനിക്കിന് ബന്ധപ്പെട്ടാൽ മതി, ആ ക്ലിനിക്കിൽ വന്നാൽ അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ട്, എന്റെ ലൈഫ് ടൈം റെക്കോർഡ് അവിടെ കീപ്പ് ചെയ്യപ്പെടും എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ആയുർവേദത്തിന് കൺവെൻഷണൽ മെഡിസിൻ ആവാനും ഫസ്റ്റ് കോൾ കോണ്ടാക്ട് ആയി മാറാനും സാധിക്കുക. അതിന് തടസ്സം നിന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുന്നത് പല കമ്പനികൾ തമ്മിലുള്ള മരുന്നുകളിലെ മാറ്റം, പല വൈദ്യന്മാരുടെ പേഴ്സണൽ സ്റ്റൈൽസ് അതിനകത്തോട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഇതിനെല്ലാം ഒരു ഏകീകൃത രീതി കൊണ്ടുവരാൻ സാധിച്ചാൽ ഒരു തരം കൺഫ്യൂഷൻ കുറെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് തോന്നി. രണ്ട്, നമ്മുടെ എവിഡൻസ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് ആശുപത്രികളെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ ഡോക്യുമെന്റേഷൻ വളരെ നല്ല നിലയിൽ നടക്കുന്നുണ്ടെന്നാണ് മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് വരുന്ന എന്റെ അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ നമ്മൾ പലപ്പോഴും പുതുതായിട്ട് വന്ന ടെക്നോളജികളെ നമുക്ക് എംബ്രേസ് ചെയ്യാനും അതുവഴി ഉപയോഗിച്ച് പോകാനും പലപ്പോഴും സാധിച്ചില്ല. അതിനൊരു മാറ്റം കൂടി ഇതിനകത്ത് വരേണ്ടതുണ്ട്. കൂടുതലായിട്ട് നമ്മൾ ഡിജിറ്റൈസ് ചെയ്യാനും ആ ഡിജിറ്റൽ പോകാനും ആ ഡിജിറ്റൽ ഫോർമാറ്റിൽ നമുക്കത് പുറത്തേക്ക് പ്രസന്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു കണ്ടീഷൻ ഇന്ന് ആയുർവേദത്തിൽ ഇല്ല, അല്ലെങ്കിൽ വളരെ കുറവാണ്, തീർത്തും കുറവാണ്. അപ്പൊ അത് ഈ മിഷന്റെ ഭാഗമായിട്ട് നമുക്ക് അത് അച്ചീവ് ചെയ്ത് തീർക്കണം എന്ന് തീർച്ചയായിട്ടും വിചാരിക്കുന്നു. അപ്പൊ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ ഒരു കോമൺ ലോഗോ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ട് ആയുർ ഷീൽഡ് എന്ന് പറയുന്ന കോമൺ ലോഗോ സൃഷ്ടിച്ച് ഇമ്മ്യൂണിറ്റി ക്ലിനിക്കുകളായിട്ട് തന്നെ അതിനെ സ്ക്വയർ ആയിട്ട് നേരിടാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ നമുക്ക് ഉണ്ടായി. ഇവിടെ നമ്മൾ വൈദ്യസമൂഹം മുന്നോട്ട് വന്ന് ഒരു ടിപ്പിക്കൽ തീരുമാനമെടുത്തത് ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ അല്ല പ്രശ്നം, ആളുകൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ശാസ്ത്രം പഠിച്ചവരുടെയാണ് പ്രശ്നം, നമ്മളാണ് അത് ഏറ്റെടുത്ത് സോൾവ് ചെയ്ത് കൊടുക്കേണ്ടത്, അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നൊരു വലിയ തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പ്രോട്ടോകോൾസ് ക്രിയേറ്റ് ചെയ്തിട്ടും SOPs ക്രിയേറ്റ് ചെയ്തിട്ടും കോമൺ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടും സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഏറ്റവും ഇല്ലാണ്ടാക്കിക്കൊണ്ടും ഒരു വൈദ്യന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ വൈദ്യന്റെ അറിവോ അല്ലെങ്കിൽ ആ ഏജൻസിയിലെയോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുടെ ലിമിറ്റിൽ ഞാൻ നിൽക്കില്ല, എന്നെ ഏത് ലെവലിലേക്കാണോ വിദഗ്ധ ചികിത്സ വേണ്ടത്, അത് ഏത് സ്ട്രീമിൽ നിന്നാണോ വരേണ്ടത് അതിലേക്ക് എന്നെ കൊണ്ടുപോകും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഇവിടെ സൃഷ്ടിക്കേണ്ടതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്. അപ്പം നമ്മൾ അടച്ചുപൂട്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. അതിന്റെ ഒരു ഷോക്കും അതിന്റെ ഒരു പകപ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കുറെ തീരുമാനങ്ങളും പ്ലാനിങ്ങും എല്ലാം ചെയ്തത്. ഇന്നിപ്പോ നമ്മൾ അതിനെ തുറക്കാൻ പോവുകയാണ്. അപ്പൊ തുറക്കുമ്പോഴെങ്കിലും നമ്മൾ റീഇൻവെന്റഡ് ആയിട്ട് നമുക്ക് തുറക്കാൻ സാധിക്കണം. അതുപോലെ ആയുർ ഷീൽഡിന്റെ പ്രവർത്തന രീതി ഇപ്പോഴുള്ള ക്ലിനിക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് പല കമ്പനികളുടെ ഏജൻസിയുടെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. ടൈം ഷോർട്ട് ആണ് അജയരാജ്. നമ്മള് കുറച്ച് ബിഹൈൻഡ് ഷെഡ്യൂൾ. 1 മണിയായി. 12:50 നമ്മളെ ടൗൺ ഹാൾ സെഷൻ തുടങ്ങാനുള്ളതാണ്. അപ്പൊ ഒന്ന് ക്വിക്ക്ലി സോറി. ഇല്ല നോ പ്രോബ്ലം. അപ്പൊ ആയുർ ഷീൽഡിന്റെ പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോഴുള്ള ഏജൻസി ക്ലിനിക്കുകളും ഡോക്ടർമാർ സ്വയം പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങളിലും നിശ്ചിത ദിവസങ്ങളിൽ നമ്മൾ ആയുർ ഷീൽഡ് വിദഗ്ധ ക്ലിനിക്ക് പ്രവർത്തിക്കും. അവിടെ ഈ പറഞ്ഞ നേരത്തെ അൻവർ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത പോലത്തെ ക്ലിനിക്കൽ പ്രോട്ടോകോൾസും കാര്യങ്ങളും ഓപ്പറേഷണൽ ആയിരിക്കും. അത് ആ ക്ലിനിക്കിൽ കൺസൾട്ടേഷൻ ഫീസ് ഉണ്ടാവില്ല, മരുന്നിന്റെ വില നൽകിയാൽ മതിയാവും. ഇത്രയുമാണ്. അപ്പൊ അവിടുന്ന് കൃത്യമായി റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതിനൊരു വളരെ വിപുലമായ എല്ലാ സ്പെഷ്യാലിറ്റിന്നും ആൾക്കാരെ എടുത്തുകൊണ്ടുള്ള ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾ എന്താ പറയുക ആയുർവേദ ഇമ്മ്യൂണിറ്റി ക്ലിനിക്കുകൾ, ആയുർ ഷീൽഡ് ഇമ്മ്യൂണിറ്റി ക്ലിനിക്കുകളിൽ എത്തുക എന്നതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അതിലേക്ക് നിങ്ങളുടെ സമീപത്തുള്ള ഓഫീസേഴ്സ് നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യുന്നതായിരിക്കും. അതിനോട് പ്രതികരിക്കുക. വളരെ നന്ദി, നമസ്കാരം. താങ്ക് യു അജയരാജ് പലശ്ശേരി. അടുത്തതായിട്ട് ഈ ആയുർ ഷീൽഡിന്റെ ഒരു ബ്രാൻഡിങ്, അതേപോലെ അതിന്റെ പ്രൊമോഷൻ, അതിന് കൂടെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ayurveda-community.com ഇതിന്റെ എല്ലാം പ്രൊമോഷനെ കുറിച്ച് ഇദ്ദേഹം ഡോക്ടർ അജയ് ജോർജ് വർഗീസ്. അജയ് ജോർജ്. താങ്ക് യു ഡോക്ടർ വാര്യർ, ഡോക്ടർ സജി, മറ്റ് വിശിഷ്ട ഡോക്ടർമാരെ. ഇങ്ങനെ ഒരു അവസരം നമ്മൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ആയുർ ഷീൽഡ് എന്നുള്ള ഒരു തത്വം കേരളത്തില് ആദ്യമായിട്ടാണ് നമ്മൾ കേരളത്തിലെ ആയുർവേദത്തിന്റെ എല്ലാ ഘടകങ്ങളും ഒന്നിച്ച് നമ്മൾ ഒരു സിംഗിൾ ബ്രാൻഡിങ്. നമ്മൾ കേരളത്തിലെ ആയുർവേദം ലോകം മുഴുവൻ ഇന്ന് അറിയപ്പെട്ടതാണ്. ലോകം മുഴുവൻ അതിനെ
ഞാൻ അധികം സമയം എടുക്കാതെ ചുരുക്കമായിട്ട് പറഞ്ഞോളാം. നമ്മളിപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് നമുക്ക് ഈ ലോഗോയാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് ചീഫ് മിനിസ്റ്റർ ഇന്ന് നമ്മളെല്ലാം കാണിച്ച ലോഗോ, അതിനെ കാരണം നമുക്ക് ജനങ്ങളിലേക്ക് ഒരു തത്വത്തിനെ, ഒരു ഫിലോസഫി, ഒരു കൺസെപ്റ്റിനെ എത്തിക്കുക എന്നുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അപ്പൊ അതിലെല്ലാം നമ്മളെല്ലാം ഓരോ ബോർഡുകളുടെ അടിയിലാണ്. അപ്പൊ ഇതെല്ലാം ഒരു ബോർഡ്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിൽ കൂടെ നമുക്ക് ജനങ്ങളിൽ ഇത് എത്ര തവണ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഇതിനെ കാണിക്കാൻ സാധിക്കുമോ, എത്ര സ്ഥലങ്ങളിൽ കാണിക്കാൻ സാധിക്കുമോ, എത്ര പ്രാവശ്യം കാണിക്കാൻ സാധിക്കുമോ, അത്രത്തോളം ഈ കൺസെപ്റ്റ്, ഈ ഫിലോസഫി വ്യക്തമായി ജനങ്ങളിൽ എത്തും. അപ്പൊ അത് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോഗോയുടെ ഉപയോഗം എത്ര തവണ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ അത്ര തവണ നമുക്ക് ഈ ബ്രാൻഡിനെ ഒരു ഗ്ലോബൽ നിലവാരത്തിൽ അല്ലെങ്കിൽ ഒരു ജനകീയ നിലവാരത്തിൽ എത്തിക്കാൻ സാധിക്കും. കാര്യം ഇന്ന് ഇതുവരെ സംസാരിച്ചത് നമ്മൾ ഇത് എന്താണ്, ഇതെങ്ങനെയാണ്, ഇതെങ്ങനെ നമ്മൾ ജനങ്ങളിൽ എത്തിക്കും, ഒരു 3.25 കോടി ജനങ്ങളിൽ ഇത് എത്തിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് ലോഗോയുടെ ഉപയോഗം. അത് നമുക്ക് ആയുർവേദ community.org എന്നുള്ള വെബ്സൈറ്റിൽ നമുക്ക് ആ ലോഗോ അവൈലബിൾ ആണ്. നമ്മുടെ ഓരോ അസോസിയേഷനുകൾ AHMA, AMMOI, അതുപോലെ തന്നെ AMAI, ഈ അസോസിയേഷനുകളിലും ഇത് ലഭ്യമാണ്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അത്യാവശ്യമായിട്ട് ഈ ലോഗോ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രദർശിപ്പിക്കുക. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രാൻഡിങ്ങിന്റെ ആദ്യ പടി നമ്മൾ ചെയ്യേണ്ടത്. 2, നമുക്ക് സോഷ്യൽ മീഡിയ. ഇന്ന് പല സ്പീക്കേഴ്സും ഇന്ന് സംസാരിച്ചതിൽ പ്രത്യേകമായി പറഞ്ഞത് സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ കാൽവെപ്പ്, അല്ലെങ്കിൽ അതിന് ഇന്നൊരു കമ്മ്യൂണിക്കേഷനെ കോടിക്കണക്കിന് ജനങ്ങളിൽ എത്തിക്കാനുള്ള സാധ്യത. അപ്പം ഇന്നത്തെ ഈ ഒരു പരിപാടിയെയും അതുപോലെ ഈ ലോഗോയെയും മാക്സിമം നമ്മൾ ഷെയർ ചെയ്താൽ ഒരുപക്ഷെ ഒരു വലിയ ജനത്തിൽ ഉടൻ തന്നെ എത്താനായിട്ട് നമുക്ക് സാധിക്കും. 2, നമ്മളുടെ കമ്മ്യൂണിക്കേഷനുകൾ. നമുക്ക് ധാരാളം കമ്മ്യൂണിക്കേഷനുകൾ ഇന്റർ കമ്പനികളിലുള്ള ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷനുകളിലും നമ്മുടെ ലോഗോയോടൊപ്പം ആയുർ ഷീൽഡും കൂടെ നമുക്ക് പ്രദർശിപ്പിക്കാൻ സാധിച്ചാൽ അതും തീർച്ചയായിട്ടും ആയുർ ഷീൽഡ് എന്താണ് എന്നുള്ളൊരു ചോദ്യവും ആയുർ ഷീൽഡിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാകും. അപ്പം അത് ഒരു തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമായിരിക്കും നമുക്ക് ചെയ്യാൻ സാധിച്ചത്. ബിക്കോസ് ഈ ഒരു ലോഗോയും ഈ ഒരു കോൺസെപ്റ്റിനെയും ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമുക്ക് ഈ ലോഗോയുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഉപയോഗത്തിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. 2, നമുക്ക് പ്രധാനമായും ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബേസിക് ആയിട്ട് വരേണ്ടത് ആയുർവേദ community.org എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഇതിനോടൊപ്പം തുടങ്ങിയിട്ടുണ്ട്. ഇത് ധാരാളം വളരെ ലളിതമായ രീതിയിൽ ആയുർവേദം ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള ധാരാളം ആർട്ടിക്കിളുകൾ ഇതിലുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആയുർവേദം എങ്ങനെ ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കും, ഈ ആയുർവേദത്തിന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ ആയുർവേദത്തിന്റെ വ്യത്യസ്തതകൾ എന്താണ്, അത് സാധാരണ ജനത്തിന് എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ആയുർവേദ community.org എന്നുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടത്. അതിൽ ധാരാളം ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം ഇതിനോടൊപ്പം ഈ ആയുർ ഷീൽഡിന്റെയും ആയുർവേദ ഇമ്മ്യൂണിറ്റി ഇതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അങ്ങനെ ഒരു വെബ്സൈറ്റും കൂടെ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ധാരാളം യങ് ആയിട്ടുള്ള ആയുർവേദ ഡോക്ടർമാരും അതുപോലെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെയും നല്ലൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിൽ എല്ലാവരും ഒന്ന് കാര്യമായ തോതിൽ അത് എന്തെന്ന് മനസ്സിലാക്കുക, അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാം വലിയ ആയുർവേദത്തിലെ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ഓരോരുത്തർക്കും അത് ഒരു 10 മടങ്ങ് വളർച്ചയിലേക്ക് നമുക്ക് ആയുർവേദ കമ്മ്യൂണിറ്റിയെ ലോകം മുഴുവൻ എത്തിക്കാൻ ഈ ഒരു സദസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ സാധിക്കും. നമ്മൾ 200 പേരുണ്ടെങ്കിൽ 1000 പേരിൽ എത്തിച്ചാൽ ഓരോരുത്തരും 2 ലക്ഷം ആൾക്കാരെ നമുക്ക് ഉടൻ എത്താൻ സാധിക്കും. അതും നല്ലൊരു രീതിയായിരിക്കാം നമുക്കിതിനെ കൂടുതലായിട്ട് എത്തിക്കാനായിട്ട്. ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല. അപ്പൊ 2 കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്ന്, നമ്മുടെ ലോഗോയുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഉപയോഗം, അതിന്റെ പ്രദർശനം, അത് പരമാവധി സോഷ്യൽ മീഡിയയിൽ കൂടെയും നമ്മുടെ ഓരോ സ്ഥാപനങ്ങളിലൂടെയും മറ്റു കമ്മ്യൂണിക്കേഷനിലും പ്രദർശിപ്പിക്കുക. 2, ആയുർവേദ കമ്മ്യൂണിറ്റിയുടെ വെബ്സൈറ്റിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ, അതിനെ നമ്മൾ ഷെയർ ചെയ്താൽ അത് ഒരു വലിയ ജനസംഖ്യയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ കൺസെപ്റ്റിനെയും നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ആ ഒരു വികാരം, അല്ലെങ്കിൽ നമുക്ക് ആയുർവേദത്തോടുള്ള വികാരം ജനങ്ങളിൽ എത്തിക്കാൻ നമുക്ക് അത് തീർച്ചയായിട്ടും സഹായിക്കും. ഞാൻ ഇത്ര കണ്ട്, കാരണം നമ്മൾ സമയം ദീർഘിച്ചതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ മാത്രമേ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ബ്രാൻഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം. ഐ എം ഓൾവേസ് അവൈലബിൾ. നിങ്ങൾക്ക് CIMO അല്ലെങ്കിൽ ഞങ്ങൾ ഏത് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് വിൽ ഗിവ് യു കണ്ടിന്യൂസ് സപ്പോർട്ട്. കാരണം മാർക്കറ്റിംഗ് തീർച്ചയായിട്ടും ഇതിലൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അത് നമുക്ക് നല്ല രീതിയിൽ ഇതിൽ പ്രയോജനപ്പെടുത്തി
നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു ഇനീഷ്യേറ്റീവിന്റെ പ്രയോജനം ലഭിക്കണം, ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു അജയ് ജോർജ്. അടുത്തതായിട്ടുള്ളൊരു കൺക്ലൂഡിംഗ് റിമാർക്സ് ആണ് മിസ്റ്റർ ഹരി നമ്പൂതിരി, വൈസ് ചെയർമാൻ ശ്രീധരിയും ആയുർവേദ. ഹരി, നമ്മളെ സമയം പരിഗണിച്ച് നമസ്കാരം. കൺക്ലൂഡ് ചെയ്തോളൂ. നമസ്കാരം PM വാര്യജി. പറയാൻ സമയം വല്ലാതെ വൈകി. എല്ലാവരും ഒരുപക്ഷെ ഇന്ന് അടുത്ത സെഷൻ ആരംഭിക്കാറായി. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം. ഒരുപക്ഷെ നമുക്കറിയാം, ഇപ്പം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ ലോകം മുഴുവൻ വല്ലാതെ ഒരു ഭയത്തിലാണ്, വറിയിലാണ്. അതായത് ഒരു ചെറിയ പനി ലോകത്തെ മുഴുവൻ അടപ്പിക്കുന്ന, അതായത് ലോകത്തെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവയ്പ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയപ്പോൾ സത്യത്തിൽ നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും മാറി ഇത്രയും മതി, ലോകത്തേക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറും എന്നത് നമ്മളെ പഠിപ്പിച്ച ഒരു അവസ്ഥയാണ് കൊറോണ നമുക്ക് തന്നത്. പക്ഷെ ഇതൊരു വലിയ അവസരം. കാരണം ഇനി മുമ്പോട്ട് ഇനി ഏതെല്ലാം തരത്തിലുള്ള പനികളും അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് യാതൊരു നിശ്ചയമില്ലാത്ത ഒരവസ്ഥ. ഈ ഒരു സമയത്ത് ആയുർവേദം എന്ന ശാസ്ത്രത്തിന് ഒരുപക്ഷെ നമ്മുടെ ആചാര്യന്മാർ എന്തുമാത്രം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് വീണ്ടും നമ്മൾ പഠിക്കേണ്ട ഒരു അവസ്ഥയും. നമുക്ക് അറിയാം, പ്രതിരോധത്തിനാണ് ഏറ്റവും കൂടുതൽ പണം ഓരോ രാജ്യങ്ങളും മുടക്കുന്നത്. സെക്യൂരിറ്റിക്ക് വേണ്ടിയും പ്രതിരോധത്തിന് വേണ്ടിയാണ്. അതേപടി തന്നെ ഇനിയുള്ള ഒരു കാലം ഓരോ മനുഷ്യനും സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി, രോഗപ്രതിരോധത്തിന് വേണ്ടി, സ്വന്തം ശരീരത്തിന് വേണ്ടി പണം മുടക്കുന്ന ഒരു കാലഘട്ടം ഇനി മുമ്പോട്ട് വരും. അതിലൊരു പക്ഷേ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്താൻ കഴിയുന്നത് നമ്മുടെ ഈ ശാസ്ത്രത്തിനാവും. നമ്മൾ അതിൽ ആദ്യ പങ്കാളിയാണ്. ഒരുപക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു രോഗപ്രതിരോധത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് ഒരുപക്ഷെ നമ്മളാവും. അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ തുടക്കം കുറിക്കുകയാണ്. അതും എല്ലാവരും ഒരുമിച്ച്, ആയുർവേദം എന്ന ഒരു സമൂഹം, ആയുർവേദ ശാസ്ത്രത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരേ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഡോക്യുമെന്റേഷൻ, ഇന്നത്തെ ലോകത്തിനും നാളത്തെ ലോകത്തിനും ഡോക്യുമെന്റേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മുമ്പിൽ നാളെ നിൽക്കുന്നത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഒരുപക്ഷെ നാളെ ഏത് ശാസ്ത്രത്തിന് മുമ്പിൽ കയറാൻ ഒരുപക്ഷെ നമുക്ക് നൽകിയ ഒരു അവസരമാണ്. നമുക്ക് എല്ലാവർക്കും ഇതേപടി തന്നെ ഒരുമിച്ച് നിന്ന് നമുക്ക് നാളെ പെരുമാറാൻ നമുക്ക് ശ്രമിക്കാം. ഞാൻ നേരെ എൻ്റെ കർത്തവ്യത്തിൽ കടക്കുകയാണ്. ഇന്ന് ഈ ഒരു സെഷനിൽ ഇവിടെ പങ്കെടുത്ത ബഹുമാനപ്പെട്ട കൃഷ്ണകുമാർജി, ഡോക്ടർ രാജ്മോഹൻ, ഡോക്ടർ രാമനാഥൻ, ഡോക്ടർ രാജു തോമസ്, ഡോക്ടർ CS കൃഷ്ണകുമാർ, ഡോക്ടർ ഹരീന്ദ്രൻ നായർ, ശ്രീ പ്രദീപ് ജ്യോതി, ഡോക്ടർ അൻവർ, അജയ് ജോർജ്, അജയ് രാജ് പാലാശ്ശേരി തുടങ്ങിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് നിന്ന് നമുക്ക് ഈ ഒരു പ്രവർത്തനം നമുക്ക് മുമ്പോട്ട് പോകാം. ഇതൊരു നല്ല തുടക്കമാവണം. ഒരുമിച്ച് നിന്നാൽ എങ്ങനെ നമുക്ക് നേടാൻ കഴിയും എന്നുള്ള ഒരു പ്രവർത്തനത്തിന് തുടക്കമായി വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു ഹരി. അടുത്തതായിട്ടുള്ള നമുക്ക് ടൗൺ ഹാൾ സെഷൻ ആണ്. ടൗൺ ഹാൾ സെഷൻ വിത്ത് ആയുർവേദ അംബാസിഡേഴ്സ്. അത് കൈകാര്യം ചെയ്യാനായിട്ട് ഞാൻ പാസ് ചെയർമാൻ ഡോക്ടർ സജി കുമാറിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ സജി. Thanks, Dr. PM Varyar. Thanks all the participants who have actually been into this program. Now let us move to the next program. So dear friends, a very good afternoon to all of you. It has been a very eventful day for CI Kerala and Ayurveda industry. Today we witnessed the dream becoming a reality with the inauguration and launch of Ayur Shield Clinics. Today's success clearly indicates the power of unity and need to work together to achieve a larger goal. I, on behalf of CI, would like to thank Ayurveda Hospital Management Association, Ayurveda Medical Association of India, Ayurveda Medicine Manufacturers Organization of India, all the office bearers and members of for coming together onto CI platform to conceptualize and execute Ayur Shield concept. Next, I would like to announce that CI Ayurveda panel has initiated a town hall series with Ayurveda ambassadors. These sessions will focus on making Ayurveda more popular and ensure its penetration to the common man. Such session will be held once in a month, maybe twice in a month, and will witness national and international leaders from Ayurveda addressing. I am pleased to inform you that the first of the series is happening today, and we have Dr. G. Geeta Krishnan and Dr. Shaiju Olakot to address the Ayurveda fraternity.
Thank you, both of you, for accepting our request to address the gathering. I would like to welcome Dr. Geeta Krishnan first. Dr. G. Geeta Krishnan, Technical Officer at the Traditional, Complementary and Integrative Medicine Unit of the World Health Organization at Geneva. His current work with WHO entails development of global standards of practice and training in traditional medicine, development of standard terminologies in traditional medicine, and data collection and analytical systems for morbidities managed by traditional medicine. He is also responsible in development of digital tools to support safe and effective self-healthcare practices in the area of health promotion, and is engaged in supporting low and middle income countries to develop national policies and guidelines for the appropriate use of TM with their national health systems. He is a researcher and a clinician. His broad background expertise is in Ayurveda with specific skills, training, and experience in integrative medicine, herbal drug development, policy, and advocacy. As a clinician, he has 2 decades of experience, of which 9 years was spent working in a large integrative medicine facility in India. Thank you, Dr. Geeta Krishnan. And I am also, in this occasion, I would like to say that he is a product from Thiruvananthapuram Ayurveda College. I am also blessed to be, or got the opportunity to be his senior in the same college. Thank you so much. Thank you, Geeta Krishnan. So let me invite Dr. Geeta Krishnan to do his presentation. Over to you, Dr. Geeta. Thank you, Dr. Saji, for such a wonderful introduction. I never had such a good introduction ever before. Thank you so much. With the permission of the chair and all the respected dignitaries and friends in this meeting, I would like to talk about Ayurveda and this Ayur clinic that we are Suraksha clinic, which we are making as a disruptor in the health sector within Kerala, and which has the capability of becoming something quite large and exponentially global if done in the right manner and pursued in the right manner. So I would like to share my my presentation. I have a small presentation here. I hope that all of you can see this. Am I visible to you? Yeah. Is it okay? Right. Now I'll make it full screen. Okay. Is it turning? Yeah. Okay. Now my presentation is immunity as a tool in the changing community health behavior. This is what I would like to present today. Ayur Shield, the project, is a potent disruptor in the area of healthcare, and it is quite visibly so. Many of the earlier speakers have mentioned this, but I see this as a very potent disruptor in the health sector, because it can and it has the potential to change the way in which health is looked upon, or healthcare is looked upon by the community itself. Even though everyone is aware, and we are all aware specifically, that the current healthcare system is based on a disease-centric model, this particular idea of Ayur Shield will actually help us to make it more health-centric. And if we properly implement it, and if we properly carry on with the data collection and creating evidence out of what we are doing, this can definitely change the health-seeking behavior of the community. It can trigger health-focused policy decisions, and is very supportive of what the UN SDG Sustainable Development Goals for Health require, which is economically viable, it is practical, it has high acceptance in the society, and ensures equitability and sustainable growth. I would like to just take your attention to what WHO has been doing in the area of traditional medicine. Specifically, since we are talking in the context of COVID-19, I would like to talk about these two entities in the perspective of COVID-19. WHO has very clearly put a very open stance towards
accepting like traditional medicine for the management of COVID-19. On 4th of May, Dr. Tedros, who is the DG of WHO, in his press briefing said that there are several ongoing and foreseen clinical trials that include both Western and traditional medicines in China, India, Thailand, Sri Lanka, Japan, and Republic of Korea, among others. He's cautioned that any drug or herbal therapy must follow strict protocol, no matter which country they are conducted, and are subjected to tests and clinical trials for quality, efficacy, and patient safety. So if you look at it, what WHO, in short, what the DG is saying is that WHO is not looking at the genealogy of a system, but it is only looking at whether the system or the medical intervention that it is proposing is safe and if it is effective. If these two things are there, and if the efficacy and the safety can be considered to be the primary objectives of WHO, then WHO is open for all clinical evidence-based medicine, irrespective of which system it comes from. If you look at what Dr. Moeti, who is the regional director of WHO in the African region, said on the same day, she was very clear. She said that, the Afro supports scientifically proven traditional medicine. That is very one single, very unequivocal statement that she made. And she also supported many of the countries like within the African regions doing their effort in trying to develop like herbal medicines for COVID-19. If we talk about the regions of WHO, we should specifically talk about Western Pacific region, where the disease itself originated, which is in China. And there are hundreds and more than hundreds of traditional medicine oriented studies which are happening in China. Similarly, there are traditional medicine oriented studies happening in South Korea as well as in Malaysia. So if we go further, we also know that in the Southeast Asian region of WHO, India, Sri Lanka, Nepal, and Bangladesh have considerable reason to work in traditional medicine and related to COVID. And they have done so. In fact, Nepal and as well as Sri Lanka has come out with Ayurveda-based protocols, which could be integrated into the management of COVID during this period. Government of India has also done the same very recently. In the Eastern Mediterranean region, if you look at, we can find that there is considerable work happening in Iran, and in European region, you have considerable work happening in the area in United Kingdom. There are 2 clinical trials registered in the United Kingdom's clinical trial government registry, which actually looks at Ayurvedic interventions in the management of COVID-related symptoms. So that is quite interesting. In the Pacific region, there is a lot of studies which are also being done, but not clearly Ayurvedic, but more herbal in nature, and registered in the clinicaltrials.gov. Most of these studies are coming from the US region. So this is what I could talk to you about regarding different studies happening across the globe. If you look at COVID-19 and India, it's a unique case. All of you definitely know. As on today, there are 5.8 million cases in the world, and the death percentage out of this 5.8 million known cases are 6.2%. India is very different. We have 158,000 patients as on today, and death rate is something around 2.8 out of this known cases. We have done 3.2 million tests, which is out of which only 1.58 lakhs have been, means we did 32 lakhs tests and we have only 1.58 lakhs which have turned out to be positive. 5% of the tests are therefore positive, whereas 65% of those people who are turning positive are asymptomatic. And we have to consider also the high rate of comorbidity of NCDs available within the country and the high population density of the country. This is a very unique case, and we have to examine why this is so. There has been a suggestion that it should be the heat available or the heat, the hot climate in India that could be the reason. But right now at 47 and 48 degrees Celsius in Delhi, you have a number of cases rising. So we can be sure that it is not heat. We are also sure that it is not like the BCG vaccination, because people even before the BCG vaccination became prevalent in India, which is something around 1970 to 1972, are still much and well protected from
COVID and this particular condition. So we need to find out what it is, and one of the reasons could be traditional medicine. We need to look at that very seriously, but that requires serious attention, because if you look at the number of or the quantum of traditional medicine being used district wise across the country, and the infectivity rate and the mortality rate in these districts, I think, or in general, in general idea, I much more detailed study is required on this, but to make a statement like this. But still, I can give you a general idea that there is a major association or in a probability of association between these two data. You can see that wherever there is a high consumption of Ayush related drugs or like utility of Ayush related advices, the reduction in number of infectivity is high, or the reduction in number of mortality is also very high. We should look at this as a probability pointing towards traditional medicine's influence in the way in which COVID is being reported in India. In this context, I should also bring to your notice what is happening in India across. Of course, you are aware of the laudable work which is being done in Kerala, but I would like to give you a perspective from an Indian, from the Indian perspective. I had been closely working with the Government of India, so this is the policy in which the Government of India had been working in it. So it says that they have two ideas of reducing disease burden. That one is through Ayush prophylaxis, and the other one is through Ayush therapeutics. And they want to increase support to the increase the support with resources. That is, support the health system with resources of personal, infrastructure, and finance, and support in non-COVID healthcare delivery. You have, if you notice, and I am sure that it should be the same in Kerala also, wherever Ayush is very prominent across the country, we are getting reports that the number of people coming to Ayush therapeutics for management of non-COVID related NCDs and other diseases have gone up. So this is something of a great service which we are doing to the health system, which should not go unaccounted for. In research, there is a lot of work which is happening, but one of the first thing which I would say is, since we are very closely following a prophylaxis or creating immunity and making sure that people do not get sick, we should also look at the number of people who had used Ayush across the country. And there is a wonderful application which has been produced by the Ayush Ministry, and if we can get the data into this, it will be a great service to the nation, because or at least for the Ayush industry, because we might be able to come out with a very prominent data suggesting the utility of Ayush and the reduction in the disease burden of COVID across the country. So I would request that all of you, if you have not seen this, have a look at this Ayush Sanjeevani app, which is available for download in Play Store, and there are only 4 questions. It will take not more than 20 seconds for you, but if you can do that, it will be a great service. Another group of research which I am very keenly looking at is about 200,000 people is being followed by Ayush after giving interventions of Ayush, and this is for prophylaxis. These people have been identified in containment zones or in frontline areas of COVID management, and like each of the councils are taking care of 80,000 or 40,000 and 60,000 groups of patients, and like the patients are controlled. Like that means 10,000 to 15,000 of these groups of subjects are in control group. The rest of them are in the study group, and Ayush interventions are given, and they are followed up for almost 45 days. So this is a very interesting study, and this is something which we are very closely looking at and trying to see what kind of a benefit that Ayush prophylaxis brings in. And we are also trying to look at COVID related differences or COVID related problems which were faced by the Ayush sector as such in getting into the health system. Like many a time the health system very blatantly prevented the Ayush sector to get into the system and provide service to the community. And in certain areas it was not so. In certain states it was exactly the reverse. So we need to identify what caused it, what supported it, what was the barriers. I know that in a very similar study is being conducted or being planned in Kerala also,
And I would like to congratulate Dr. Rajmohan for taking up that initiative and moving forward. But this is a work which is being done in collaboration with the WHO, and of course WHO will be contacting Ministry of Department of Ayush and the Ministry of Health in Kerala to collaborate with them also. We should look at another research area which Government of India has got into, is the identification of 4 drugs, out of which 3 are very interesting. One is a prophylactic drug for Ayush, which is ashwagandha. There are a lot of studies which has come up saying that ashwagandha is an excellent immunomodulator, and that was one of the reasons why ashwagandha was selected and had considerable amount of data of efficacy and and its methodology of activity, also its safety. And similarly, Guluji Pipili means Chittamrida and Pipili and Eshtimadu and Eritimaduram. Like these are the 3 drugs which have been taken from the general literature, and then they also looked at Ayush 64, which is a drug which has been developed by the Central Council for Research in Ayurveda as an anti-malarial drug, and this has shown recently some effectiveness against common cold and other viral diseases. So they have selected this drug also as one of the interventions for doing this clinical trial. So this is a Ayush and CSIR combined effort. It's a large multi-centric trial. The government is trying to make it multinational with inclusion from other countries also which are interested in joining. And this seems to be a very good effort and probably will give some kind of a stand for us globally to promote Ayurveda related medicines and drugs and other systems also in getting regulatory approval in other systems of other countries of the world. And what we understand of the virus today from our point of view as on today, means for this discussion point of view, we know that it is not heat liable. I talked about it earlier. It is contagious at -8 degree and +48 degrees Celsius. It is not geography specific. It is contagious from Sweden to Sri Lanka and South Africa. It is the immune reaction with the cytokine storm that usually leads to several internal organ damage and associated complications. So immunity plays a major role in the outcome of this disease, and an hyperimmune reaction is one of the reasons why the disease becomes very fatal. If you look at the COVID-19 from an Ayurvedic understanding, it is basically a Kapha Vada Adhiga Panipada Jwara, and it has some Pitta Anubandha in certain areas, and if you look at it more closely, whenever Pitta Anubandha happens, it becomes there is a high probability that the disease becomes complicated and it goes into severity and also to fatality. So this is something which we made together with other researchers in Ayurveda while we were trying to understand the clinical picture of COVID, working together with a group of modern medical doctors. And this is a simple version of what we think could be an Ayurvedic intervention for COVID, starting with a prophylactic methodology of Withania somnifera, and then using gargle, nasya, steam, and starting with Chittamrida and Tipali when the person is found to be positive, and then depending upon the kind of symptoms which the patient will elicit, Bilvadi Gulika or Haridra Khandam, or when it becomes moderate to we can look at other medicines to be added. Like this is just a sample method which I wanted to just tell you how we will be looking at. But basically our concern today is immunity, which could be probably somewhat related to Bela and Vyathikshamatva of Ayurveda. We know that immunity is the ability of the body to overcome external or perceived external factors. It's an ability of the body to react. But definitely we do not need hyperimmunity, as we know from the cytokine storm which happens and which leads to the complication of the disease. What we need is immunity that can be modulated to the need. That's very specific immunity. Like we need an immune system which can react according to the need of the hour. And therefore we can talk about 2 different kinds of immunity. One is general immunity, and then the other one is specific immunity. Ayur Shield, I'm not going into the details of immunity because Dr. Shaijo is going to speak in detail about immunity, and we had a discussion and he had told me that he is going to cover all the things which I am discussing right now.
or in this particular slide. Regarding Ayur Shield, it's a trigger to think differently. That's what I think. And think differently, these are the elements which we need. Or this is a trigger for the community to think differently. We want proper information to be provided to the community. So this information should be evidence-based. And that is very clearly science-based, and it's going to come out of this Ayur Shield. Or the kind of data management and data collection which Dr. Anwar was explaining, it is wonderful. It is, I think it is implementable. It requires a little more additional manpower if it is possible. Probably tying up with projects with other supporting agencies as a group could be one idea. I'm not sure how you are going to finance this program, but if it is going to be self-financed, it is wonderful. But even if you try to take some kind of a support from other organizations and supporting organizations, it would be good, because data collection is of primary importance here. That is the one which will help you to create the right information, and information is one of the basis on which the Ayur Shield can make the community think differently. You require endorsements for it. You require endorsements from scientists. You require endorsements from community, like people who are clearly away from the Ayur or Ayurveda or Ayush sector, but people who are consumers of this sector, and they should endorse this. You require very strong endorsements for it, and that is when the community will start looking at it seriously. You require education which start from different levels of the society, which it should, of course, ideally start from the school. But if it is not, then starting from the local health governance to the residents associations and institutions. Education is one major way in which this idea should be brought in. It also requires policy changes, which I see that Kerala is taking very proactively. I don't think that any specific requirement in that might be need to be addressed here, because Kerala is one of the most supportive states for these kind of policies and making these proactive changes. And you require very specific and very excellent implementation in this. As I said, infrastructure is a must. You probably require a network of data collection programs. You can think about data collection through digitalized media or digitalized platforms, which can be circulated with everyone over a mobile application, or even through computer. Mobile application is much better. It is much more cheaper and easier for everyone to access. You require manpower and skill. You require very specific manpower and skill here. Otherwise, you might lose data, you might lose patients, you might not be able to deliver what you are trying to say. So along with the idea of giving out the document for collecting data and creating a protocol, I would also suggest that the team which has brought together this program start creating a YouTube-based training program, which should be attended and certified by the Government of Kerala if possible, or the Department of Health if possible, or even by your collective of all the organizations together, and certify people to make sure that they know what exactly they are speaking about. They know exactly how to come back, how to create a referral, how to speak to each other, how to communicate with each other, how to take advices from others. This is something very important, but I think that needs to be built into the system. Otherwise, we might lose things, and we might have very loose ends at the end of the end of the study. And another thing which we should have is assuring sustainability of the Ayur Shield. We should find a long-term goal. COVID will be away and go away probably in about another 1 year, or probably 2 years, or 5 years. Doesn't matter. What we are looking at is a permanent change in the way in which health system looks at Ayush systems, especially Ayurveda, homeopathy, or those systems which are prevalent in Kerala. What are the other areas which we should be looking into? Should we only focusing on immunity? Because immunity and immunity's aspects will be very important, but we should find new avenues for immunity to be important. And antimicrobial resistance is a major area where modern medicine will face, and the community itself will face a major problem in the next 5 years. We are expecting the WHO's number is that about 10 million people will die every year due to AMR by the year 2030. So that's a huge number. Do we have something to do there?
Better health outcomes in NCDs is another thing which we can offer. Like we can manage the lowest, like the area where the maximum number of patients exist in NCDs, which is the pre-NCD period or immediately post diagnosis period. That is the largest number of population in NCDs. We should create a platform where such patients are taken care of by Ayush systems mostly, and are weaned away from the technology intensive modern medical health care. We should look at viral infections and seasonal epidemics. We should start working on it right now. Had we worked on the common cold, which infects 50 million people in India every year, and had developed a protocol for management of common cold, and reducing the 50 million number to 10 million or 20 million, this time when COVID had been there, we would have been in the forefront managing COVID. We have not done that, so we were out. So we need to start doing what we can right now. We don't have to wait for a COVID for making this change. We can look at nosocomial infections, which is a major problem in modern medical facilities. Can Ayush interventions change the picture in nosocomial infections? Can we change the picture in mental health related to infectious diseases and disasters? That is another area which we should be looking at. We should have countable criteria and data. Economic benefits should be very clearly, we should have clear criteria for the economic benefits which we are clearly offering to the society due to this. We should have clear criteria for telling that there is less illness and there is more health, because when there is less illness, people don't realize that. Only when there is more sickness, people realize that. We should teach people to understand that there is less illness. There required to be very specific criteria which will count the less illness, and we have to develop that. It is not available right now. We have to develop that. We have to commodify the services and products. If you don't commodify the services and products, it will not have a sustainability. We need to do that, and it is not. It is ethical and right to do it, because if you don't, in a very short period of time, when this enthusiasm dies away, this whole program will die away. It is not right. If it has to go forward, it should have a commodified way of creating a service and a product which will be economically viable for those people who are indulging in it. It should have specific areas of interventions. It should have specificity of outcomes. It should have specificity in costing, and it should be regulated properly. We should be in public health. To fill the implementation gap in the delivery is the most important thing. I had been working very closely with the ministries and several state governments across the country during this COVID pandemic. And I was appalled to understand that there is a huge interest in the policy level, and that there is a huge demand at the community level. But between the policy decision and the community's demand, the infrastructure to deliver is completely absent. Ayush has no appropriate infrastructure to deliver a policy decision into the community in the appropriate manner. We have to create that, and that is very important. I am very, very happy to note that the Government of Government of Kerala has come out with this Ayur Raksha Clinics, which is the right approach. I think there should be an amalgamation of the Ayur Shield with the Ayur Raksha Clinics, and there should be a lot of exchange of ideas and information between the two, and the outcome should be one single block of evidence which comes out of Kerala as one single entity which is representative of the best model of health across the globe right now. We shouldn't lose the possibility of making it and strengthening it with more and more evidence. We should actually, in this area, few of the areas is we can show reduced mortality and reduced elective technology intensive health interventions, such as some surgeries. But most importantly, you should look at the fear of absence of Ayush services in the community as one of the major criteria which we should be looking at. We should be so important in the community for its health needs that there should be a fear of absence of Ayur Raksha Clinics or Ayur Shield programs being available in the community. That kind of involvement and influence we should be able to generate in the coming years. And I would also suggest that we should change the goalpost. It's in continuation. We're talking about changing the
finding a long-term goal, but it is I would say that we should broaden the net. We should change the perspective. We should change the way in which people look at life. We think that, okay, now the government says that our average life is 75 years, so we should live up to 75. And anybody who is above 75, like he is on bonus points. No, it is not true. The Ayurvedic community, as Ayurvedic community, we know that an average lifespan of the human being is 120 years. It might vary from according to the Prakriti, but the possible lifespan of a human being is 120 years. Why are we losing this 25 to 30 years of beautiful life, which we can have when we are saying that, when your life expectancy is 75? We should change the expectancy of the community from 75 to 120. Tell them that you can live up to that. There could be different elements which we can bring into the whole picture, such as Prakriti, AMA, microbiome. We can also bring in the whole concept of One Health, which talks about the entire global community and the entire earth as one single unit, and working in sustainable development and sustainable health in every single aspect of, including environment, industry, health, in employment, everywhere. So there is a demand and there is a need for an alternative perspective to be created, an alternative platform to be created. I know that this is not the right venue, but here I see a lot of potential and people with lot of leadership ability to bring this forth. So that is why I am mentioning this in this particular talk. And I would also like to say that I would like to conclude that we should be so useful to the community that in a few years, we may dream of a world which would feel naked and exposed without the Ayur Shield. I am sure that Ayur Shield will become a grand success, and Ayurveda itself will grow based on its evidence and scientific proof, and the name of Kerala will become stronger and stronger as a destination for healthcare across the globe due to Ayur Shield and the combined effort of all of us. Thank you so much. Thank you so much, Dr. Gidakishan. It is, as always, it is a wonderful and inspiring presentation. And always you bring a different perspective or a different level of thought process to the entire thing. Your comment on or your vision on life expectancy to lifespan, it is altogether a different model of actually thinking Ayurveda or taking Ayurveda to the next level. Is really commendable. Really appreciate you on presenting such kind of thought in this in this time or in this among in this committee. And also I want to ask. I think there are so many things to ask from the question side, but due to the lack of time, I think we are not. I am just asking just one or two questions for the interest of all the other members. One thing is, see, if we Ayurveda as an Ayurveda community, if we had not, what are that things which we have not done, which we have done it earlier, would have taken us to the global level. That means, I thought you got the point. That means, what are those things which we have not done? If we had done it properly, I think would have taken to a global level. That is question number. Or what is that things which we have lacking in doing? That is number one. The other one which you commented, that the NCDs, the people coming to for NCDs treatment where the Ayush is prominent. Why is it so? So and let me appreciate for the suggestions given for taking Ayur Shield to the next level. Really appreciate for if you could quickly comment on these 2 points. Thank you so much. The rest of the questions, if you are okay, I think we will collect the questions and we'll send to your mail ID if it is okay for you. Over to you, Dr. Gidakishan. I would be very happy to look at the questions. At least it will give me new ideas to think about. So definitely it is welcome, Dr. Saji. In fact, what I think what we lack in having not done is changing the model in which Ayurveda is being
being commodified here. So we are following like there are 2-3 points which had come to my mind earlier also, but one of the things is very clearly, like we need to move out of the structure in which ties us to an infrastructure in providing like Ayurvedic like therapeutics, because many a time it has led to a condition where people have to come to a hospital for a specific number of days for any kind of disease, which becomes quite an absurd thing when we are trying to explain it to people who does not understand Ayurveda. That is one area which I think we could brainstorm on how we do that. Probably we require a different I think the pioneers in these like Kottakkal and Vaidyaratnam and Nagarjuna and service industries should come together and think about how we can do that. That is something which we need to look at. Another area is to identify like as I told in the speech also, we should be in public health. We had not been in public health. We have completely been out of public health. Public health is when we are part of the decision making, we are part of the infrastructure and implementation, and we have the right and the resources to bring in the resources and utilize it as we require it for the benefit of the community. We don't have that. We are lacking that. We have the policy, we have the demand, we have sentinel posts which are like clinical outlets in many places, but the decision to take resources and utilize it is still not in our hands. We need to have that. We need to have that infrastructure made, and then that will actually make a big difference in the public health delivery that we can give, and that will also make a difference in the way in which Ayurveda is looked upon by the community. Another one is selecting the drugs which we want to make global. So one of the very happy things which I am about regarding the drugs which have been selected by the Ayush Ministry for the 4 drug trial, which they have selected at least 3 of them. All of them are accepted as drugs or nutraceuticals across the globe. We can talk about more than 100 countries for where in these particular group of medicines are available and are already being regulated. If you identify a drug and if you find that it is useful, the way of converting that into a possible business for the enterprises in India is quite high. Like, we don't have to go through the 4-year or 5-year or 2-year minimum period of regulatory hurdle, which we'll have to go through to get this medicine into that particular community. This is an instant jump. We will be able to make, using different opportunities, a business which is sustainable and has a huge value, which can go up the value chain over a very short period of time. That is another one. And the third one, and the second question which you had regarding NCDs, it is this is a data which I had got from the Ayush Ministry. So the number of patients who are coming to the different outlets of Ayush Ministry for NCD care has gone up considerably during the lockdown period. So this was a very, very welcome observation which we had. And I am sure that if you look at the data from the Ayur Raksha Clinics, which has been recently started by the Ministry of Ayush in Ministry of Health in Kerala, you will also find the same kind of a result. Like people are interested in going for Ayush, and especially for diseases like NCD, we have been kept away. We don't have the right kind of evidence, and we don't have the right kind of number to bring people in. We need to get that number, and Ayur clinics, which we are starting right now, and the Ayur Raksha clinics, which are started by the government of Kerala, will actually be a foundation for that. And I think that would be a great change in the way in which the community will look at the Ayush systems, especially Ayurveda. Thank you. I hope that I answered your question. Thank you so much, Dr. Gedashan. They're short of time. I think we are not able to ask questions right now. I will be sending the questions to your mail ID. It will be grateful if you could answer to all these questions.
And next, I would like to welcome Dr. Shaiju Olakot. Dr. Shaiju Olakot, Senior Medical Officer, Indian Systems of Medicine, Department of Ayush, Calicut, Kerala. Member of Scientific Committee, Ayurveda Medical Association of India. Former member of Ayurveda Research Team, ISM Department, Kerala. Published articles in international journals, currently involved in molecular study of anti-cancerous and immunomodulatory Ayurvedic drugs. His product form is graduated from Kottakkal Ayurveda College, and he got Kaya Chikitsa, and he is an MT in Kaya Chikitsa, currently doing PhD in molecular genetics, and is a specialist in chronic inflammatory diseases, having 20 years of clinical experience. It's my great pleasure and privilege to welcome Dr. Shaiju to present his views. Over to you, Dr. Shaiju. Honorable Chief Minister, who has inaugurated today's this program, Ayur Shield, and Honorable Chief Minister, who has facilitated the function, and respected Dr. P.M. Varya sir, Krishna Kumar sir, Dr. Harindran Nair, Dr. Saji, and other dignitaries who present here, my teachers, my dear colleagues and friends. It's high time to discuss such a tough topic like immunity during this. It's already 2 o'clock now. I'm not sure that it will be very easily digestible or not, but anyway, I'll try my level best. At the outset, I thank the organizers of this program for giving me this opportunity. Okay, I have few slides to share with you, so straight away I move on to that topic. Sorry. Yes. See, immunity, the term immunity and immune responses, immunomodulators, these are not new terminologies for these Ayurvedic communities. We were dealing with this so many years because of many infectious diseases, recurrent infections, autoimmune diseases, and allergy, chronic inflammatory diseases. We were dealing with this. But the only thing, the novel coronavirus has left us in a new dimensions. Okay, and see, we can discuss the immunity as Vyadhi Balarodhitam, Vyadhi Utpadaka, Pratibandhagatam as such. But of course, it is not a, it's a very little complicated. You see, the molecular mechanism of this immunity is, it involves a lot of chemical reactions like you know, there is macrophage activation is there, degradation of peptide fragments, and the activation of signal transduction pathways, and activation of T cells, B cells, their proliferation, and the release of so many pro-inflammatory cytokines, anti-inflammatory cytokines. Like this, it is a very complicated program, and it includes the this antibody productions. You know, there is a innumerable type of these antibodies are getting produced in our body. So all these programs get operated in our system in a two-tier level, that is the innate immunity and adaptive immunity. See, we are not going into the details of that complicated program, but two things I would like to draw your attention here is, one is there should be a balanced state of immune response. That is very, very important. You know, other thing is that there should be an adequate tolerance. What is this tolerance? The tolerance means the body should be able to differentiate the self and non-self. That means which is good for the body, which is not good for the body. Or we should say that body should be able to identify a dust or any pathogens, which one is not good for the body. So sometimes when this balance and the tolerance is lost or become dysfunctional, then it creates a lot of issues.
Like, there is it creates sometimes autoimmune diseases, like the body, when it is not able to differentiate the self, that means the body try to damage or make the tissue damage in case of an autoimmune diseases. But when the immune response is hyperactive, so it creates allergy. See, sometimes the body will not detect the these antigens or pathogens. Then or if they make it a delay, so that is also a serious problems that even sometimes we can see in COVID-19. And sometimes the opposite of these conditions, that like it creates an exaggeration like cytokine storm. So all these imbalanced state and lack of tolerance is very much important. So it is very important in case of inflammation, as it is vital to health. So the inflammation should end in a tissue repair, not it should end in a tissue damage. Okay. So the next one, see, every creature in the universe has immunity at different level. We can compare one creature with other in case of immunity. There is discrimination of species, like the birds, they don't get that is anthrax. This is the case of species difference in immunity. There is racial discrimination, but here our important area is individual immunity. This is determined by various factors such as health status, nutritional status, previous illness, personal hygiene, genetic difference, etc., etc. You might have some examples to say that you see some of you might have not exposed to or got the disease, even though your other family members was exposed to. So this is a good example for individual immunity. Even see that in case of Nipah, which has a very high mortality rate, when it affected in such a way in the Calicut in 2018, even one member in that family has still alive, even though other members have survived surrendered for this Nipah virus. So in such a way, the individual immunity is so important. And see, sometimes genetic difference also play an important role in individual immunity. Like individual with genetic deficiency of glucose 6-phosphate dehydrogenase are resistant to malaria. So so in this way, person to person, the immunity level, there is a difference. So we call it as individual immunity. And another important thing is the susceptibility of infection. As I told, this, even though the number of individuals usually exposed to the same the condition, like they are the number of individuals exposed to infection is usually high compared to those who get the infection. There is a great disparity. Why this great disparity? Because every individual, they have a mechanism, they have that ability to survive over the infection. So this is the area we have to concentrate, that individual immunity, and there should be a balance of this individual immunity, and it should the body should have that tolerance also. So usually this susceptibility to infection is determined by the phagocytic cell or influenced by the phagocytic cell deficiency or complement deficiency. If it is with the adaptive immune deficiency, it will be by T cell function deficiency or antibody production deficiency. See, I'm not going into the molecular mechanism of immune response, but one thing is very important. See, there is one Th1 immune response and Th2 immune response. A balance of these two responses is very, very essential, because an imbalance of these response will usually leads to autoimmune diseases or allergy, etc., etc. So just I want to convey you this balance of this molecular mechanism is very important when deal with many diseases.
See, the Samavastha and Niramavastha, it is a very tough topic when we deal with the in treatment. Usually we consider almost all the patients in the first 1 week or 10 days as Samavastha, then straightway we go to the Niramavastha treatment. But here my suggestion is the Samavastha treatment, the Samavastha should be better considered as an increased pro-inflammatory cytokine stage in the body. And when so naturally the inflammation will be in a progressive stage. Okay, and at the same time, when the body attains a balance of these pro-inflammatory cytokines and anti-inflammatory cytokines, so naturally the inflammation changes to a different stage there, which we can consider it as a Niramavastha stage. Okay, so all the drugs, we have a number of single drugs, combinations like kashayams, tablets, etc., to effectively manage Samavastha. So all these drugs we use for Samavastha are usually best immunomodulators and antiviral drugs. See, these there are two terminologies like ageis and belam. Usually we use it as synonyms. Wherever the topic of immunity comes under for discussions, we use these terminologies ageis and belam. Okay, these for a better understanding, we should consider these ageis and belam as factors required to maintain homeostatic balance of the body. See, that as the definitions say, these ageis, tejas tu dhadunam, shuklandanam panasmrdam, and regarding the bela adhishtanam arogyam. So all these aim at all to the this level. Okay, and also it includes the zinc, iron, vitamin C, vitamin D, digoxin, testosterone, cortisol, estrogen, etc., like these corticosteroid hormones. And also it includes even good cholesterols, which has an important role in the homeostasis of immune system. And this is another area, that is gut microbiome. It's a very important thing in case of immunity. You see, even there are trillions of microbiomes in our body, probably more than our human body cells. There are trillions of microbes in our body, and how the body reacts to this gut microbiome, and what is the role of this gut microbiome in immunity? What is how it shape our this individual immunity? Does it matters? Yes, of course it matters. Like, see, the body usually, as like in case of other inflammation, the body detect this gut microbiome and as evolutionary conserved pathogen associated molecular pattern. You see, the body should not make any aggressive response against this gut microbiome. Just they recognize it and activate the intracellular signaling pathways and thereby produce cytokines and chemokines. That cytokines and chemokines all are produced in a very controlled manner or in a very balanced manner, so that it could promote the host resistance and infections. See how beautifully body have get adjust with this microbiome in the body. So this is very important. See, if the body at the same time, if we the body has a sense this gut microbiome in a very aggressive manner, the scenario was different. So usually our these drugs, our lifestyles, all these are targeted to maintain this gut microbiome, and we are providing a good habitat for this gut microbiome. Even this peyadikrama we are advising after this Vamana Virejana is one of the good way to accommodate this gut microbiome after an tissue injury. Okay, so so next, another thing, there is the role of aging in immunity. See, the aging, this is one of the category of people who face lot of issues in case of in case of infectious diseases. What happens in aging? Actually, there are lower vaccination of efficiency. There is decreased immune surveillance, decreased resistance to infections, increased onset of malignancies, increased inflammation, autoimmune activation. So in such a way, in all the aspect of immune system get affected
get affected in old age people. So the robust immune functions which is observed in the young is completely, the picture is completely changed when a person becomes become aged. So the nowadays the aging, the aging is agalaja vyadhi. There are some kalaja vyadhi and agalaja vyadhi in case of aging. So so we advise rasayana vajikarana treatment to prevent or to make it delay this aging process. So it is a very important step required, that which Ayurveda only can offer in case of immunity. And see, there is abnormal immune response. See, even though these immune responses are is a very important aspect in defense mechanism. In most of the infectious diseases or chronic infectious diseases, we can find an abnormal immune response. So rather than the direct action of an infectious agent, the abnormal immune response becomes the reason for main pathological aspects of a disease. So in several such situations, there exists a hypersensitivity reaction with the exaggerated and non-modulated immune response. You see, this we can see even in COVID-19 as the cytokine storm. In dengue fever, we see it as in the form of dengue hemorrhagic fever. Even you remember this in 2006 outbreak of chikungunya, there was a, we could effectively manage the chikungunya, and there we had a lead in the management. How? Because this abnormal immune response manifested in the form of polyarthralgia, we managed with the combined treatment protocol of Jwara and Vadarekta, thereby we could effectively manage the chikungunya. So here I would like to draw your attention is, rather than the direct action of an infectious agent, the abnormal immune response is much more important. Okay. Now we will see the chronic inflammatory conditions. See, even though, as I told, that inflammation is vital to health, if it is not properly resolved in time, it will switch over to in a chronic inflammatory condition. The problem is the tissue injury. If it continues, the chronic inflammatory condition will attract tissue injury where it is affected. So we can find it in almost all the systems. But nowadays we limit the scope of Ayurvedic practice, we limit to musculoskeletal diseases only. But remember, this we should not limit to the musculoskeletal diseases, but the chronic inflammatory condition we can find in many autoimmune diseases, allergy, musculoskeletal diseases, gastrointestinal diseases like inflammatory bowel diseases, and respiratory diseases as asthma, COPD, ARDS, cystic fibrosis, and even neurological diseases. We can find the chronic inflammatory conditions like in Alzheimer's disease, Parkinson's disease, epilepsy, myasthenia gravis, multiple sclerosis, and in genitourinary diseases. This is very important. See, these menstruation, ovulation, implantation, and parturition, all these are part of physiological processes. Still, it creates some inflammation in the body. That's why in our earlier days, the Acharya has suggested certain do's and rules and certain medicaments at this stage. So to control that, even that it should limit that into the certain stages. It should not create any chronic inflammatory conditions. Even in chronic kidney diseases, we can see these chronic inflammatory conditions. See, this atherosclerosis, there also the chronic inflammatory conditions attract these triple vessel, the diseases like triple vessel disease. Okay, in metabolic diseases, it's a very another important area like type 2 diabetes mellitus. There's chronic inflammatory condition does matters. Okay, and in cancer, there are also the chronic inflammatory condition. So see, we have a huge scope in managing in terms of immunity. All these big spectrum of diseases we can effectively manage. Okay. You know, what is the scope of artificial active immunity? Have you heard about this artificial active immunity? You must hear, because vaccination is a part of this artificial active immunity. Nowadays, we see at this scenario, we are eagerly looking towards the artificial immunity because we are looking towards the vaccinations as a ray of hope for this COVID-19. But the problem, the advantage and disadvantage with this artificial immunity is it is highly specific.
Of course, we could control many infectious diseases like polio through these vaccinations. Still, vaccination is a ray for many diseases. But the problem or the disadvantage of this vaccination is it's highly specific. Suppose if we vaccinate against hepatitis C virus, it will give an active immunity against that particular variant of or hepatitis C virus only. If it will not give any immunity against some polio virus or tuberculosis, it will not offer. At the same time, if this hepatitis virus gets some minor mutations, then also it is a problem. So there is, of course, there is some limitations for artificial active immunity. Now, here is the scope of immunomodulators. Actually, these immunomodulators means either it influence the immune system through immunostimulants, or sometimes it influence the immune system through immunosuppression. In both the way, it can influence. So mainly these immunostimulants aims at the non-specific, that is innate immune system, by usually this phagocytosis by macrophages, complements and granulocytes, and stimulation of T lymphocytes. These are the area usually immunostimulants works. But whereas the immunosuppressants, actually these immunosuppressants are mainly used in the other system of medicines, and where it decreases the immune response against infection or stress. In organ transplantation and autoimmune diseases, these immune suppressants are mainly used. Okay, see, there are some drugs like agantin, etc. They use for as immunomodulators in other systems, but they face serious side effects with these immunomodulators. Like, see, I have listed a few of the side effects like pulmonary toxicity, nephrotoxicity, neurotoxicity, hepatic fibrosis, gastrointestinal complaints, hypertension, hyperlipidemia, diabetes, myelosuppression, increased risk of infection, hyperkalemia, hyperuricemia, lymphoma, alopecia, hirsutism, and gem hyperplasia. See, the list continues. Side effects the other system is facing with the immunomodulatory drugs. So here the Ayurvedic immunomodulatory system, immunomodulator, there is a great scope for us to all these diseases and all these conditions. So this immunomodulation by Ayurveda, see this we manage, we have a group of, or we have a great treasury of single drugs, kashaya yogams, tablets, churnas, many rasainas, etc. as immunomodulators. But some of these drugs are dosha shamana. Some of them are all these drugs are either tridosha shamana or vata pitta shamana or vata kava shamana or kava pitta shamana, and some of them are dibana bhajana, some of them are sodo shodhana, and few others are rasayana in the form of they make the pushti or rasadi sapta dhaduna, they pushti for all the 7 dhadus. So in such a way, our drugs are biological response modifiers. So all these drugs we can find in Jara Chikitsa. See, all these drugs, it is systematically arranged in Jara Chikitsa. That is the really always refer the context of the Jara treatment in many diseases and in many new diseases like COVID-19. Okay. So I have listed out a few of the kashayams we usually find very effective in many infectious diseases, autoimmune diseases, chronic inflammatory conditions, and allergy. You can find it, see, Indugandham kashayam. It is one of the listed drug in Ayur Raksha Clinic. Now we are managing. And Guluchadi kashayam, this Drakshadi kashayam, these two Guluchadi and Drakshadi. This is one is
both are pitta shamana, and it has a very good scope even in this present scenario of this COVID-19. And of course, it is mainly targeted in the Vyadhi of Rasarakta Pradhana. And this Chiruvilyadi Kashayam and Gandharvastadi Kashayam, these two drugs, we can find its main action in the Jadaragni. So as it has a good role in Jadaragni, so of course it must improve the Dhatagni level also. So almost all the diseases, especially the Medo Vikara, Mamsa Medo Vikara, the Chiruvilyadi Kashaya has a role. And even in certain case of infertility, we have the Chiruvilyadi Kashayam has a role. And I'm not going into the detail of these drugs, probably you know very, very well better. And this Amrodotran Kashayam, Pajanamrita Kashayam, Saptasaran Kashayam. Saptasaran Kashayam, it is a very good drug in case of Srodho Shodhana, because it gives immediate relief in case of this Srodho Rodha. And this Rasna Shundhyadi Kashayam, Rasna Dasamulam Kashayam, and this Patya Kustambaradi Kashayam, these drugs are found very much effective when there is, in case of autoimmune diseases, or when there is some antibodies are present, etc. So this Shundi Samangadi Kashayam, we found it's very effective in case of irritable bowel diseases. And of course, the Chitragadi Kashayam mentioned in Vadavyadi, it has a good role in almost all the chronic inflammatory diseases. And there are some other yogas like Vilyadi Guliga, Sudarsana Guliga. These two drugs are included in the list of drugs in Ayur Raksha Clinic, and we distribute these Vilyadi Guliga and Sudarsana Guliga as a part of Swasthya project and Sukha Isha project. Both are part of this Ayur Raksha Clinic. And there is Samshamanivadi and Guluji Khanasatwam. Outside Kerala, I think mainly these two drugs are in practice against as a preventive medicine for COVID-19. And there is from Rasaushadhi groups, we have Hingula Basmam, Abraga Basmam, Rasa Sinduram, Arogya Vadhanivadi, Lakshmi Vilasa Rasa. See, all these drugs, we are effectively using these drugs in case of autoimmune diseases. We find a very good role even in the cancer treatment also. So they are effective in management of chronic inflammatory diseases. There are, see, we have a list of few rasayanas. We have this Chavaprasha, Brahma Rasayana, Brihat Chagaladikrita, Agastya Rasayana, Kushmanda Rasayana, Tribhala Churna. All these drugs I listed here only because that these are drugs listed in the Ayur Raksha Clinic. Now it is in practice. See, here I listed out a few of the immunomodulatory drugs in practice. See, I listed out like the name of the drug and the methods how the immunomodulatory action was tested, and their tridosha effect I listed out here. See, the curcuma longa, Tinospora cordifolia, Bithania somnifera, Osimum sanctum, Andrographis paniculata, Allium sativum. All these drugs are already tested for their immunomodulatory effect and found effective in different way. And there are a few other lists like Picorrhiza crura and Emblica officinalis, Sendella asiatica, Piper longum, Terminalia arjuna. So in the same way, all these drugs are found effective in immunomodulatory action, but their mode of action is different that you can find in the methods it is tested. See, this is one of the good work done in many way. See, the Indugandham Kridam, it was tested, it was studied in vitro method and in vivo method. See, in the in vitro method, it was tested to and found it has considerable immunomodulatory effect with Th1 type of immune response. So hope you remember that Th1 type of immune response I mentioned in the molecular mechanism of immune reaction. And in an in vivo study, this it was tried in an animal model of bulbsy mice. It was the Indukanthan Kridam was given for 15 days by one Mr. George K. John. It was that the trial was conducted in Cancer Research Institute Trivandrum, and the finding was very interesting. See, they could induce leukopoiesis, macrophage phagocytic activity, and lymphocyte proliferation was enhanced, and even it could increase the CD
CD4 CD8 ratio, which was a very significant observation. And even the same Indukantha Ghridam was tested in recurrent upper respiratory tract infections in infants. So here also they could find so many significant observations like increase in the CD4, CD4 plus T cells and CD56 natural killer cells with a concomitant reduction of percentage of B cells. And there was increased Th1 cytokines and it could decrease the Th2 cytokines. And the IgG was markedly decreased and IgM was markedly increased. And assessment of liver and kidney functions and cholesterol levels were within normal limits during this study. And after all, the good observation was the immunological homeostasis. In maintaining the immunological homeostasis, Indukantha Ghridam has a good role as it is found in recurrent upper respiratory tract infections. See, I'll give some of the research works already completed in some of the drug. See, already Dr. Gidakshan has told this ashwagandha is still under trial for COVID-19. See, this ashwagandha has already completed the trial with in an experimental model, like it was in biopsy mice, and the root powder extract of ashwagandha was tried, and the enhancement of WBC count on 10th day it was observed, and even the plaque forming cells was increased on 4th day, and bone marrow cellularity and the phagocytic activity was enhanced, and even it inhibited delay type of hypersensitivity. So the mode of action, how the immunomodulatory action was explained through the experiments. In the same way, Punarnava was also tested, but the thing was here the active in a part of the active principle was tested. The Punarnavin is an active principle in Punarnava which was tested in biopsy mice. So there also, as in the ashwagandha, we could the study could observe the enhancement of this WBC count. It was on 6th day, and even bone marrow cellularity and plaque forming cells was increased, and there was even a significant see the elevated level of pro-inflammatory cytokine was reduced with the Punarnavin. So it is a very good observations how it is effective in immunomodulatory action. And see the turmeric. See, the extensive research work has completed in turmeric in different corner of the world. Even US has got some patency over this turmeric, and you see even it could these research works could explore the role of turmeric in different aspects, like it regulate numerous transcription factors, cytokines, adhesion molecules, and enzymes that have been linked to inflammation. See, even epigenetics also, the turmeric has a role in it. It is scientifically proved that it directly and indirectly in both ways it affects the epigenetic enzyme. So very important observation. See, it inhibits growth of variety of pathogens, including parasites. There is Guluji and Lesuna. Of course, this Guluji enhances lymphocyte proliferation, macrophage activation found in study, and even from Lesuna, 3 proteins which has got immunomodulatory activation has been isolated. And regarding this Andrographis paniculata, this drug is now widely used in Tamil Nadu and other part of the India. We call it Nilavember. So against this COVID-19, and in a study it is found that it stimulated the phagocytosis in mice and significant increase in WBC. Like in earlier studies, it could also effectively proved as a good immunomodulatory drugs. See, now come to it's a very important area. See, the scope of research. You see, even though we are very much confident about our the treasury of the single drugs and other yogas and rasayanas, still extensive research is required in all these areas. This is just to revalidate, not to validate the efficacy of the drug. This is just to revalidate, so that the reach of our medicines will be much more greater than
now. So we can get entry into in different aspects. In different corner of the world, we will get an easy access. With this, otherwise will be very difficult for us. So there are existing parameters for how to evaluate the modulatory activity of different drugs. Okay, but of course, if you could satisfy all these parameters, we can our level of this Ayurveda may reach in a different level, which we cannot even imagine now. The only thing is the funding. See, this most of this research, as you think it is, sometimes we cannot be able to conduct this type of research in our clinics or in our hospitals. Most of this research needs extensive or huge funding. So I am sure this industry, this consortium of Indian industry and these our different organizations and government sector and this academy, all these, if we could combine together, we could do miracles, I am sure. See, now in this area, we can take the help of veterinary hospital, veterinary university in Kerala, and we can take the help of various biotechnology department in the universities. I see presently I am working in veterinary university for my research work. There are extensive research facilities are there, but whichever is not there, we can hire it from outside. So they are also, currently I am involved in some of the research activities of veterinary university. So they are also interested to join with us. If we arrange a common platform and sufficient funding for the research work, I am sure we can do wonder. Especially we should prove ourselves that we are free from side effects and there is no toxicity, etc., etc. I hope all of you remember in the time of that video conference we had with Chief Minister and Prime Minister, most of the questions arised from the different corners were regarding the side effects and drug toxicity. So unless we are revalidating our product with these in these terms, it will be very difficult in future. So for the research, there are I will introduce you for some areas like gene expression studies. See, even though we do some hematological parameters or flow cytometry, etc., these are new areas in research which will be very helpful for a worldwide acceptance. These are gene expression studies, because so every change in the body, there should be some gene expression. Without a gene expression, nothing will happen in the body. Maybe it is a physiological stage or pathological stage, or maybe with the change with the what happens with our drug. So everything is connected with the gene expression. So if we could effectively find what is the gene expression in these different with our treatment, it will be a good milestone in the development of Ayurveda. There are different methods like PCR, microarray, transcriptome study, microRNA, etc., etc. And another one is the epigenetic studies. These epigenetic studies, so far in India, I am sure no work has done till now. And but in outside India, there are some studies has already completed. Even in turmeric, these epigenetic studies has completed, but it doesn't belongs to the study in India. So epigenetic study is another area where the different medical fraternity can join together. They can hand in hand in epigenetic area. This is the area how we can better explain our this Tridosha Siddhanta, the concept of AMA, and different this perspective of Ayurveda can be better explained in terms of epigenetic. So this is another new area, this One Health concept. I'm very happy to see that the One Health concept is mentioned by Dr. Geeta Krishnan in his slide. See, this One Health concept is a new concept which has a worldwide acceptance nowadays. What is this One Health concept? This is nothing but, see, the human alone cannot survive in the universe. Our existence is related with the other creatures like animals, other creatures like plants. So
everything in the universe, they can exist one in another, or they can exist in relation or with the nature. So in such a way, we can improve our quality of life. This concept is the One Health concept. You see, even this in the present scenario of COVID-19 also, this concept is very important. So most of the times, these outbreaks are coming from animal source. How they comes from animal source to the man? When their habitat is affected, the virus get mutated, or sometimes these animals spread these microbes to the human being. So everybody should be, their habitat should be well maintained. So then only everybody can lead a quality life in the earth. So this is the concept of One Health concept. So so now I come to the last slide of my sessions. See, the abnormal immune response is important than direct action of an infectious agent. This is one of the main thing I would convey to you. And we are able to manage many acute infections, recurrent infections, allergy, autoimmune disease, chronic inflammatory diseases through immunomodulatory drugs. So here now the extensive research is required. Anyway, the Ayur Shield project, it's a ray of hope for many things in the health sector. So if we could hand in hand with the government sector, industry, academy, and different sector of the academy, so all these we can hand in hand, there should be a very good future for Ayurveda, and the One Health approach will improve the quality of the health. So here I would like to thank the organizers once again, and also all of you for a patient hearing. I hope all of you could follow the sessions. The time was running out, but anyway, once again, thanks a lot. So I shall call it a day. Thank you. Thank you so much, Dr. Shaiju. It was a wonderful presentation, and definitely, I think you are our future. People like you are our future, and definitely we require more volunteers, more research experts on to do researches in the gene expression, epigenetics, and as you said about the One Health concept, it is all about the future will be, and the future must be like that, and it creates the harmony which among our people, harmony with the nature, harmony within everything, actually drive towards a One Health concept, which is a wonderful concept presented by you. Thank you so much. There are so many questions to be asked, which because of the lack of time, and really I express my apologies of keeping you late to this much of time. It's more it's post lunch session. It should be, but we have been continuously doing the program. It may be some error in the doing this kind of virtual conference. I think we will correct in the future programs. Anyway, thank you so much, Shaiju. And also, any questions coming in with respect to any of the areas which you have presented, and we will be forwarding to you, and it would be grateful if you could answer to those questions. Once again, thank you so much, and let me express my sincere thanks to all the participants who have been into this program from morning till at this time at 2:30, and thank you so much of all the panelists, all the members from the various associations, and especially Dr. P.M. Vaidya and our Honorable Chief Minister and our Health Minister, Baby Matthew, Dr. Rajmohan, Dr. Ramnathan, Dr. Raju Thomas, Dr. C.S. Krishna Kumar, Dr. Harindra Nair, Mr. Pradeep Jodi, Dr. M. Anwar, Ajay Raj, Ajay George Verghese, and Hari Nambudiri, and Dr. Geeta Krishnan, Dr. Shaiju Alakot, and all the other dignitaries from various organizations like Vasudha Namburi sir, Udayan, and various other people who have attended this people, and many members from the various associations. And thank you so much. And at this outset, what we would like to say that we will continue this kind of virtual town hall sessions. Maybe it could be twice in a month or once in a month.
And also we know the responsibility of taking Ayur Shield to the next level. And we have a mission control team, and also we have a technology advisory committee, which from each almost 15 members in that committee, that we will be continuously following up the development of Ayur Shield. Once again, thank you so much. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. Thank you. Thank you. Thank you. Thank you, Sajid. Thank you.